കർത്താവിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മുടെ ഓൺലൈൻ മീറ്റിങ്ങുകളുടെ 602ാമത്തെ രാത്രിയിൽ ആഗതരായിരിക്കുന്ന എല്ലാവർക്കുമുള്ള പ്രത്യേക വന്ദനങ്ങളെ ഞാൻ പ്രാരംഭത്തിൽ തന്നെ അറിയിക്കുകയാണ്. കർത്താവ് നമുക്ക് അനുഗ്രഹീതമായ ദിനങ്ങൾ, അനുഗ്രഹീതമായ വചനത്തിന്റെ വെളിപ്പാടുകൾ, ആത്മമണ്ഡലത്തിലെ അനുഭവങ്ങൾ എല്ലാം തുറക്കുന്ന ഈ നല്ല പ്ലാറ്റ്ഫോമിനെ ഓർത്ത് ഞാൻ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. സത്യത്തിൽ ഇതൊരു സഭയുടെ യോഗമല്ല. എല്ലാ സഭകളിൽ നിന്നും ആത്മീകമായി വളരുവാൻ ആഗ്രഹിക്കുന്ന ദൈവമക്കൾ ഒരുമിച്ച് ചേരുന്ന ഒരു ആത്മീക സംഗമമാണിത്. ഇന്ന് രാത്രി നമ്മുടെ നടുവിൽ കർത്താവിന്റെ വചനം ശുശ്രൂഷിക്കുന്നവർ, നമ്മെ ശുശ്രൂഷിപ്പാനായി കടന്നു വന്നിരിക്കുന്നത് മസ്കറ്റിൽ അപ്പോസ്തലിക് ടാബർനാക്കിൾ സഭയുടെ ശുശ്രൂഷനായിരിക്കുന്ന കർത്താവിന്റെ ദാസൻ പാസ്റ്റർ വേണുദാസ് ആണ്. ഞാൻ നേരത്തെ ഓർപ്പിച്ചതുപോലെ കർത്താവിന്റെ ദാസനുമായിട്ട് ചില ദിവസങ്ങളെ, ചില മണിക്കൂറുകളുടെ പരിചയമാണ് എനിക്കുള്ളത്. പക്ഷെ അതിനകത്തു കൂടെ കർത്താവ് നൽകിയ അനുഗ്രഹിക്കപ്പെട്ട ആത്മീക ബന്ധത്തിനായി സ്തോത്രം ചെയ്യുകയാണ്. തുടർന്ന് ഇന്ന് രാത്രി കർത്താവിന്റെ ദാസൻ നമ്മെ ശുശ്രൂഷിക്കും. അതിനു മുമ്പ് കഴിയുന്നവരെല്ലാം നിങ്ങളുടെ വീഡിയോകൾ ഓൺ ചെയ്ത് ഈ സെക്ഷനിൽ പങ്കെടുക്കുക. നമ്മുടെ ഇവിടെ വീഡിയോ ഓഫ് ചെയ്തിരിക്കുന്ന ഒരു സിസ്റ്റം ഇല്ല. അപ്പൊ അതുകൊണ്ട് ജോലിയിൽ ആയിരിക്കുന്നവർ, ബാത്റൂമിലായിരിക്കുന്നവർ, അടുക്കളയിലായിരിക്കുന്നവർ വീഡിയോകൾ ഓൺ ചെയ്യരുത്. ബാക്കി എല്ലാവരും വീഡിയോകൾ ഓൺ ചെയ്ത് ഈ മീറ്റിംഗിൽ പങ്കെടുക്കുക. കർത്താവ് നിങ്ങളെ ഇന്ന് രാത്രിയിൽ തൊടും. നിങ്ങൾക്ക് ദൈവാത്മാവിൽ നിന്നുള്ള ദൈവ ശബ്ദങ്ങൾ ഇന്ന് രാത്രി കേൾക്കാം. ആത്മാവിന്റെ പകർച്ചകൾ അനുഭവിക്കാം. വലുത് ദൈവത്തിൽ നിന്ന് പ്രതീക്ഷിക്കുക. സൂപ്പർ നാച്ചുറൽ തലം ദൈവാത്മാവ് ഓപ്പൺ ചെയ്യുന്ന ഒരു സീസണാണിത്. നമുക്ക് അഭിഷക്തന്മാരെ മാനിക്കണം, ദൈവത്തെ മാനിക്കണം, ദൈവാത്മാവിനെ മാനിക്കണം. അതുകൊണ്ട് നമുക്ക് മാനുഷികമായിട്ട് നമുക്ക് തിരക്കിലാണ്, സ്ഥലമില്ല, സമയമില്ലെന്നൊക്കെ പറയാം. പക്ഷെ അതല്ല, ഏതെങ്കിലും സാവകാശമുണ്ടെങ്കിൽ നിങ്ങളുടെ വീഡിയോകൾ ഓൺ ചെയ്ത് ഈ രാത്രി മീറ്റിംഗിൽ പങ്കെടുക്കുക. തുടർന്ന് കർത്താവിന്റെ ദാസൻ പാസ്റ്റർ വേണുദാസ് മസ്കറ്റ് നമ്മുടെ നടുവിൽ ശുശ്രൂഷിയും. കരങ്ങൾ ഉയർത്തി നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ ദാസനെ, കരങ്ങളൊന്ന് ഉയർത്തി ഒന്ന് വീശിയെ, കരങ്ങൾ ഉയർത്തി നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ ദാസനെ ഈ രാത്രിയിലെ ശുശ്രൂഷക്കായി നമുക്ക് സ്വാഗതം ചെയ്യാം. ഹല്ലേലൂയ, ഷലോം. Praise the Lord. Hallelujah. Amen. എന്നെ വ്യക്തമായിട്ട് കേൾക്കാൻ കഴിയുന്നുണ്ടോ? കേൾക്കാം പാസ്റ്റർ, ക്ലിയർ ആയിട്ട് കേൾക്കാം. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിന് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. തികച്ചും നിങ്ങളുടെ ഇടയിൽ ഞാൻ ഇന്നായിരിക്കുന്നത് യാദൃച്ഛികമായിട്ടാണ്. പൊതുവെ ഞാൻ ഫ്രൈഡേ തിരക്കുള്ള ദിവസമായിട്ട് ഞാൻ സാധാരണ മറ്റു മീറ്റിങ്ങിലും സംബന്ധിക്കാറില്ല. എങ്കിലും ഞാൻ പൂർണ്ണമായിട്ടും ഞാൻ വിശ്വസിക്കുന്നു ദൈവം നിങ്ങളുടെ ഇടയിലേക്ക് എന്നെ അയച്ചു. പ്രത്യേകിച്ച് എന്നെ മീറ്റിംഗിലേക്ക് ക്ഷണിച്ച കർത്താവിന്റെ അഭിഷിക്തൻ ഫാസ്റ്റർ സജിയുള്ള നന്ദി, സ്നേഹവും ഞാൻ അറിയിക്കുകയാണ്. എനിക്ക് ദേവദാസനെ കൂടുതൽ പരിചയമില്ലായിരുന്നു. നേരത്തെ ഓർപ്പിച്ചാൽ ഇന്നലെ ഒരു മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്തപ്പോഴേക്കും പുതിയ നിയമത്തിന്റെ വെളിപ്പാട് അതുപോലെ അത് പ്രസംഗിക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് പുതിയ നിയമം വെളിപ്പാട് ആത്മാവിൽ മറ്റുള്ള ഹൃദയങ്ങളിലേക്ക് പകരാൻ എടുക്കുന്ന ആ ഒരു എഫർട്ട് കണ്ടവരെ മനസ്സിലായി അവൻ ഈ അഭിഷേകത്തിന്റെ ഉള്ളിൽ ദൈവം സ്ഥാപിച്ചിരിക്കുന്ന അസാധാരണമായ ഒരു ദൈവിക പദ്ധതിയുണ്ട്. പ്രത്യേകിച്ച് ഞാൻ ഈ ദിവസങ്ങളിൽ ആത്മാവിൽ തിരിച്ചറിയുന്ന ഒരു വിഷയമുണ്ട്. ലോകത്തിന്റെ വിവിധ ഇടങ്ങളിൽ നിന്നും അടുത്തൊരു തലമുറയിലേക്ക് പകരപ്പെടുന്ന ഒരു ഗ്ലോറി അത് ചുമക്കുന്ന ദൈവത്തിന്റെ അഭിഷിക്തന്മാരെ ദൈവം പലയിടങ്ങളിലായിട്ട് മാറ്റി സൂക്ഷിച്ചിരിക്കുന്നു. നിങ്ങളുടെ ഇടയിൽ ഇങ്ങനെ ഒരു പ്രത്യേക ദൈവിക ഇടപെടൽ സംഭവിക്കുന്നു എനിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞപ്പോ ഇന്നലെ രാത്രി എനിക്ക് കാനഡയിലെ മീറ്റിംഗ് കഴിഞ്ഞ ഉടനെ ഞാൻ പ്രത്യേകിച്ച് അദ്ദേഹത്തോട് റിക്വസ്റ്റ് ചെയ്തു. ഇന്നലെ രാത്രി ഒരുമിച്ച് മീറ്റിങ്ങിന് സംബന്ധിച്ചു. ഇന്നലെ അവിടെ ഈ സൂമിൽ നടന്ന മീറ്റിങ്ങിന്റെ അനുഭവം ഇന്നത്തെ ആരാധനയിൽ പകൽ അനുഭവിക്കാൻ ഇടയായി. കാരണം യേശുവിന്റെ നാമം സകല നാമത്തിന്റെ മേലായതാ. ഒരു അഭിഷിക്തന്റെ വായിൽ കൂടെ പുറപ്പെടുന്ന വാക്കുകൾ ദൈവത്തോളം ശക്തിയുള്ളതാ. പ്രവാചക ശബ്ദത്തിന് സൃഷ്ടിക്കുവാനുള്ള അധികാരമുണ്ട്. ആകാശത്തെ അടയ്ക്കുവാനും ആകാശത്തെ തുറക്കുവാനുള്ള അധികാരമുണ്ട്. അത് കഴിഞ്ഞ ദിവസം നമ്മൾക്ക് അനുഭവിക്കാൻ ഇടയായി. ആമേൻ. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് തികച്ചും ഞാൻ വളരെ സന്തോഷത്തോടു കൂടിയാണ് നിങ്ങളുടെ ഇടയിലായിരിക്കുന്നത്. ആമേൻ. കർത്താവ് നമ്മുടെ എല്ലാവരെയും ഒരുമിച്ചുള്ളത് അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് എല്ലാവർക്കും യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള വന്ദനത്തെ ഞാൻ അറിയിക്കുകയാണ്. എനിക്ക് നിങ്ങളെ ആരെയും തന്നെ പ്രത്യേകിച്ച് കാണാനും കഴിയുന്നില്ല. എങ്കിലും ആമേൻ, ഞാൻ യെസ് നിങ്ങളെല്ലാം പ്രൈസ് ഗോഡ്. യെസ്, നമുക്ക് സൂം ആയതുകൊണ്ട് പല രാജ്യങ്ങളിൽ ഇരിക്കുന്നു. ആമേൻ, വളരെ സന്തോഷമാണ്. ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ വീഡിയോ ഓൺ ചെയ്തിരിക്കുന്നത് നിങ്ങൾ വളരെ പ്രത്യാശയുള്ളവരാണെന്നുള്ള ഒരു വ്യക്തമായൊരു തെളിവാണ്. ആമേൻ.
ഞാൻ പ്രത്യേകിച്ച് മഹോദര ഒന്നും കൂടുതൽ എൻട്രി ചെയ്യുന്നില്ല. ഞാൻ പെട്ടെന്ന് വചനത്തിലേക്ക് പ്രവേശിക്കുകയാണ്. നമുക്ക് ഒരു നിമിഷം എല്ലാവർക്കും പ്രാർത്ഥിക്കാം. ഇന്ന് ദൈവം എന്താണ് നമ്മുടെ ഇടയിൽ ചെയ്യാൻ പോകുന്നത്? ആമേൻ. ഈ വചനത്തിനൊരു ശക്തിയുണ്ട്. ആമേൻ. വചനത്തിന് സൃഷ്ടിപ്പിന്റെ അധികാരമുണ്ട്. അത് നിങ്ങളുടെ ഇടയിലിട്ടൊന്ന് വ്യാപരിച്ചുകൊണ്ടേയിരിക്കും. ആമേൻ. ഇന്ന് ഏതെല്ലാം വിഷയത്തിന്റെ മേൽ ദൈവപ്രവൃത്തി ആത്മാർത്ഥത ആഗ്രഹിക്കുന്നവരുടെ മേലെല്ലാം സംഭവിക്കും. നമ്മൾ ഇരിക്കുന്നത് യേശുവിന്റെ നാമത്തിലാണ്. എല്ലാവരും ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചു തുടങ്ങിയാട്ടെ. അന്യഭാഷയിൽ നിങ്ങൾക്ക് ആരാധിക്കുവാൻ ദൈവം പ്രത്യേക അഭിഷേകം ചെയ്തിട്ടുള്ളവർ നമ്മുടെ ഇടയിൽ ഉണ്ടെങ്കിൽ യെസ്, നിങ്ങളുടെ സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കും. അല്പസമയം എല്ലാവരും അന്യഭാഷയിൽ ആരാധിക്കുക. കാരണം ഞാൻ നിങ്ങളെ മനസ്സിലുള്ള ബുദ്ധിയോടല്ല സംസാരിക്കാൻ ആഗ്രഹം, നിങ്ങളുടെ ആത്മാവോടുകൂടി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. നമ്മുടെ ആത്മാവ് ഒന്ന് ആക്റ്റീവ് ആകണം. പ്രൈസ് ഗോഡ്. എല്ലാവരും പ്രാർത്ഥിച്ചു തുടങ്ങിയ താങ്ക് യു ലോർഡ്. ഞങ്ങൾ നന്ദിയോടങ്ങി സ്തുതിക്കുന്നു പിതാവേ. ഞങ്ങൾ നന്ദിയോടങ്ങി ആരാധിക്കുന്നു പിതാവേ. യേശുവിന്റെ നാമത്തിൽ സ്വർഗത്തിനും ഭൂമിക്കും എല്ലാ അധികാരങ്ങളും നൽകപ്പെടുന്ന യേശുവിന്റെ നാമത്തിൽ പിതാവേ, ഞങ്ങളുടെ മക്കളെ ഞാൻ അനുഗ്രഹിക്കുന്നു. ദൈവത്തിന്റെ അസാധാരണമായ ശക്തി ഇപ്പോൾ പിതാവങ്ങളുടെ മക്കളിലോട്ട് മൂവ് ചെയ്യണേ. ഒരു അസാധാരണ ദൈവിക ഇടപെടൽ യേശുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ മക്കളെ മേൽ വ്യാപരിക്കട്ടെ. താങ്ക് യു ലോർഡ്. താങ്ക് യു ജീസസ്. പിതാവേങ്ങളുടെ മഹത്വം യേശുവിന്റെ നാമത്തിന്റെ മകളുടെ മക്കളിലേക്ക് ഞാൻ പകർന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിന്റെ മഹത്വം ശക്തിയോടെ മക്കളുടെ മേൽ വ്യാപരിക്കേണ്ട ദൈവമേ, അങ്ങയുടെ അഭിഷേകത്തിന്റെ മേൽ വ്യാപരിക്കേണ്ട ദൈവമേ. കർത്താവെ, ഇന്ന് ആരെല്ലാം ഈ മീറ്റിംഗിൽ ഒരു ദൈവ പ്രവൃത്തി ആഗ്രഹിക്കുന്നവോ, ആരെല്ലാം ദൈവ സാന്നിധ്യത്തെ അനുഭവൻ ആഗ്രഹിക്കുന്നവോ, ആരെല്ലാം ഒരു സ്പിരിച്വൽ എൻകൗണ്ടർ ആഗ്രഹിക്കുന്നു, ആരെല്ലാം പിതാവെ അങ്ങയുടെ മഹത്വം ക്യാരി ചെയ്യാൻ ആഗ്രഹിക്കുന്നു, അവരുടെ മേലെല്ലാം ഒരു അസാധാരണമായ ദൈവശക്തി യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ അങ്ങയുടെ മക്കളിലോട്ട് വ്യാപരിക്കേണ്ട ദൈവമേ. കർത്താവെ, ഇന്നത്തെ ശുശ്രൂഷ പിതാവെ മെസ്സേജ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ യേശുവിന്റെ നാമത്തിൽ രോഗികളെ ഞാൻ സൗഖ്യമാക്കുന്നു. അസാധാരണമായ ഹീലിംഗ് ഇപ്പോൾ സംഭവിക്കട്ടെ. എല്ലാ രോഗ ആത്മാവിനെയും യേശുവിന്റെ നാമത്തിനെ പുറത്താക്കുന്നു. ഒരു വലിയ ദൈവീയ സമാധാനം പിതാവെ, ആ വലിയ ഷെക്കീന ഗ്ലോറി ഇപ്പോൾ അങ്ങയുടെ മക്കളിലേക്ക് വ്യാപരിക്കേണ്ട ദൈവമേ. ദൈവജ്ഞാനമായ ക്രിസ്തു ഇപ്പോൾ ദൈവമക്കളിലൂടെ വ്യാപരിക്കട്ടെ. പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിന്റെ സ്നേഹം ഹല്ലേലൂയ ഇപ്പോൾ ദൈവമക്കളിൽ അനുഭവിക്കേണ്ട കർത്താവേ, അങ്ങയുടെ മഹത്വം കൊണ്ട് നിറയ്ക്കണമേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ യാചിക്കുന്നു നല്ല പിതാവേ. ആമേൻ, 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 ആമേൻ. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. ആമേൻ. എനിക്ക് നിങ്ങളുടെ ഇടയിൽ വളരെ ശക്തമായ ദൈവ സാന്നിധ്യം അനുഭവിക്കാനായിട്ട് കഴിയുന്നുണ്ട്. അസാധാരണമായ ദൈവ സാന്നിധ്യം എനിക്ക് ആത്മാവിൽ തിരിച്ചറിയാനായിട്ട് കഴിയുന്നുണ്ട്. ആമേൻ. ഇന്നലെ കർത്താവിന്റെ ദാസൻ ആത്മാവിൽ സംസാരിക്കുന്ന സമയത്ത് ആമേൻ നടന്ന് ഇവിടെ മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്യുന്ന വ്യക്തിയുടെ മേൽ ദൈവത്തിന്റെ ശക്തി വളരെ ഫോഴ്സ്ഫുൾ ആയിട്ട് അവരുടെ മേൽ വ്യാപരിച്ചിട്ട് അവരവിടെ മറിഞ്ഞു വീഴുന്ന ദൈവത്തെ ആരാധിക്കുന്നത് കാണാനിടയായി. പ്രൈസ് ഗോഡ്. ഇന്നും അസാധാരണമായ ദൈവിക ഇടപെടൽ നമ്മുടെ ഇവിടെ സംഭവിക്കാൻ പോവാം. എനിക്കറിയാം നിങ്ങൾ പുതിയ നിയമത്തിന്റെ വെളിപ്പാടിൽ വസിക്കുന്നവരാണെന്നും ആ വചനം ശുശ്രൂഷിക്കുന്നവരാണെന്നും ഈ നന്നായിട്ട് ഇനി അറിയാൻ കഴിയുന്നുണ്ട്. ഇത് നിങ്ങളുടെ ഇടയിലേക്ക് ഞാൻ പ്രത്യേക ഒരു വചനം വായിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. ഈ വചനത്തിന്റെ ശക്തി എന്ന് പറയുന്നത് വ്യക്തികളെ രൂപാന്തരപ്പെടുത്തും. ഞാൻ പ്രത്യേകിച്ച് ജീവിതത്തിൽ എനിക്കറിയാം ഇന്ന് സാമ്പത്തികമായ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ, മാനസികമായ അസ്വസ്ഥത അനുഭവിക്കുന്നവരുണ്ട്. അതുപോലെ തന്നെ പലവിധമായ പ്രയാസങ്ങൾ മധ്യേ ആയിരുന്നുകൊണ്ട് ഒരു വിടുതൽ ആഗ്രഹിക്കുന്ന അനേകർ ഇതിനകത്തുണ്ട്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി സ്പെസിഫിക്കലി പ്രാർത്ഥിച്ചിട്ടില്ല എങ്കിലും ഈ വചനം പുറപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മേൽ വിടുതൽ വ്യാപരിക്കും. നിങ്ങൾ ദൈവസാന്നിധ്യം വ്യക്തമായിട്ട് അനുഭവിക്കാണ്ട് കഴിയും. നിങ്ങളുടെ റൂമിനകത്ത് ദൈവത്തിന്റെ സാന്നിധ്യം സ്പർശിക്കുന്ന ഒരു അനുഭവം, തിക്കായ ഒരു ഗ്ലോറി നിങ്ങളുടെ ഇടയിൽ വെളിപ്പെടുന്ന നിങ്ങൾ അനുഭവിക്കും. ആമേൻ. സാന്നിധ്യം എവിടെയെല്ലാം വെളിപ്പെടും അവിടെയെല്ലാം അത്ഭുതങ്ങൾ സംഭവിക്കും. ഇവിടെയെല്ലാം കർത്താവിന്റെ സാന്നിധ്യം വെളിപ്പെടുന്നു, അവിടെയെല്ലാം അത്ഭുതങ്ങൾ സംഭവിക്കും. ആമേൻ. ഗലാത്യ ലേഖനത്തിലേക്ക് ഞങ്ങളെ ശ്രദ്ധ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. 3-ാം അധ്യായം അതിന്റെ 29 വായിക്കൂ.
4-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം ഞാൻ വായിക്കാം. അവിടെ ഇങ്ങനെ കാണുന്നത്, നിങ്ങൾ ക്രിസ്തുവിൻ ഉള്ളവർ എങ്കിലോ നിങ്ങൾ അബ്രഹാമിന്റെ സന്തതിയും വാഗ്ദത്ത പ്രകാരം അവകാശികളും ആകുന്നു. അടുത്ത വാക്യം, അവകാശി സർവത്തിനും യജമാനൻ. അമ്മ നമുക്ക് ഈ ഭാഗങ്ങളൊക്കെ നന്നായിട്ട് അറിയാം, എങ്കിലും ഞാൻ ഒത്തിരി വിശദീകരണത്തിൽ പോകുന്നില്ല. ഞാൻ ഇന്ന് 3 വിഷയം മാത്രം നിങ്ങളുടെ ഇടയിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, നിങ്ങൾ മക്കൾ എങ്കിലോ, അതാദ്യം ഉറപ്പാക്കണം. എങ്ങനെയാണ് ഈ ഭാഗത്ത് മക്കൾ എന്ന പദവി കൊണ്ടുവന്നിരിക്കുന്നത്? അതിന്റെ 27-ാം വാക്യം ഇങ്ങനെ കാണുന്നു, ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന നിങ്ങൾ എല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. ഞാൻ വിശ്വസിക്കുന്ന ഇന്ന് ഈ സുമിൽ സംബന്ധിക്കുന്ന എല്ലാവരും തന്നെ ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരാ, അഥവാ ആരെങ്കിലും ഇതിനകത്ത് സംബന്ധിക്കുന്നവരിൽ ഇതുവരെയും രക്ഷിക്കപ്പെട്ടിട്ടില്ല, സ്നാനപ്പെട്ടില്ല എങ്കിൽ ആമേൻ, നിങ്ങൾക്കിത് ഏറ്റവും അനുഗ്രഹപ്പെട്ട നിമിഷങ്ങളായിരിക്കും ഇന്ന് നിങ്ങളുടെ ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കുന്നത്. ആമേൻ. ഞാൻ ഈ വചനത്തിലേക്ക് പ്രവേശിച്ചു. ഞാൻ എന്തുകൊണ്ട് ഇത്രയും ആധികാരികമായിട്ട് പറയുന്നു ചോദിച്ചാൽ, ഞാൻ ഈ വചനത്തിൽ പ്രവേശിച്ചപ്പോൾ എന്റെ അനുഭവ സാക്ഷ്യം ഞാൻ ചുരുക്കമായിട്ട് നിങ്ങളോട് അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കാം. കഴിഞ്ഞ ദിവസം കർത്താവിന്റെ ദാസന്റെ സാക്ഷ്യം കേട്ടപ്പോൾ ഞാൻ എന്റെ അനുഭവമായിട്ട് എനിക്ക് ഒത്തിരി അങ്ങോട്ട് യോജിക്കുന്നതല്ല തോന്നിയായിരുന്നു. ഞാൻ എന്റെ സ്ഥലം ട്രിവാൻഡ്രം ഡിസ്ട്രിക്ട് കിളിമാനൂർ എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലാണ്. 12 അംഗങ്ങളുള്ള ഒരു കുടുംബത്തിലെ 10ാമത്തെ വ്യക്തിയാണ് ഞാൻ. എനിക്ക് 8 സഹോദരിമാരും 4 സഹോദരന്മാരും, നമ്മൾ ഒരു ഡസനാണ്. എന്റെ കുടുംബത്തിൽ നമ്മൾ 196 മെമ്പേഴ്സ് ഉണ്ട്. ഒരു കുടുംബം വഴി ബാക്കി എല്ലാവരും രക്ഷിക്കപ്പെട്ടവരാണ്. എന്റെ കുടുംബത്തിൽ 22ഓളം അഭിഷിക്തന്മാര്, ദൈവദാസന്മാരുണ്ട്. സെക്ടറായ വർഷിപ്പ് ലീഡേഴ്സ് കേരളത്തിൽ പലയിടങ്ങളിലായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ആമേൻ. നിങ്ങളെല്ലാവരും ടിനു ജോർജിനോട് പ്രവർത്തിക്കുന്ന ശ്യാം, അതുപോലെ സാം, ബിജോയ് ബാലകൃഷ്ണൻ എന്റെ പെങ്ങളുടെ മക്കളാണ്. എന്റെ അനുജൻ പാസ്റ്റർ തുളസിധരൻ കിളിമാനൂരിൽ തന്നെ നമുക്ക് തന്നിരിക്കുന്ന പ്രോപ്പർട്ടിയുടെ അകത്തൊരു വലിയ ഹാള് കെട്ടി അവിടെ 500ഓളം ഹൈന്ദവരിൽ നിന്ന് രക്ഷിക്കപ്പെട്ട് വന്ന ദൈവത്തെ ആരാധിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. അതുപോലെ തന്നെ എന്റെ ഇളയ പെങ്ങൾ ആറ്റിങ്ങൽ ചേർച്ച്, അവിടെ മക്കൾ 2-3 പേരും അവിടെ ചർച്ച നടത്തുന്നുണ്ട്. എന്റെ അമ്മ 102 വയസ്സായി. ഇന്നലെ കർത്താവിന്റെ ദാസന്റെ മീറ്റിംഗിൽ അമ്മച്ചി എന്ന് പേര് കണ്ടില്ലായിരുന്നോ? എന്റെ അമ്മയായിരുന്നു. 102 വയസ്സായി. ആരംഭം മുതൽ അവസാനം വരെ ഒരു ബാക്ക് സപ്പോർട്ട് പോലും ഇല്ലാതെ മീറ്റിംഗ് ഇരുന്നു. കട്ടിലിൽ ഒരു ബാക്ക് സപ്പോർട്ട് പോലും ഇല്ലായിരുന്നു. നമുക്കാണെങ്കിൽ ഇടയ്ക്ക് ഞാൻ കസേരയിട്ടിട്ട് കുഷനോട് ഇട്ടിട്ട് ഞാൻ ഇരിക്കുന്നത്. 102 വയസ്സുള്ള എന്റെ അമ്മ കഴിഞ്ഞ വർഷം കൊറോണ ബാധിച്ച് ഹോസ്പിറ്റലായിരുന്നു. ഒരാഴ്ച അവിടെ നിന്ന് അഡ്മിറ്റ് ആയിരുന്നു. പൂർണ്ണ ആരോഗ്യത്തോടെ വന്നു. അമ്മയുടെ ഒത്തിരി ചരിത്രങ്ങളുണ്ട്. ആമേൻ. നമ്മളെ വിശ്വാസത്തിൽ പിടിച്ചു നടത്തുന്ന ഒത്തിരി ദൈവിക അനുഭവങ്ങൾ നമ്മുടെ ഇടയിലുണ്ട്. ഞാൻ ഈ ഹൈന്ദവ കുടുംബത്തിൽ എന്ന് പറയുന്നേക്കാൾ ഉപരിയായിട്ട് എന്റെ കുടുംബത്തിന്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് ഒരു പൂജാരി കുടുംബം, അതായത് നമുക്ക് സ്വന്തം ക്ഷേത്രങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു കുടുംബത്തിലായിരുന്നു. ദാരിദ്ര്യത്തിന്റെ ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ജനിക്കുന്നത് 61, എന്നെ സ്കൂളിൽ ചേർക്കുന്നത് 66-ലാണ് ചേർക്കുന്നത്. ആ സമയം തൊട്ട് ഇന്ത്യൻ ചൈന യുദ്ധം, അത് കഴിഞ്ഞ് ഇന്ത്യൻ പാകിസ്ഥാൻ യുദ്ധം. ജോലിയുള്ളവർക്കും ആഹാരമില്ല, സാധാരണക്കാരന്റെ ഗതി പറയും വേണ്ട. ഞാൻ ദാരിദ്ര്യത്തിൽ 13 വയസ്സ് വരെ തള്ളി നീക്കി. അതിനുശേഷം എനിക്ക് ആഹാരം കഴിക്കാതിരിക്കാൻ ഒക്കത്തില്ല. ആഹാരം കഴിക്കാനുള്ള വളരെ ആർത്തി നിമിത്തം ഞാൻ 8ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് വിദ്യാഭ്യാസം നിർത്തി. ഞാൻ നേരെ ആന്ധ്രയിലേക്ക് പോയി. ഞാൻ എൻ്റെ ജ്യേഷ്ഠന്റെ കൂടെ അവിടെ ഒരു കാറിന്റെ പാച്ച് വർക്കുകാരനായിട്ട് പഠിക്കാനാണ് പോയത്. പക്ഷെ ഞാൻ ജോലിയിലേക്ക് പ്രവേശിച്ചു. എന്റെ 18ാമത്തെ വയസ്സ് ഞാൻ രക്ഷിക്കപ്പെട്ടു. 19ാമത്തെ വയസ്സ് ഞാൻ മസ്കറ്റിലോട്ട് വന്നു. 24ാമത്തെ വയസ്സിന് ദൈവമായിട്ടൊരു സ്പിരിച്വൽ എൻകൗണ്ടർ ഉണ്ടായി. ഒരു അസാധാരണ ദൈവശക്തി എന്റെ മേലായിട്ട് വ്യാപരിക്കാൻ തുടങ്ങി.
ഞാൻ രക്ഷിക്കപ്പെടുന്നത് സിലോൺ പെന്തക്കോസ്ത് മിഷൻ. ഞാൻ സ്നാനപ്പെട്ടത് IPC. ഞാൻ IPC മെമ്പറായിരുന്നു. അതിനുശേഷം ഞാൻ ഒമാനിൽ വന്ന് ഒമാൻ പെന്തക്കോസ്റ്റൽ അസംബ്ലി എന്ന് പറയുന്ന ഒരു പെന്തക്കോസ്ത് സഭയുടെ അംഗമായിട്ട് ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു ദിവസം ഒരു കൺവെൻഷൻ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ഒരു അസാധാരണ ദൈവശക്തി എന്റെ മേൽ കടന്നു. എനിക്കത് അനുഭവിക്കാണ്ട് കഴിഞ്ഞു. അതിനുശേഷം എനിക്ക് അറിയത്തില്ല, എനിക്ക് എന്തോ സംഭവിച്ചെന്ന് അറിയത്തില്ല. എനിക്ക് എപ്പോഴും ദൈവത്തോട് ഞാൻ സംസാരിക്കണം, അന്യഭാഷ സംസാരിക്കണം, പ്രാർത്ഥിക്കണം, ഫുൾ ടൈം കൂട്ടായ്മ ആചരിക്കണം. ആ ഒരു അനുഭവത്തിലേക്ക് ഞാൻ പ്രവേശിക്കാൻ തുടങ്ങി. ഇപ്പൊ എനിക്ക് ജോലിയിലായിരിക്കുമ്പോഴും എനിക്ക് അന്യഭാഷ പറയണം. അതിന് ഞാന് ശബ്ദം ഉണ്ടാക്കുന്ന കുറെ ജോലി, അതായത് ഞാൻ പറഞ്ഞില്ലേ പാച്ച് വർക്കായിരുന്നു. അങ്ങനെ ഡെൻഡർ എന്നല്ല പദവിയിലേക്ക് കയറി ഞാൻ തകടിൽ തട്ടി അടിച്ച് തന്നെ നിർത്തുന്ന പണിയിലേക്ക് വന്നപ്പോഴേ അന്യഭാഷ പറയാനായിട്ട് എനിക്ക് കഴിഞ്ഞു. അങ്ങനെ ഒത്തിരി നേരം ഞാൻ അന്യഭാഷ പറയും, മണിക്കൂറോളം അന്യഭാഷ പറയും പ്രാർത്ഥന ചെയ്ത നിമിത്തം ജീവിതത്തിൽ ഭയങ്കരമായ വ്യത്യാസം ഉണ്ടായി. കാരണം എനിക്ക് അറിയത്തില്ല, ഞാനായിട്ട് പ്രാർത്ഥിക്കത്തില്ലായിരുന്നു, ഞാനായിട്ട് അന്യഭാഷ പറയത്തില്ല, ഞാനായിട്ട് അങ്ങൊന്നും ചെയ്തില്ല. പക്ഷെ എന്റെ മേൽ വ്യാപരിച്ച ദൈവശക്തി എന്നെ വേറൊരു വ്യക്തിയാക്കി. കാരണം ബൈബിള് പറയുന്നത് ഒരുവൻ ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടി, പഴയത് കഴിഞ്ഞ് സകലതും പുതിയതായി തീർന്നിരിക്കുക. വാസ്തവത്തിൽ എന്താണ് പഴയത്, എന്താണ് പുതിയത് എനിക്ക് അനുഭവിക്കാൻ കഴിഞ്ഞു. കാരണം ഞാൻ ജനിച്ചത് ഒരു വിശാഖം നാളില. എന്റെ രേഖ, കൈരേഖയോ എന്റെ ജാതകം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒത്തിരി വ്യത്യാസമുണ്ട്. കാരണം വിദ്യാഭ്യാസം പൂർത്തിയാകത്തില്ല. എന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ടാക്സി ഡ്രൈവർ ആകണം. അതിൽ കൂടെ പ്രതീക്ഷിക്കാനാക്കാത്ത കാര്യം, കാരണം എന്റെ ജാതകത്തിനനുസരിച്ച്. എന്നാൽ ഞാൻ പുതിയ സൃഷ്ടിയായപ്പോൾ എന്റെ ജാതകം മാറി. കാരണം ഞാൻ മരിച്ചു, യേശുവിന്റെ കൂടെ മരിച്ച്, യേശുവിന്റെ കൂടെ അടക്കപ്പെട്ട്, യേശുവിന്റെ കൂടെ ഞാൻ ഉയർത്തെഴുന്നേറ്റപ്പോൾ എന്റെ ജന്മനാളും മാറി, എന്റെ ജാതകവും മാറി, എന്റെ നാളും മാറി, എന്റെ ശകുനവും മാറി. ഞാൻ പുതിയ സൃഷ്ടിയായി. ആമേൻ, ഹല്ലേലൂയ. എന്റെ നാള് ക്രിസ്തു, എന്റെ ജാതകം ക്രിസ്തു, എന്റെ അനുഭവം ക്രിസ്തു. ഹല്ലേലൂയ. വിശാഖം 18 വയസ്സോടുകൂടി വിശാഖം അപ്രത്യക്ഷമായി. കാരണം എന്റെ ജന്മനാളുമാണ്. 1961 ജനിച്ച വിശാഖം എന്നുള്ളത് ക്യാൻസൽ ചെയ്തിട്ട് എന്റെ നാള് ക്രിസ്തുവിന്റെ നാളായി. ആമേൻ, ഭാഗ്യനാൾ. ആമേൻ. ഞാൻ പറയട്ടെ, ജീവിക്കുവാണെങ്കിൽ ഒരു ദൈവപൈതലായിട്ട് ജീവിക്കണം. സേവിക്കുവാണെങ്കിൽ യേശുവിനെ സേവിക്കണം. ഈ ലോകത്ത് ആമേൻ ജീവിക്കാൻ നിങ്ങൾക്ക് ഭാഗ്യം ലഭിച്ചെങ്കിൽ ഈ മിനിമം 2 യോഗ്യത നിങ്ങൾക്ക് ഉണ്ടായോ, സകലതുമായി കഴിഞ്ഞു. ആമേൻ. എനിക്കൊന്ന് എഴുതാനോ വായിക്കാനോ നല്ല വ്യക്തിയോട് സംസാരിക്കാനോ അറിയാത്ത എന്നെ പടിപടിയായിട്ട് ദൈവം എന്നെ ഉയർത്തി. ആമേൻ. ഞാൻ പല രാജ്യങ്ങളിലോട്ട് വിസിറ്റ് ചെയ്യാൻ തുടങ്ങി, ട്രെയിനിങ്ങൾ അറ്റൻഡ് ചെയ്യാൻ തുടങ്ങി. ഞാൻ കമ്പനിയുടെ മാനേജരായി, ഒരു കമ്പനിയുടെ ജനറൽ മാനേജരായി. അതിനുശേഷം ഞാൻ ഇന്നൊരു ഒമാനിൽ ഏറ്റവും അറിയപ്പെടുന്ന ഒരു കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടറായിട്ട് ഞാൻ ജോലി ചെയ്യുന്നു. ഞാൻ കഴിഞ്ഞ 40 വർഷമായിട്ട് ഒമാനിലുണ്ട്. മക്കൾ 2 മൂത്ത മകൻ വിവാഹം കഴിച്ച് കുഞ്ഞുമായിട്ട് ഇവിടെ ഒമാനിലെ തെരുവിടെ താമസിക്കുന്നു. ആമേൻ. ഞാൻ പല ഭാഷകളിൽ, പല രാജ്യങ്ങളിൽ പോയി സെമിനാർ നടത്താറുണ്ട്. പക്ഷെ ഇതൊന്നും ഞാൻ പഠിച്ചതല്ല. പക്ഷെ എനിക്ക് അറിയാം, ഒരുവൻ ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടി, പഴയത് കഴിഞ്ഞു, ഇതാ സകലതും. ആമേൻ, ഹല്ലേലൂയ. ഞാൻ ബൈബിൾ നോക്കി വായിച്ചാൽ ഇന്നും തെറ്റും. പക്ഷെ എനിക്ക് കാണാതെ പറയുകയാണെങ്കിൽ എനിക്ക് വാസ്തവത്തിൽ പുതിയ നിയമ വെളിപ്പാട് അല്ലെങ്കിൽ ലേഖനങ്ങളെ കുറിച്ച് ശക്തമായി പല രാജ്യങ്ങളിലും പോയി സെമിനാർ നടത്താൻ, പല ഭാഷകളിലും പോയി സെമിനാർ നടത്തുവാൻ ദൈവം എനിക്ക് ഭാഗ്യം നൽകിയിട്ടുണ്ട്. കാരണം എത്രയൊക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാലും പഴയ വേണുദാസ് എന്ന് പറയുന്ന വ്യക്തി ഒരു ആശാരി കുടുംബത്തിൽ പട്ടിണിയുടെ ആഭിക്യ നിമിത്തം ആഹാരത്തിന് ഗതിയില്ലാതെ നാട് വിട്ട ഒരു പാച്ച് വർക്കാരനായിരുന്നു. എന്നാൽ പുതിയ സൃഷ്ടി, ദൈവത്തിന്റെ മകന്. ആമേൻ. വേദപുസ്തകം പറയുന്നത്, ഞാൻ യേശു ക്രിസ്തുവിന്റെ ഏക ശരീരസ്ഥൻ, വാഗ്ദത്തത്തിൽ പങ്കാളി, കൂട്ടവകാശി. ഈ വെളിപ്പാട് എന്ന് എന്റെ അകത്തോട്ട് വ്യാപരിച്ചോ, എന്ന് എഫീസ് ലേഖനം എന്റെ അകത്തിന്റെ DNA അത് മൂവ് ചെയ്യാൻ തുടങ്ങി. ആമേൻ. ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കും. ഞാൻ രോഗശാന്തി വേണ്ടി പ്രാർത്ഥിക്കാറില്ല. ഞാൻ യേശു എന്ന് പറയുമ്പോ തന്നെ രോഗിയുടെ മേൽ രോഗാത്മാവ് വിട്ടുമാറി സൗഖ്യം വ്യാപരിക്കും. അത് എന്നിലുള്ള പ്രത്യേകതയല്ല, എന്റെ ഉള്ളിൽ വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ അളവറ്റ് വലിപ്പം. അത് ശബ്ദത്തിൽ കൂടെ വ്യാപരിക്കും.
അത് ഇപ്പോഴും വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. വിശ്വസിക്കുന്നവരിൽ ഈ സമയവും വ്യാപരിക്കും. ആമേൻ. തെസ്സലോനിക്കയിലേക്ക് പൗലോസ് ലേഖനം എഴുതി പറയുന്നുണ്ട്, ഞങ്ങൾ പ്രസംഗിച്ച പ്രസംഗം നിങ്ങൾ കേട്ടു, അത് മനുഷ്യന്റെ വചനമായിട്ടല്ല, അത് സാക്ഷാൽ ആകുന്നത് പോലെ. പറഞ്ഞേ, സാക്ഷാൽ ആകുന്നത് പോലെ ദൈവത്തിന്റെ വചനമായിട്ട് തന്നെ കൈക്കൊണ്ടതിനാൽ വിശ്വസിക്കുന്ന നിങ്ങളിൽ വ്യാപരിച്ചു കൊണ്ടേയിരിക്കും. ഓ, വചനത്തിന് ഒരു സാക്ഷാൽ രൂപമുണ്ട് എന്ന് പറഞ്ഞാൽ ഉണ്ടാകട്ടെ എന്ന് പറയുമ്പോൾ ഉളവാകുന്ന വചനം. എന്നാൽ അതേ സമയത്ത് തന്നെ മനുഷ്യന്റെ വചനമായിട്ട് കേൾക്കാം. ഇങ്ങനെ എഴുന്നിട്ട് നല്ല വാക്കുകളാ, നല്ല മനുഷ്യന്റെ വചനമായിട്ട് കേൾക്കാം, ഒന്നും സംഭവിക്കത്തില്ല. നല്ല അറിവുണ്ടാകും, അറിവ് പിന്നെ ഇതൊരു ചീർപ്പിക്കും. എന്നാൽ ഇത് സാക്ഷാൽ ആകുന്നത് പോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരിക്കൽ യേശു വന്ന് ലാസറിന്റെ കല്ലറയ്ക്കെടുത്ത് മുമ്പിൽ എന്നിട്ട് പറഞ്ഞു, ലാസറെ പുറത്തു വരിക. വചനം എപ്പോൾ വായിന്ന് പുറപ്പെട്ടോ, മരിച്ച് നാറ്റം വെച്ച ലാസർ ജീവനുള്ളവനായിട്ട് പുറത്തു വന്നു. ഇതാണ് വചനത്തിന്റെ സാക്ഷാൽ രൂപം. അതുകൊണ്ട് വചനം സാക്ഷാലാകുന്നത് പോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വചനം പോയി പ്രവർത്തിക്കും. എനിക്ക് ഏറ്റവും സന്തോഷമുള്ള വാക്യമുണ്ട്, യോഹന്നാൻ സുവിശേഷം എഴുതുന്ന ഭയങ്കരമായിട്ടാണ്, ലേഖനങ്ങൾ അങ്ങനെ തന്നെ എഴുതുന്നത്. ആമേൻ. വചനം, അതിന് ജീവൻ ഉണ്ടായിരുന്നു. ആ ജീവൻ പ്രത്യക്ഷമായതാ ക്രിസ്തു. വചനത്തിൽ ജീവൻ, ജീവൻ പ്രത്യക്ഷമായി ക്രിസ്തു. അങ്ങനെയാണെങ്കിൽ ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന വചനത്തിനകത്ത് ജീവനുണ്ട്. ജീവൻ വെളിപ്പെടുമ്പോൾ അത്ഭുതം സംഭവിക്കും. അതാ വചനം സാക്ഷാലാകുന്നത് പോലെ. ആമേൻ. നിങ്ങൾ കൈക്കൊള്ളുകയാണെങ്കിൽ അത് നിങ്ങളുടെ അകത്ത് വ്യാപരിച്ചോണ്ടിരിക്കും, തലമുറകളിലേക്ക് വ്യാപരിച്ചോണ്ടിരിക്കും. ആമേൻ. ഹല്ലേലൂയ. എന്നെ ഒരു വ്യക്തി ആക്കിയത് എന്റെ കഴിവല്ല, ജ്ഞാനമല്ല, കുടുംബമല്ല, കുടുംബശ്രേഷ്ഠതയല്ല. ഒരുവൻ ക്രിസ്തുവിലാകുമ്പോൾ, ക്രിസ്ത്യാനിയാകുമ്പോൾ എന്നല്ല പറഞ്ഞത്, ക്രിസ്ത്യാനിയാകുവാൻ ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചു വളർന്നാൽ മതി, ക്രിസ്ത്യാനിയാകും. പേര് ജോർജ് എന്നോ മാത്യു എന്നോ അല്ലെങ്കിൽ അതുപോലെ തോമസ് എന്നിട്ട് കഴിഞ്ഞാൽ ഒരു ക്രിസ്ത്യാനിയാകും എന്നുള്ള പേര് വരും. പക്ഷേ ക്രിസ്തുവിലുള്ള ക്രിസ്ത്യാനിയുണ്ട്. അത് ആകണമെങ്കിൽ വീണ്ടും ജനിക്കണം എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൽ തന്നെ ജനിക്കണം. ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചു കഴിഞ്ഞാൽ ക്രിസ്ത്യാനിയാകാം, ക്രിസ്തുവിൽ ജനിച്ചാൽ ദൈവ പൈതലാകാം, ദൈവത്തിന്റെ മക്കളാകാം. ആമേൻ. ഞാൻ ദൈവത്തിന്റെ മക്കളെന്ന് പറയുമ്പോൾ നിങ്ങൾ ദൈവത്തിന്റെ മക്കളായിട്ട് തന്നെ കേൾക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സാധാരണ നമുക്കറിയാം പൂച്ചയുടെ കുഞ്ഞുങ്ങള് എങ്ങനെ ഇരിക്കുന്നേ, പൂച്ചയെ പോലെ ഇരിക്കുന്നേ. ആ ജനറ്റ് എന്നിരിക്കും, ആ കുഞ്ഞു നോക്കും, പൂച്ചയുടെ കുഞ്ഞുങ്ങളൊക്കെ ഇരിക്കുമ്പോളെ പൂച്ചയെ പോലെ ഇരിക്കുന്നേ അല്ലേ? ആട്ടിന്റെ കുട്ടികൾ എങ്ങനെ പോലെ ഇരിക്കുന്നേ? ആട്ടിനെ പോലെ നടക്കും, ആട്ടിനെ പോലെ ശബ്ദം ഉണ്ടാകും, ആട്ടിനെ പോലെ എല്ലാ ക്യാരക്ടറും ആട്ടിനെ പോലെ അല്ലേ? മനുഷ്യന്റെ കുഞ്ഞുങ്ങൾ എങ്ങനെയാ? മനുഷ്യ പോലെ ചിരിക്കും, മനുഷ്യ പോലെ എല്ലാം ചെയ്യും. ആമേൻ. അങ്ങനെയല്ലേ? ദൈവത്തിന്റെ മക്കളോ ആരെ പോലെ ഇരിക്കും? ദൈവത്തിന്റെ മക്കൾ ആരെ പോലെ ഇരിക്കും? ദൈവത്തെ പോലെ ഇരിക്കും. ദൈവത്തിന് എന്തെല്ലാം ഉണ്ടോ ദൈവത്തിന്റെ മക്കൾക്കും ഉണ്ട്. ഞാൻ ചോദിക്കട്ടെ, എന്നെ കേടുന്ന എത്ര പേരുന്ന ദൈവത്തിന്റെ മക്കൾ? ഓ റീഖബ, ആമേൻ. ദൈവത്തിന്റെ കാൺമീൻ, നാം ദൈവത്തിന്റെ മക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് എത്ര വലിയ സ്നേഹം നൽകുന്നു. പറഞ്ഞേ, അങ്ങനെ തന്നെ നാം ആകുന്നു. ലോകം യേശുവിനെ അറിയാത്തോണ്ട് നമ്മളെ അറിയാത്തെ. ആമേൻ. ഹല്ലേലൂയ. അങ്ങനെ ദൈവത്തിന്റെ മക്കളാണെങ്കിൽ ആരെ പോലെ ഇരിക്കണം? ദൈവത്തെ പോലെ ഇരിക്കും. സ്വഭാവം ആരതാ? ദൈവത്തിന്റെയാ. രീതി എങ്ങനെയാ? ആമേൻ. നമ്മളെ വീണ്ടും ജനിച്ചാണോ ഇല്ലെന്ന് അറിയുന്നത് എങ്ങനെയത്? നമ്മുടെ ആഭരണം ഉണ്ടോ ഇല്ല എന്നുള്ളതോ, മീൻസ് ക്ലീൻ ഷേവ് ആണെന്നുള്ളതെന്നല്ല. പിന്നെ എങ്ങനെയാ? ദൈവത്തെ പോലെ നമ്മളാക്കിയാന്നുള്ളത്. ഞാൻ പറഞ്ഞിട്ട് ഇന്ന് എന്നെ അറ്റൻഡ് ചെയ്ത് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്ന എല്ലാവരും രക്ഷിക്കപ്പെട്ടവരാണ്, അതല്ല സ്നാനപ്പെട്ടവരാണെങ്കിൽ, കുറച്ചുകൂടി നല്ല പക്ഷേ ദൈവത്തിന്റെ മക്കളാണെങ്കിൽ, രോഗസൗഖ്യം ഉണ്ടാകുന്നത് നിങ്ങളുടെ അത്ഭുതമല്ല, നിങ്ങളുടെ DNA-ക്കകത്ത് വ്യാപരിക്കും. ദൈവം ജനിച്ചു എന്നുള്ള തെളിവായിരിക്കും നിങ്ങൾ കൂടെ രോഗസൗഖ്യം ഉണ്ടാകുന്നത്. നിങ്ങൾ പിശാചിനോട് പുറത്തു പോകുമെന്ന് പറയുമ്പോൾ അത് പുറത്തു പോകുന്ന അല്ലെ പിശാച് കീഴടങ്ങുമെങ്കിൽ നിങ്ങൾക്ക് ഒരു അത്ഭുതമില്ല, നിങ്ങളുടെ ദൈവത്തിന് ജനിച്ചെന്നുള്ള തെളിവാണ്. കാരണം നമ്മുടെ അപ്പൻ അങ്ങനെയായിരുന്നു. അപ്പൻ ഏത് പൂർത്തക്കണ്ണെ പുറത്താക്കും, ഏത് രോഗികളെ കണ്ടാൽ സൗഖ്യമാക്കും. അതാണ് യേശു.
യേശു എന്ന് ജനിച്ചാൽ നമ്മൾക്ക് മിനിമം അത്രയും യോഗ്യത ഉണ്ടായിരിക്കണം. അല്ലാതെ ക്ലീൻ ഷേവ് ആണ്, അല്ലെങ്കിൽ ആഭരണമൊന്നുമല്ല, എന്നെ കണ്ട പെന്തക്കോസ് എന്ന് പറയുന്ന ഒരു കാര്യമൊന്നുമല്ല. നല്ലതാ, ഓക്കെ, അത് നല്ലത് തന്നെയാ. പക്ഷെ അതിനേക്കാൾ ഉപരി ദൈവത്തിന്റെ മക്കൾ വെളിപ്പെട്ട് വരണം. ആമേൻ. എനിക്ക് എന്റെ 18 വയസ്സ് വരെ ഓൾമോസ്റ്റ് എന്റെ സ്വഭാവമൊക്കെ എന്റെ അപ്പച്ചന്റെ സ്വഭാവമൊക്കെ ആയിരുന്നു. അപ്പച്ചനുള്ള എല്ലാ നെഗറ്റീവ് പോസിറ്റീവ് ഉണ്ടായിരുന്നു. അപ്പച്ചന് ഭയങ്കര മുൻകോപിയായിരുന്നു. എനിക്ക് അതുപോലെ തന്നെ ഉണ്ടായിരുന്നു. വീണ്ടും ജനിച്ചപ്പോ മാറിയിട്ട് ഇപ്പൊ രണ്ടാമത് ജനിച്ച ആളുടെ സ്വഭാവം നമുക്ക് വരേണ്ടത്. ഹല്ലേലൂയ. നിങ്ങളെ കൂടെ അത്ഭുതം നടക്കുന്നത് വലിയ അത്ഭുതമൊന്നും അല്ല, നിങ്ങളുടെ ദൈവമക്കളാന്നുള്ള തെളിവാ. ആമേൻ. നിങ്ങൾ കൂടെ മരിച്ചവർ ഉയർക്കുമെന്ന് പറയുന്നത് വലിയ അതിശയോക്തിയൊന്നും അല്ല. ഹല്ലേലൂയ. ഞാൻ വചനത്തിലേക്ക് മടങ്ങി വരട്ടെ. എന്റെ സാക്ഷി ഞാൻ പറഞ്ഞു നിർത്തിയെന്ന് തോന്നിക്കുന്നു. ഞാനിവിടെ വരെ എത്തി. ഓക്കെ. ആമേൻ. ഒരു കാര്യം എനിക്ക് ഉറപ്പാ, നമ്മൾ ദൈവത്തിന്റെ മക്കളാണ്, അവകാശികളാണ്. നിങ്ങളെ മക്കളെങ്കിലോ അവകാശികൾ. നമ്മളിപ്പോഴും ബാധ്യതക്കുള്ളതാ, യഹൂദന്മാർക്കുള്ളതാ. പ്രൈസ് ദി ലോർഡ്. പാസ്റ്റർ, രോഗമുണ്ട്, എന്റെ ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങളാ, ദൈവഹിതമാണോ അല്ലെന്ന് എനിക്ക് അറിയത്തില്ല. രക്ഷിക്കപ്പെട്ട വ്യക്തമായിട്ട് അറിയും. ആമേൻ. യേശു പറഞ്ഞ് എങ്ങനെ പ്രാർത്ഥിക്കണം? പിതാവേ, നിന്റെ രാജ്യം വേണം, സ്വർഗത്തിലെ പോലെ ഭൂമിയിലാകണം. ആമേൻ. സ്വർഗത്തിൽ എന്തോ രോഗമാണോ, ദുഃഖമാണോ, തകർച്ചയാണോ, പരാജയമാണോ, എന്തോടെ? ഇപ്പൊ പ്രാർത്ഥനയുടെ ഒരു ശൈലി സ്വർഗത്തിലെ പോലെ ഭൂമിയിലാകണം. സ്വർഗത്തിലുള്ളതിനെയും ഭൂമിയിലുള്ളതിനെയും വീണ്ടും ക്രിസ്തുവിൽ ഒന്നാക്കി ചേർക്കുക എന്നിങ്ങനെ കാലസമ്പൂർണ്ണയുടെ വ്യവസ്ഥയ്ക്കായിട്ട് ദൈവം നമ്മളെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നത്. ഇത്രക്ക് ഉറപ്പുണ്ട്, എന്നെ വീണ്ടും ജനിപ്പിച്ച് ദൈവത്തിന്റെ മകളാക്കി ക്രിസ്തുവിനെ എന്റെ ഉള്ളിൽ സ്ഥാപിച്ചിരിക്കുന്നത് സ്വർഗത്തിലുള്ളതിനെയും ഭൂമിയിലുള്ളതിനെയും. ഭൂമിയിൽ എന്താ ഉള്ളത്? ഭൂമിയിലെ ദുഃഖം, അല്ലെങ്കിൽ വേദോസ്ത പ്രകാരം മോഷ്ടിക്കുവാനും അറുക്കുവാനും മുടിക്കുവാനുമായിട്ടല്ലാതെ കള്ളൻ പറ്റത്തില്ല. കള്ളൻ വ്യാപിത ഭൂമിയില്ല. പിശാച് എന്ന് പറയുന്നവൻ മൂവ് ചെയ്യുന്നത് ഈ ലോകത്താ. അവന്റെ ലക്ഷ്യം എന്താ? മോഷ്ടിക്കുക, അറുക്കുക, മുടിക്കുക, രോഗങ്ങൾ ഇടുക, മാനസിക സംഘർഷങ്ങൾ ഇടുക, ഇടർച്ചകൾ ഇടുക, ഭിന്നതകൾ ഉണ്ടാക്കുക, കുടുംബങ്ങളെ തകർക്കുക. എല്ലാം പിശാചിൻ്റെതാ. സ്വർഗത്തിലെ രോഗമുണ്ടോ? ദുഃഖമുണ്ടോ? കണ്ണുനീരുണ്ടോ? നെടുവീർപ്പുണ്ടോ? ഇല്ല. അപ്പൊ സ്വർഗത്തിലുള്ളതിനെ ഭൂമിയിലുള്ളതായിട്ട് ഒന്നാക്കി ചേർക്കുക, അല്ലെങ്കിൽ ദൈവരാജ്യത്തെ ഭൂമിയിൽ സ്ഥാപിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന്റെ ഭരണം ഭൂമിയിൽ കൊണ്ടുവരിക, അല്ലെങ്കിൽ സ്വസ്ഥത, സമാധാനം, നന്മ. യേശു പറഞ്ഞു, ഇതാ മോഷ്ടിക്കുവാനും അറുക്കുവാനും മുടിക്കുവാനും ഇവിടെ കള്ളം വന്നിരിക്കുന്നത്, ഞാൻ വന്നത് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായ ജീവൻ ഉണ്ടാകുവാനുമാണ്. അങ്ങനെയാണെങ്കിൽ ആമേൻ, വിശ്വസിക്കുക. ഇന്ന് നിങ്ങളുടെ മേൽ വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ അളവറ്റ വലിപ്പം ദൈവത്തിന്റെ മക്കൾ തിരിച്ചറിയുക തന്നെ വേണം. ആമേൻ. നിങ്ങൾ മക്കളെങ്കിലും നിങ്ങൾ ആരാ? അവകാശിയ. പ്രൈസ് ഗോഡ്. നമ്മുടെ ഇടയിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ വാക്യത്തിന് വേണ്ടി കാത്തിരിക്കുക. വാക്യത്വം ആർക്കുള്ളതാ? മക്കൾക്കുള്ളതാണോ? അതെ. ഇപ്പൊ നമ്മളെ ഭവനത്തിൽ ഒരു ജോലിക്ക് ആളെ വെച്ചെന്ന് വെച്ചു. നമ്മൾ ചോദിക്കും, നിങ്ങളെ ഒരു മാസം ജോലി നിങ്ങൾ എത്രയാ കൂലി? പറ്റും 20,000, 25,000 രൂപ, അല്ലെങ്കിൽ 15,000 രൂപയ്ക്ക് ഞാൻ ജോലിക്ക് വെച്ചിരിക്കുക. അപ്പൊ അവരുടെ നമ്മൾ കൊടുക്കുന്നത്, അവർക്ക് ഒരു വാഗ്ദത്തം ഉണ്ട്, അല്ലെങ്കിൽ ഒരു എഗ്രിമെന്റ് ഉണ്ട്. അതായിരിക്കും ജോലിക്കാർക്ക് കൊടുക്കുന്നത്. എന്താ മക്കൾക്ക് കൊടുക്കുന്നത്? ആമേൻ. മക്കൾക്ക് വാഗ്ദത്തമല്ല, പിന്നെ എന്തുവാ? അവകാശമാണ്. വാഗ്ദത്ത യഹൂദന്മാർക്കാ. നമ്മളാരാ? നമ്മളിപ്പോ മക്കളായി കഴിഞ്ഞു. എത്രയൊക്കെ ഉറപ്പുണ്ട് മക്കളാണെന്ന്? മക്കളെങ്കിലും നമ്മൾ അവകാശികൾ. ഇനി വാഗ്ദത്തത്തിന് വേണ്ടി കാത്തിരിക്കല്ല, അത് കിട്ടും ഇത് കിട്ടും എന്നുള്ള വാഗ്ദത്തമല്ല, നമ്മൾ അവകാശിയാ. പക്ഷേ ഇത് നമുക്കറിയാം, അതറിയാം പാസ്റ്റർ, കാരണം നമ്മളെ ടീച്ചിങ് അതാ. പക്ഷെ അടുത്ത വാക്കെന്നറിയാമോ? 4:1. അവകാശി സർവ്വത്തിന്റെ യജമാനനാ. അതിനെ അടക്കി വാഴുക എന്നുള്ളതാണ്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത്, ദൈവം സൃഷ്ടിച്ച സകലത്തെയും അടക്കി വാഴുക, യജമാനനായിട്ടാ. ഞാനിന്ന് സംസാരിച്ചിരിക്കുന്ന ദൈവത്തിന്റെ മക്കളോടാണ്. ആമേൻ.
ഇത് നമ്മളകത്ത് മൂവ് ചെയ്ത് സംഭവിക്കണം. വചനത്തിന്റെ വെളിപ്പാടിനകത്തോട്ട് ദൈവത്തിന്റെ മക്കൾ വ്യാപരിക്കുമ്പോൾ, ആമേൻ. ഞാൻ പറയട്ടെ, ഞാനായിട്ട് ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ നിൽക്കുന്ന ഈ കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ എന്ന് പറയുന്നത് എന്നെ കൊണ്ടുവന്നത് എന്റെ അകത്ത് കിടക്കുന്ന വെളിപ്പാട് പോയി പ്രവർത്തിക്കുന്നത്. ഞാൻ എന്ത് പ്രസംഗിക്കുന്നുവോ അത് എന്നിൽ സംഭവിക്കും. ഞാൻ അതിനായിട്ട് ഒന്നും ചെയ്യാറില്ല. കാരണം എനിക്കറിയാം, ആമേൻ, ഞാൻ ചോദിക്കുന്നതിലും ഞാൻ നനയ്ക്കുന്നതിലും അത്യന്തം പരമായി, ആമേൻ, എന്നിൽ വ്യാപരിക്കുന്ന ശക്തിയുണ്ട്. ആമേൻ. അത് എന്റെ അകത്തോട്ട് മൂവ് ചെയ്യുമ്പോൾ എനിക്കറിയാം, ഞാൻ മകനാണെങ്കിൽ വാഗ്ദത്തത്തിന് വേണ്ടി കാത്തിരിക്കുകയല്ല, ഞാൻ വാഗ്ദത്തങ്ങളുടെ അവകാശിയാണ്. വേദപുസ്തകത്തിലെ പഴയ നിയമ പുസ്തകത്തിൽ എന്തെല്ലാം വാഗ്ദത്തങ്ങൾ ദൈവം തന്റെ ജനത്തിന് വേണ്ടി പറഞ്ഞിരിക്കുന്നു. വിശ്വസിക്കുക, ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളെല്ലാം കിടക്കുന്ന പഴയ നിയമങ്ങളില്ല. പഴയ നിയമ പുസ്തകം വായിക്കാത്ത ഒരു ഒറ്റ വ്യക്തിക്കും ദൈവീയ വാഗ്ദത്തങ്ങളെ കുറിച്ച് ഒരു ഐഡിയയും കിട്ടത്തില്ല. ഉറപ്പായിട്ടും ദൈവത്തിന്റെ സകല വാഗ്ദത്തങ്ങളും അനുഗ്രഹങ്ങളും കിടക്കുന്ന പഴയ നിയമ പുസ്തകങ്ങളില്ല. ഈ പഴയ നിയമ പുസ്തകം സകല വാഗ്ദത്തങ്ങളും, ആമേൻ, നമ്മൾ മക്കളായപ്പോൾ നമ്മൾ അവകാശിയായി. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, വാഗ്ദത്തങ്ങൾ എത്ര ഉണ്ടെങ്കിലും, ഇനി എത്ര, എനിക്ക് ആയിരക്കണക്കിന് വാഗ്ദത്തങ്ങളുണ്ട്, അതെല്ലാം വാഗ്ദത്തങ്ങൾ എത്ര ഉണ്ടെങ്കിലും, ആമേൻ, ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ എത്ര ഉണ്ടെങ്കിലും അത് ഉവ്വ് ഉവ്വ് എന്നും നമ്മൾ നിമിത്തം, പൗലോസ് നമ്മൾ നിമിത്തം, ആമേൻ, യെസ്. ഇനി വാഗ്ദത്തം, കർത്താവ് എന്നെ 2021 അവസാനം കുറെ വാഗ്ദത്തമുണ്ട്, എന്റെ കുഞ്ഞെ വിട്. നീ ഇപ്പൊ വാഗ്ദത്തം പറഞ്ഞുകൊണ്ടിരിക്കുന്ന വ്യക്തിയല്ല. നീ ഇപ്പൊ ദാസ്യത്തിന്റെ ആത്മാവല്ല, പുത്രത്വത്തിന്റെ ആത്മാവാ. ദാസ്യത്തിന്റെ ആത്മാവ് ഉണ്ടെങ്കിൽ വാഗ്ദത്തത്തിന് വേണ്ടി കാത്തിരിക്കാം. എന്നാൽ നീ മകളാണോ മകനാണോ, നീ അവകാശിയാ. അത് എഴുതി വെച്ചോണ്ടിരിക്കാനല്ല, അവകാശി സകലത്തിൽ വാഴുക എന്നുള്ളതാ. വാഴുക. എനിക്കറിയാം, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മേൽ അനുഗ്രഹം വരണമോ എന്നത് ചിന്തിക്കേണ്ട ആവശ്യമല്ല. നിങ്ങളുടെ ദൈവത്തിന്റെ മക്കളാണ് എങ്കിൽ യേശു ക്രിസ്തുമായിട്ട് നിങ്ങൾ ഏക ശരീരസ്ഥരാ. നിങ്ങൾ കൂട്ടവകാശികളാ. ദൈവത്തിന്റെ സകല വാഗ്ദത്തങ്ങൾക്കും നിങ്ങൾ പങ്കാളികളാ. ഇത് തലമുറകൾക്ക് മറഞ്ഞു കിടന്നു. പൗലോസ് പറയാ, ഇത് തലമുറകൾക്കും പൂർവികന്മാർക്ക് മറഞ്ഞു കിടന്നതെങ്കിലും ഇപ്പോൾ തന്റെ വിശുദ്ധന്മാർക്ക്, തന്റെ അപ്പോസ്തലന്മാർക്ക് വെളിപ്പെട്ടു വന്നിരിക്കുന്നു. എന്ത് വെളിപ്പെട്ടു വന്നു? സുവിശേഷത്താൽ. എന്തോ സുവിശേഷം? ദൈവമായിട്ട് മക്കളാകുവാൻ. നമ്മൾ ഇതെല്ലാം പറഞ്ഞു നടക്കും, പക്ഷെ അനുഭവിക്കാറില്ല. ഞാനിത് ഇത്രയും ആധികാരികമായിട്ട് ഞാൻ പറയുന്നത്, ആമേൻ, എന്റെ കുടുംബത്തിൽ നമ്മൾ എല്ലാവരുമാണ്. എന്റെ ബന്ധുക്കൾ ആരും വീട്ടിലോട്ട് വരത്തില്ലായിരുന്നു. കാരണം ആരൊക്കെ അറിയാം, 8 പെമ്മക്കളുള്ള വീട്ടിനകത്ത് ആരും തിരിഞ്ഞ റിലേറ്റീവ്സ് ആരും വരത്തില്ല. എല്ലാവരും പ്രതീക്ഷിച്ചു ഓരോരുത്തരും ആരുടെയും വീട്ടിൽ വല്ല ജോലിക്കും എല്ലാം പോകും. ഞാൻ പറയല്ല, എന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ടാക്സി ഡ്രൈവർ ആകണമെന്ന്. അതിക്കുള്ളിൽ ചിന്തിക്കാൻ, ഭാവന കാണാനൊക്കത്തില്ല. പക്ഷെ അവിടുന്ന് ദൈവം നമ്മൾ ആക്കി വെച്ചിരിക്കുന്നത് അമേരിക്ക എന്നുള്ള പ്രത്യേക വരുമാനമൊന്നുമല്ല. ഒരുവൻ ക്രിസ്തുവിലാകുമ്പോൾ, ഒരു പുതിയ സൃഷ്ടിയാകുമ്പോൾ, ദൈവ മക്കളാകുമ്പോൾ അവകാശം അകത്ത് കത്തിയപ്പോ മനസ്സിലായി, ആമേൻ, ഇനി ദാസ്യത്തിന്റെ ആത്മാവും കൊണ്ട് തരണമേ അല്ല, മക്കളാ. ഇത് ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ മക്കളാ, അവകാശി. പക്ഷേ അവകാശി സർവത്തിന് യജമാനനാണ് എന്നുള്ള വെളിപ്പാടിലേക്ക് നിങ്ങൾ വരണം. നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മേൽ നിങ്ങൾ കൈവച്ച് തന്നെ പ്രാർത്ഥിക്കണം. നല്ലതാ. കർത്താവിന്റെ അഭിഷിക്തന്മാരെ ഉറപ്പായിട്ട് വിളിച്ച് പ്രാർത്ഥിക്കണം. വേണ്ട എന്നല്ല പറഞ്ഞത്. അധികാരം ദൈവമക്കളെ നിങ്ങളുടെ കയ്യിലാണ്. നിങ്ങളിൽ എത്ര പേർക്ക് ദൈവത്തിന്റെ മക്കളാ, ദൈവത്തിന്റെ മകനാന്ന് ഉറപ്പുണ്ട്? ആമേൻ. കൊലോസ്യർ 1:27 പറയുന്നത്, മഹത്വത്തിന്റെ പ്രത്യാശ ക്രിസ്തു നിങ്ങളിൽ വസിക്കുന്നു. എത്ര ഉറപ്പുണ്ട്? ദൈവത്തിന്റെ സകല പ്രത്യാശ എന്ന് പറയുന്നത് ക്രിസ്തുവില്ല. മഹത്വത്തിന്റെ പ്രത്യാശ, മഹത്വന്റെ ദൈവമാണ്. ആമേൻ. മഹത്വത്തിന്റെ പ്രത്യാശ ക്രിസ്തു നിങ്ങളിൽ വസിക്കുന്നു, എന്നിൽ വസിക്കുന്നു. ആമേൻ. എത്ര പേര് വചനം വിശ്വസിക്കുന്നുണ്ട്? ഈ വചനം എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ആത്മാർത്ഥത ചോദിക്കും, എത്ര പേര് സത്യമായിട്ട് വചനം വിശ്വസിക്കുന്നുണ്ട്?
ഈ വചനം എന്നെ കുറിച്ച് എന്ത് പറയുന്ന അതാ ഞാൻ. എത്ര അംഗീകരിക്കാൻ തയ്യാറാ? പറഞ്ഞേ, ഈ വേദപുസ്തകം, ഈ വചനം എന്നെ കുറിച്ച് ഞാൻ ആരെന്ന് പറയുന്ന അതാ ഞാൻ. നാട്ടുകാർ പറയുന്നതല്ല, കുടുംബക്കാർ പറയുന്നതല്ല, ആരെങ്കിലും പറയുന്നതല്ല. ദൈവമാണ് വചനം, ദൈവമാണ് സത്യം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആരാണെന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രവചിക്കാൻ പോവാം. വചനം നിങ്ങൾക്ക് എന്ത് പറയാൻ നോക്കണം. കൊലോസ്യർ 2:9-10 വായിച്ചേ. കൊലോസ്യർ 2:9-10. ഞാൻ തന്നെ വായിക്കാൻ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. കൊലോസ്യർ 2:9-10. ക്രിസ്തുവിലല്ലോ ദൈവത്തിന്റെ സകല സമ്പൂർണതയും ദേഹരൂപമായിട്ട്. എത്ര വിശ്വസിക്കുന്നുണ്ട്? ക്രിസ്തുവിലാണ് ദൈവത്തിന്റെ സകല സമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. എല്ലാ വാഴ്ചകൾക്കും എല്ലാ അധികാരത്തിനും. ആമേൻ. വാക്ക് മനസ്സിലാകുന്നുണ്ടോ? ക്രിസ്തുവിലാണ് ദൈവത്തിന്റെ സകല സമ്പൂർണ്ണ ദൈവരൂപമായിട്ട് വസിക്കുന്നത്. ഇതിന് പറയാണ് എല്ലാ വാഴ്ചകൾക്കും എല്ലാ അധികാരങ്ങൾക്കും. വാഴ്ചകൾ, അധികാരങ്ങൾ, സ്വർലോകങ്ങളുടെ ദുഷ്ടാത്മസേനകൾ, എല്ലാത്തിനും തലേന്ന് പറയുന്ന ക്രിസ്തുവാ. ആ ക്രിസ്തുവിൽ ഞാൻ, നിങ്ങൾ പരിപൂർണ. വായിച്ചു നോക്കിയോടെ ഇരിക്കുന്നേ, നിങ്ങൾ പരിപൂർണരായിരിക്കുന്നു. ആമേൻ. ബൈബിൾ പറയുന്നു, സത്യം പറയുന്നു, ക്രിസ്തുവിൽ ഞാൻ പരിപൂർണയാ. നിങ്ങൾ അത് വിശ്വസിക്കൂ, നാട്ടുകാർ പറയുന്നത് വിശ്വസിക്കും. എന്റെ പാസ്റ്ററെ എപ്പോഴും എന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. എപ്പോൾ എന്തോ ഇത് പെട്ടാലും കുറ്റം. അത് കുറ്റപ്പെടുത്തി എനിക്കറിയാം. എന്നെ ശ്രദ്ധിക്കുന്ന ആരുടെയൊക്കെ ജീവിതത്തില് കുറ്റപ്പെടുത്തി ഇപ്പൊ ചെയ്യുന്ന എല്ലാം കുറ്റമായിട്ട് വരുന്നത്. എനിക്ക് ഒന്നും ശരിയാവുന്നില്ല. ആമേൻ. ജോസ് അബുദാബി, അതിനകത്ത് അറ്റൻഡ് ചെയ്യുന്ന സഹോദരി ചിന്തിക്കുകയോ, ഞാൻ ഭയങ്കര സ്മാർട്ടായിട്ട് ഭയങ്കര ആക്റ്റീവ് ആയിരുന്നു. പക്ഷെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ എപ്പോഴും നമ്മുടെ കഴിവുകേടിനെ കുറിച്ച് മാത്രം പറഞ്ഞു. ഇപ്പൊ എനിക്ക് എന്റെ കോൺഫിഡൻസ് മാറിപ്പോയി. പലരും എന്നെ ശ്രദ്ധിക്കുന്നവരുടെ പലരുടെയും ജീവിതത്തിൽ എന്തൊക്കെയോ ഇന്ന് നിങ്ങൾ തകർന്നു കിടക്കുന്ന പല കാരണത്തിന്റെയും പിന്നിൽ വ്യാപരിക്കുന്നത് നമ്മളെ കുറിച്ചുള്ള മറ്റുള്ളവരുടെ അഭിപ്രായം. നമ്മൾ കണ്ടും കേട്ടും നമ്മളൊക്കെയുള്ള കോൺഫിഡൻസ് നഷ്ടപ്പെട്ടു പോയിട്ട് പരാജിതരായിരിക്കുന്ന അനേകർ എന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. ഇന്ന് എന്റെ ഈ മെസ്സേജ് കഴിയുന്നതിന് മുൻപ് നിങ്ങളുടെ മേലെ ഒരു വലിയൊരു വിടുതൽ സംഭവിക്കും. ഇനി പരാജയം നിങ്ങളെ സ്പർശിക്കയില്ല. എനിക്ക് അങ്ങനെ എന്തോ ഒരു ദുരാത്മാവ് ഇന്ന് എന്നെ ശ്രദ്ധിക്കുന്ന പലരെ സ്വാധീനിച്ചിട്ട് ഞാൻ കാണുന്നത്. അപ്പൻ്റെന്നോ അമ്മയുടെന്നോ മാസ്റ്ററെന്നോ ആരുടെയൊക്കെ വായിൽ നിന്നും വന്ന നെഗറ്റീവ് വാക്ക്, അമ്മയമ്മയുടെ അങ്ങനെ എനിക്കത് അധികാരികളുടെ വായിൽ നിന്ന് പുറപ്പെട്ട് വന്ന പല നെഗറ്റീവ് വാക്ക് നിമിത്തം അവരുടെ അകത്തുണ്ടായിരിക്കുന്ന ഡിസ്കറേജ് എന്ന് പറഞ്ഞാൽ അവര് നിരാശ. ഇപ്പൊ സംഭവിച്ചത് എന്തുവാ? കോൺഫിഡൻസ് നഷ്ടപ്പെട്ട് തൊടുന്നതെല്ലാം അബദ്ധം പറ്റുക. നിങ്ങൾക്കറിയാം, ദൈവം നേരിട്ട് പ്രത്യക്ഷമായി മോശയോട് പറഞ്ഞു, മോശേ ഞാൻ ജനത്തെ വിടുവിക്കാൻ പോവാം, നീ പോയി അവരെ വിടുവിച്ചുകൊണ്ടിരിക്കുക, ഞാൻ അവർക്ക് പാലും തേനും ഒഴുകുന്ന കനാൻ ദേശം അവകാശമായി കൊടുക്കാൻ പോവാം. മോശ പറഞ്ഞു ഒക്കത്തില്ല. ദൈവം പറഞ്ഞു ഒരു രക്ഷയില്ല, കാരണം എനിക്ക് അവരെ നിലവിളി കേട്ട് എനിക്ക് അവരെ വിടുവിച്ചേ പറ്റൂ. എനിക്ക് അവരെ പിതാക്കന്മാരുടെ വാഗ്ദത്തമാണ് അവരെ കനാൻ ദേശം അവകാശമായി കൊടുക്കുക. മോശ വിട്ട് കൊണ്ടുപോകുന്നു. ചുരുക്കി പറയട്ടെ, മോശ ഒരു സമയമായപ്പോ ഗോത്രപിതാക്കന്മാരായ 12 തെരഞ്ഞെടുത്തിട്ട് പറഞ്ഞു പോയി നോക്കിട്ട് വരാൻ പറഞ്ഞു. എങ്ങനെയുണ്ട് ദേശം? ദൈവം പറഞ്ഞിരിക്കുന്നല്ലോ. അവര് പോയപ്പോൾ അതുപോലെ തന്നെ വളരെ അനുഗ്രഹിക്കപ്പെട്ട ദേശമാണ്, പാലും തേനും ഒഴുകുന്ന വാഗ്ദത്ത ദേശം. പക്ഷേ കണ്ടീഷൻ, അവിടെയുള്ള ആൾക്കാരെല്ലാം ഭയങ്കര അനാഖ്യമല്ലന്മാരാ. നമുക്ക് എൻട്രി ചെയ്യാനൊക്കുന്നില്ല, പ്രവേശിക്കാനൊക്കുന്നില്ല. കാരണം അവരുടെ മുമ്പിൽ നമ്മളൊരു വെട്ടിക്കിടി അത്രേ ഉള്ളു. അവരെ എങ്ങനെ നമ്മൾ കീഴടക്കിയിട്ട് എൻട്രി ചെയ്യുന്നേ? അത് മാത്രം അടുത്ത റിപ്പോർട്ട് എന്നറിയാമോ? അവരുടെ കണ്ണിലും നമ്മൾ അങ്ങനെയായിരുന്നു. അതൊരു വല്ലാത്ത കാഴ്ചപ്പാടായിപ്പോയി. ഇവര് പറയാണ് അവര് വലിയ അനാഖ്യമല്ലന്മാരാ, നമ്മൾ വെട്ടിക്കിൽ എത്രയുള്ളത്. അടുത്ത പ്രസ്താവന, അവരുടെ കണ്ണിലും നമ്മൾ അങ്ങനെയാന്ന്. ഇത് മനസ്സിലായതോടുകൂടെ ഈ ഗോത്രപിതാക്കന്മാരായ അഭിഷിക്തന്മാരുടെ കംപ്ലീറ്റ് വെളിപ്പാടും പോയി, ദർശനവും പോയി. എത്രയോ വർഷത്തെ തീർന്ന പരിപാടി. ഇത് ഭയങ്കര പൈശാചികമായ ട്രാപ്പാണ്. 2 ഭക്തന്മാർ എഴുന്നേറ്റ് പറഞ്ഞു, യോശുവയും കാലവും പറഞ്ഞു, സാധാരണ സഹോദരന്മാരെ പറഞ്ഞ ആൾക്കാർ സംഭവിച്ചില്ല.
അനാക്യമല്ല വരാം. പക്ഷേ ദൈവം പറഞ്ഞിട്ടുണ്ടല്ലോ, ഇവിടെ യഹോവയായ ദൈവം പറഞ്ഞല്ലോ തരാമെന്ന്. പിന്നെ എന്തിനാ നിങ്ങൾ അത് അങ്ങോട്ട് നോക്കുന്നേ? നിങ്ങൾ ദൈവത്തോട് മറന്നിരിക്കുക മാത്രമായിരുത്. ഇത് ഞാൻ നിങ്ങളോട് പറയാ, ദൈവം എന്താ പറയുന്നേ? എല്ലാ വാഴ്ചയ്ക്കും എല്ലാ അധികാരത്തിനും തലയായ ക്രിസ്തു നീ പരിപൂർണയാ. എല്ലാ മാസ്റ്ററെ ഒത്തിരി പരാജയങ്ങളാ. ആരാ പറഞ്ഞേ? എന്റെ അനുഭവം എടുത്ത് കളയെ. അനുഭവം എല്ലാം തോന്നലുകളാ. വചനം ദൈവശക്തിയാ. എനിക്കറിയത്തില്ല ഞാൻ ആരോടാ പ്രവചിക്കുന്നെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ എനിക്ക് ഒരു കാര്യം അറിയാം, വർഷങ്ങളായി നിങ്ങളുടെ മേൽ ആധിപത്യം വെച്ചിരുന്ന ചില പൈശാചിക ശക്തികൾ യേശുവിന്റെ നാമത്തിൽ ഇന്ന് കീഴടങ്ങാൻ പോവാം. വർഷങ്ങളായി നമ്മുടെ നിരാശയിലിട്ട്, മാനസികമായ സംഘർഷങ്ങളിട്ട്, നീ പുറത്തു വരികയില്ല, നീ ഉയരത്തില്ല എന്ന് പറഞ്ഞ വേറെ ചിന്തകളെ വിട്ടിട്ട് നിരാശ ഉളവാക്കുന്ന സകല ആധിപത്യങ്ങളും ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് തോന്നിക്കുന്നത്, കുടുംബമായിട്ടിരിക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് മാതാപിതാക്കളുണ്ട്, നിങ്ങളെ കുഞ്ഞുങ്ങളെ നോക്കി നിങ്ങൾ പറയാം, മോളെ പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട് നീ ഒരു എന്താ പറയാ നെഗറ്റീവ് വാക്ക് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അങ്ങനെയല്ല, നീ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവളാണ്. നമ്മുടെ വാക്കിന് ഭയങ്കര ശക്തി അറിയാം. രക്ഷിക്കപ്പെട്ടവരെ വാക്കിന് ഭയങ്കര ദൈവശക്തിയാണ്. കാരണം ദൈവത്തോളം അധികാരം വ്യാപരിക്കുന്നതല്ലേ. നമുക്കറിയത്തില്ല. ഞാൻ ഒരു ഒറ്റ വാക്ക് പറഞ്ഞുതരാം. അതായത് 100ഓളം മന്ത്രവാദികൾ ആഭിചാരം ചെയ്തുകൊണ്ടിട്ടാൽ ആ ആഭിചാരത്തെ അഴിക്കാനുള്ള അധികാരം നമ്മുടെ നാവിലുണ്ട്. എത്ര വിശ്വസിക്കുന്നുണ്ട്? 100 കണക്കിന് മന്ത്രവാദികൾ ചേർന്ന് ആഭിചാരം ചെയ്തല്ലേ പിശാചിനെ ആവസിപ്പിച്ചിട്ട് ഒരു ആഭിചാരം കൊണ്ടിട്ട് കഴിഞ്ഞാൽ ഒരു സാധാരണ വിശ്വാസി യേശുവിന്റെ നാം പറഞ്ഞ വാനെ വിട്ട് അഴിക്കും, അതിനെ അഴിച്ചു മാറ്റും. എന്നാൽ അത്രയും അധികാരം മൂവ് ചെയ്യുന്ന നമ്മൾ നമ്മുടെ മക്കളെയോ ഭാര്യയോ ഭർത്താവിനെയോ നോക്കി ഒരു പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈസ് ദി ലോർഡ്. മനസ്സിലാകുന്നുണ്ടോ? പലപ്പോഴും നമ്മൾ അറിയത്തില്ല. ജീവനും മരണവും നമ്മുടെ മാവിന്റെ അധികാരത്തിന്റെ വാചനം വായിച്ചു വിടും. പക്ഷെ പലപ്പോഴും നമ്മൾ തിരിച്ചറിയത്തില്ല മക്കളുടെ അധികാരം എത്ര ഭയങ്കരമാണ്. നിങ്ങൾ പറഞ്ഞാൽ മല നീങ്ങി കടലിൽ ചാടിപ്പോകും. എന്തോ അധികാരം എന്നറിയാം. നമുക്ക് അതിന് വിശ്വാസമല്ല. പക്ഷെ ചില സമയത്ത് പറയൂ, എവളെ കൊണ്ട് ഞാൻ ഈ കൊച്ച് എനിക്ക് തോന്നി എവിടെ നന്നാവും. എനിക്ക് ഭാര്യയെ നോക്കി പറയും, ഭർത്താവ് പറയും, എടി നീ അല്ലെങ്കിൽ ഒരിക്കലും നന്നാവില്ല, ഈ മനുഷ്യൻ അല്ലെങ്കിൽ ശരിയാവും തോന്നിക്കുന്നില്ല. ഹൃദയം കൊണ്ട് വിശ്വസിയും വായുകൊണ്ട് ഏറ്റു പറയും. പിന്നെ എന്റെ ഹസ്ബൻഡ് ഭർത്താവിന്റെ പ്രാർത്ഥന അദ്ദേഹം നന്നാകുന്നില്ല. എന്താ പറ്റി അറിയത്തില്ല. നമ്മളെ കെട്ടി ഭർത്താക്കന്മാര് പാസ്റ്റർ പറയും, എന്റെ പാസ്റ്റേ എവളെ കൊണ്ട് ഞാൻ തോറ്റു, ഒരു രക്ഷയില്ല. എത്ര ഇറിറ്റേറ്റ് ചെയ്യിപ്പിക്കുക. എന്റെ അഭിഷിതനെ, താങ്കളുടെ വായിന്ന് പുറപ്പെട്ട വാക്ക പിശാചി 100ഓളം പിശാചിനെ അഴിക്കാൻ അധികാരമുള്ള നിങ്ങൾ കെട്ടിയ പിന്നെ ആ ലോകത്തിന് ആരഴിക്കും? നിങ്ങൾ മനസ്സിലാകുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ തന്നെ കുടുംബമായിട്ടിരിക്കുകയാണെങ്കിൽ പറയേ ആമേൻ, ഇപ്പോൾ വചനത്തിന്റെ ശക്തി മൂവ് ചെയ്തുകൊണ്ടിരിക്കുക. അധികാരം എന്നില്ല. ഞാൻ പറഞ്ഞിട്ടല്ലാതെ ആണ്ടുകളിൽ മഞ്ഞും മഴയും പെയ്യത്തില്ലെന്ന് എന്റെ ഈക്വൽ ആയിട്ടുള്ള വ്യക്തിയെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് അധികാരം എന്നിലുണ്ട്. പലപ്പോഴും എന്റെ വാക്കാണ് നിന്നെ ഇതുപോലെ നിരാശ കൊണ്ട് നിന്നെ ഇത്രയും എനിക്കൊരു പല കുഞ്ഞുങ്ങളെയും മാതാപിതാക്കൾ അപ്പോഴുണ്ടായിരുന്ന വികാരം ഉണ്ടല്ലോ, ആ ഒരു സാഹചര്യത്തിന്റെ ബേസിൽ പറയുന്ന വാക്ക് സൃഷ്ടിപ്പിന്റെ ശക്തിയാ. ഇപ്പൊ കുഞ്ഞുങ്ങൾക്ക് കാണുമ്പോഴത്തേക്ക് വിഭ്രാന്തിയാ, പേടിയാ. ഇന്ന് നിങ്ങളെ കുഞ്ഞുങ്ങളുടെ മേൽ കൈവച്ച് പറയാം, കർത്താവേ എന്റെ വാക്കിനെ യേശുവിന്റെ നാമത്തിൽ ക്ഷമിക്കണമേ. എന്റെ മോളെ ഞാൻ മോനെ ഞാൻ അനുഗ്രഹിക്കുന്നു, എന്റെ ഭാര്യയെ ഞാൻ അനുഗ്രഹിക്കുന്നു. തുടങ്ങിക്കോ, പ്രാർത്ഥിച്ച് തുടങ്ങിക്കോ. ഞാൻ നിങ്ങളുടെ സംസാരിക്കും. ഒരുപക്ഷെ നിങ്ങൾ അടുത്ത വ്യക്തി ഇല്ലേ, നിങ്ങൾ പ്രാർത്ഥിക്കും, കർത്താവേ എന്റെ അറിവില്ലായ്മ കൊണ്ട് ഞാൻ പറഞ്ഞു, പക്ഷെ ഇപ്പോൾ അവർ ഒട്ടും അനുസരണമല്ല. കാരണം ഞാൻ എന്നോ പറഞ്ഞ് അവൾ അനുസരണം കെട്ടവളാണ്. ഭാര്യയെ നോക്കി ഭർത്താവ് പറഞ്ഞു അവൾ അനുസരണം, ഇപ്പൊ അവൾ ഒട്ടും അനുസരണം. അന്ന് കുഴപ്പമൊന്നുമില്ല, അന്ന് ദേഷ്യത്തിൽ പറഞ്ഞു പോയതാ. വാക്ക് ഭയങ്കര ശക്തിയാണ്. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ ഭർത്താവിനെ, നിങ്ങളുടെ ഭാര്യ എന്ന് അനുഗ്രഹിച്ച്. എന്റെ വിഷയം അതല്ല. പക്ഷേ ഇന്ന് രാത്രി എനിക്ക് നന്നായിട്ട് അറിയാം, ഈ മീറ്റിങ്ങുകളിലും അനുഗ്രഹിപ്പെടേണ്ട അനേകരുണ്ട്.
ദൈവത്തിന്റെ ഭയങ്കരമായ പ്രവൃത്തി നിങ്ങളിലോട്ട് മൂവ് ചെയ്യാൻ പോവാം. ഞാൻ നിങ്ങളുടെ വചനം പ്രസംഗിക്കുകയല്ല, ദൈവത്തിന്റെ അരുളപ്പാട് നിങ്ങളോട് അറിയിക്കുക. കാരണം നിങ്ങളുടെ നാവിൽ ദൈവത്തിന്റെ അധികാരം മൂവ് ചെയ്യുന്നു. നിങ്ങളുടെ മക്കളാണ്. നിങ്ങൾ ദാസ്യത്തിന്റെ ആത്മാവിനെയല്ല, അബ്ബ പിതാവ് എന്ന് പറയുന്ന പുത്രത്തിന്റെ ആത്മാവിനെ നിങ്ങൾ പ്രാപിച്ചിരിക്കുന്നത്. നിങ്ങളുടെ മക്കളെങ്കിലും നിങ്ങൾ അവകാശിയ. വാഗ്ദത്തം യഹൂദന്മാർക്കുള്ളതാ. വാഗ്ദത്തം എല്ലാം ക്രിസ്തുവിൽ വരുമ്പോൾ ആമേൻ ആമേൻ പറഞ്ഞ് സ്വീകരിക്കേണ്ടവരാ. അതിന്റെ മേൽ നമ്മൾ യജമാനെ പോലെ വാഴണം. ഇന്ന് നിങ്ങളെ കുടുംബത്തിൽ വാഴുന്നത് നിരാശയാണോ, പരാജയമാണോ, അതെ ദൈവത്തിന്റെ ആധിപത്യമാണോ? നിങ്ങളാണ് വാഴേണ്ടത്. കുടുംബത്തെ, തലമുറയെ, മക്കളെ മേൽ, ഭർത്താവിന്റെ മേൽ, ഭാര്യയുടെ മേൽ. നിങ്ങളുടെ മാതാപിതാക്കളെ ബ്ലസ് ചെയ്യാൻ അധികാരമുണ്ട്, അറിയാമോ? നിങ്ങൾ അനുഗ്രഹിച്ച അനുഗ്രഹമാ. കാരണം ജീവൻ നമ്മുടെ നാവിലിരിക്കുന്നേ. ഞാൻ വീണ്ടും പറയാം, എത്ര വലിയ മന്ത്രവാദി കെട്ടിയ പൈശാചിക ശക്തികളെയും ആഭിചാരത്തെയും അടിക്കാൻ നിങ്ങൾക്ക് അധികാരമുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഒരു കാര്യം അസാധ്യമായിരിക്കത്തില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറഞ്ഞ വാക്കിനെ ഇന്ന് ഡിലീറ്റ് ചെയ്യുക. യേശുവിന്റെ നാമത്തിൽ ഡിലീറ്റ് ചെയ്യുക. പിശാചിനും ചെയ്യാനൊക്കെ ഒന്നുമില്ല. കാരണം എന്ന് നീ സ്നാനപ്പെട്ടോ, എന്ന് ദൈവത്തിന്റെ പൈതലായോ, എന്ന് നീ അവകാശിയായോ, അന്ന് യജമാനനായോ, അന്ന് തൊട്ട് ആധിപത്യം നിന്റെ മേല. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ചു, ക്രൂസിൽ തറച്ചു. ആമേൻ. അതിന്റെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യ കാഴ്ചയാക്കി. ഇനി നിന്നയ്ക്ക് വിരോധം എടുക്കാൻ പിശാൻ ആയുധമില്ല. കഴിഞ്ഞു. ക്രൂസിൽ തറച്ച് അവിടെ വെച്ചിരിക്കുക. 2 കൈ പൊക്കി അവനെ പരസ്യ കാഴ്ചയാക്കി. ഇപ്പൊ അധികാരം നിന്റെ വായില, നിന്റെ അധരങ്ങളില്ല. അഭിഷിക്തനെ, എന്റെ പ്രസംഗം ഇതല്ല, പക്ഷേ ദൈവാത്മാ പറയുന്നു, ഈ ഇന്ന് എന്നെ കേൾക്കുന്ന സകല കുടുംബത്തിന് മേലും വലിയ അത്ഭുതങ്ങൾ സംഭവിക്കണം. ഒരൊറ്റ രോഗിയും ഇന്ന് മീറ്റിംഗിന് ശേഷം ഉണ്ടാകരുത്. ഒരു ആഭിചാരവും ഒരു കുടുംബത്തിൽ വാഴരുത്. ഒരു നിരാശയും ഒരു വ്യക്തിയെ തുടരുത്. ഹല്ലേലൂയ. ലിൻസി സാം, ഇന്നൊരു ദൈവത്തിന്റെ കരം നിങ്ങളുടെ മേലെ ഇറങ്ങി വരും. ആമേൻ. ഇന്ന് സകലത ക്യാൻസൽ ചെയ്യാൻ പോവാ. ഹല്ലേലൂയ. ജീവൻ നിങ്ങളുടെ നാവിൽ കൂടെ പുറപ്പെടും. നിങ്ങൾ അസാധാരണമായ മർമ്മങ്ങളെ പ്രവചിക്കും. ഇല്ലാത്തതിന്റെ ഉള്ളതിനെ പോലെ വിളിച്ചെടുത്ത അധികാരമുണ്ട്. പക്ഷേ അതിന് വിരോധമുള്ള വാക്കുകൾ പറയാനുള്ള സാഹചര്യം നിങ്ങളുടെ മുമ്പിൽ വരും. ഇന്ന് അതിന്റെ മേൽ ജയിക്കണം. താങ്ക് യു ലോർഡ്. ആമേൻ. നിങ്ങളെ മക്കളെങ്കിലോ അവകാശികൾ, യേശു ക്രിസ്തുമായിട്ട് കൂട്ടവകാശികളാ. ആമേൻ. ആമേൻ. അവകാശി സർവത്തിനും യജമാനന. പറയാമോ, ഞാൻ യജമാനന. എല്ലാ വാഴ്ചകൾക്കും എല്ലാ അധികാരത്തിനും തലയായ ക്രിസ്തുവിൽ ഞാൻ പരിപൂർണനാ. ഞാൻ പറയട്ടെ, നമ്മളെ പഴയ മനുഷ്യന് ഒരു കഴിവുമില്ല. ഒരു കഴിവില്ലാത്ത നമ്മുടെ പഴയ മനുഷ്യൻ, അത് ചതിമുഖത്താൽ വഷളായി പോയ പഴയ മനുഷ്യനെ ആമേൻ ഉരിഞ്ഞു കളഞ്ഞിട്ട് ഇതാ ഇപ്പൊ നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ ധരിച്ചിരിക്കുക. അതൊരു ഉറപ്പുണ്ട്. ഒരുവൻ ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടിയാ. ആമേൻ. അങ്ങനെ ധൈര്യമായിട്ട് പറയാ, എല്ലാ വാഴ്ചകൾക്കും എല്ലാ അധികാരത്തിനും തലയായ ക്രിസ്തുവിൽ ഞാൻ പരിപൂർണനാ. പറയാം, നിങ്ങളെ കുറിച്ചുള്ള ഏറ്റവും ബെസ്റ്റ് പ്രവാചകൻ നിങ്ങൾ തന്നെയാ. ആമേൻ. നിങ്ങളുടെ ചെറുതും വലുമായ കാര്യങ്ങൾ നിങ്ങൾക്ക് മാത്രമേ അറിയാം. നിങ്ങളുടെ പ്രവാചകൻ നിങ്ങൾ തന്നെയാ. പ്രവചിക്കുക. ആമേൻ. വീണ്ടും ഞാൻ പറയുന്നു, തലമുറകൾക്ക് വിരോധമായി നിങ്ങൾ പറഞ്ഞ വാക്കിനെ ഈ സമയത്ത് ക്യാൻസൽ ചെയ്യുക. ഭർത്താക്കന്മാർ ഭാര്യമാരെ തലയൊക്കെ വെച്ച് ബ്ലസ് ചെയ്യും. നിങ്ങൾ അടുത്തുണ്ടെങ്കിൽ, മോളെ ഞാൻ അറിയാതെ പറഞ്ഞു പോയിട്ടുണ്ട്, ശരിയാ, പക്ഷെ അന്ന് ഞാൻ ഓർത്തില്ല. ഇപ്പഴി മനസ്സിലായി. അധികാരം എന്റെ മേലാ. ഞാൻ ആമേൻ യജമാനനാ. ആധിപത്യം എന്റെ കൈ കിടക്കുന്നു, പക്ഷെ ഞാൻ അറിഞ്ഞില്ല, പറഞ്ഞുപോയി. എന്നോട് ക്ഷമിക്കുക. ഒരു കുഴപ്പമല്ല. സാത്താൻ നമ്മെ തോൽപ്പിക്കരുത്. ആമേൻ. എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിൽ തലയായ ക്രിസ്തു ഞാൻ പരിപൂർണൻ. എങ്ങനെ? മഹത്വത്തിന്റെ പ്രത്യാശ ക്രിസ്തു നിങ്ങളിൽ വസിക്കുന്നു. പറഞ്ഞേ, എന്റെ അകത്ത് ക്രിസ്തു വസിക്കുക. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെയും ലോകത്തെ ജയിച്ചിരിക്കുക. ലോകത്തെ ജയിച്ച ജയം നമ്മുടെ വിശ്വാസമാണ്. ഏത് വിശ്വാസം?
ഞാൻ ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു. ഒന്ന് പറയാമോ? നമ്മൾ എന്തോ നമ്മളെ രക്ഷിക്കപ്പെട്ട് ബന്ധക്കോസ്ത് ചേർന്ന് പ്രശ്നങ്ങൾ മാറുന്നുണ്ട്. അതിനേക്കാൾ എത്രയോ ഭയങ്കര ലെവലാ. ആമേൻ. കുഞ്ഞുങ്ങളെ, നിങ്ങൾ എവിടെ നിന്ന് തിരിച്ചതെന്നറിയാമോ? ലോകത്തിന്റെ സകല ശക്തികളെയും തോൽപ്പിച്ച നസ്രനായ യേശുവിന്റെ മക്കളാണ് നമ്മൾ എന്നുള്ള ഓർമ്മപ്പെടുത്തലൊക്കെ ഉണ്ട്. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർക്കം വെപ്പിച്ച് ക്രൂസിൽ തറച്ച് അതിന്റെ മേൽ ജയോത്സവം കണ്ടാടി ആമേൻ അവനെ പരസ്യ കാഴ്ചയാക്കി അവനെ തോൽപ്പിച്ച നസ്രനായ യേശുവിന് ഞാൻ ജനിച്ചു എന്നുള്ളൊരു എത്ര ഒരുക്കുന്നു വെളിപ്പാടായിട്ട് വ്യാപരിക്കുന്നുണ്ട്. ആമേൻ. നമ്മൾ പറയാറുണ്ട്, എന്നോട് കൂടെ ഉള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവൻ. നമ്മളത് പേടി വരുമ്പോ പറയുന്ന വാക്കാ. പിശാചിനെ പേടിപ്പിക്കുക. ഓ, നമ്മോട് കൂടെ ഉള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവൻ. വെറുതെ പറയുന്നതാ, വെറുതെ പറയും, നമ്മളെ പേടിച്ചിട്ട് പറയുന്നതാ. പക്ഷെ സത്യമായി എപ്പോഴാന്നറിയാം ആ വാക്യം കംപ്ലീറ്റ് പറയുകയാണെങ്കിൽ ഇത് ഏതാന്നറിയാം? 1 യോഹന്നാൻ 4:4 വാക്യ. നിങ്ങളതിന്റെ സെക്കൻഡ് ഹാഫാ പറയുന്നേ. ആദ്യത്തെ എങ്ങനെയെന്നറിയാം? 4-ാം വാക്യം തുടങ്ങുന്നത് എങ്ങനെന്നറിയാമോ? കുഞ്ഞുങ്ങളെ, നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാകുന്നു. പറഞ്ഞേ, ഞാൻ ദൈവത്തിൽ ജനിച്ച വ്യക്തിയാ. കുഞ്ഞുങ്ങളെ, നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാകുന്നു. ഈ ലോകത്തിലുള്ളവനെ ജയിച്ചു പിരിക്കുന്നു. നമ്മളൊന്നും ഗുസ്തി പിടിക്കാൻ പോകണ്ടേ? നമുക്ക് വേണ്ടി 2000 വർഷങ്ങൾക്ക് മുമ്പ് ആമേൻ അതിനെല്ലാം ജയിച്ച് കഴിഞ്ഞു. പറഞ്ഞേ, ഇപ്പൊ ഞാൻ ജനിച്ചത് എവിടെന്നാ? ഞാൻ ആദ്യം ജനിച്ചത് ഏദൻ തോട്ടത്തിൽ പിശാചിന്റെ മുമ്പിൽ തോറ്റുപോയെന്ന് ആദ്യം ജനിച്ചു. ആമേൻ ആമേൻ. ഏദൻ തോട്ടത്തിൽ വെച്ച് പിശാചിനാൽ തോറ്റ ആദാമിൽ നിന്ന് ഞാൻ ആദ്യം ജനിച്ചു. എന്നാൽ ഇപ്പൊ വീണ്ടും ജനിച്ചത് തോറ്റവനെന്നല്ല, എല്ലാ വാഴ്ചകളെയും എല്ലാ അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ചു അതിന്റെ മേൽ ജയോത്സവം കൊണ്ടാടിയ നസ്രനായ യേശു വീണ്ടും ജനിച്ചിരിക്കുന്നേ. എത്ര രംഗത്ത് വെളിപ്പാടായിട്ട് വ്യാപരിക്കുന്നു. ആമേൻ. ധൈര്യമായിട്ട് പറയും കുഞ്ഞുങ്ങളെ. പറഞ്ഞേ, ഞാൻ എവിടെ ജനിച്ചതാ? നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാകുന്നു. ആമേൻ. ഈ ലോകത്തിലുള്ളവരെ ജയിച്ചു പിരിക്കുന്നു. എങ്ങനെയാ? ജയിച്ചവൻ എന്ന് ജനിച്ചപ്പോഴേ ജനിച്ചു. മാസ്റ്റർ ഒന്നുകൂടെ ഒന്ന് വിശ്വസിച്ച മനസ്സിലാകുന്നില്ല. അത് ഞാൻ പറഞ്ഞുതരാം. കാരണം റോമാലേഖനം 5-ാം അധ്യായത്തിന്റെ 10 എഴുതിയിരിക്കുന്നത്, ഏകന്റെ അനുസരണക്കേടിനാൽ സകല മനുഷ്യരും പാപികളായി തീർന്നു എന്ന് പറഞ്ഞാൽ 6000 വർഷങ്ങൾക്ക് മുമ്പ് ഏദൻ തോട്ടത്തിൽ വെച്ച് ആദാമും ഹവ്വയും പാപം ചെയ്തതോടുകൂടെ ഈ 6000-ത്തിന് ശേഷം കഴിഞ്ഞതിന് ശേഷം ജനിക്കുന്ന സകല മനുഷ്യരിലും പാപം അങ്ങനെ കുടികൊണ്ട് വാഴുക. പ്രത്യേകിച്ച് കോളേജിൽ നിന്നോ അല്ലെ ട്യൂഷൻ കൊടുത്തോ വീട്ടിലാരും പാരന്റ്സ് പഠിപ്പിച്ചൊന്നല്ല പാപം ചെയ്യാൻ. ഒറ്റ യോഗ്യത 6000 വർഷങ്ങൾക്ക് മുമ്പ് പാപം ചെയ്ത ആദാം ജനിച്ചു എന്നുള്ളതാ. എന്നാൽ അടുത്ത വാക്കെന്നറിയാമോ? ഏകന്റെ അനുസരണത്താൽ. ആരാ? യേശു ക്രിസ്തുവിന്റെ അനുസരണത്താൽ നമ്മൾ നീതിമാന്മാരായി തീർന്നിരിക്കും. ഓ, എന്തോ വചനമാന്നേ! വിശ്വസിക്കണേ, വചനത്തിൽ വിശ്വസിക്കുന്നേ. ആമേൻ. 6000 വർഷങ്ങൾക്ക് മുമ്പ് ചുരുത്ത പാപം ചെയ്തപ്പോൾ സകല മനുഷ്യനും പാപികളായി എങ്കിൽ ആ അടുത്ത ഏകന്റെ അനുസരണത്താൽ നമ്മൾ നീതിമാന്മാരായി തീർന്നിരിക്കുക. ആരുടെ അനുസരണത്താൽ? 2000 വർഷങ്ങൾക്ക് മുമ്പ് കാൽവരി ക്രൂസിൽ സകലതും നിവർത്തിയായി എന്ന് പറഞ്ഞ് ക്രൂസിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്ന ആ നസ്രനായ യേശുവിന് ജനിച്ചിരിക്കുന്ന നമ്മിൽ. പറഞ്ഞേ, എന്നിൽ. ഹല്ലേലൂയ. ഞാനിപ്പോഴാരാ? ജയിച്ചവനിൽ നിന്നും ജനിച്ചവൻ. അതുകൊണ്ട് ഞാനും ജയിച്ചിരവാ. നോട്ട് ഹിയർ. യോഹന്നാൻ 1 John chapter 4 verse 4. കുഞ്ഞുങ്ങളെ, നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാകുന്നു. ഈ ലോകത്തിലുള്ളവനെ ജയിച്ചുമിരിക്കുന്നു. അടുത്ത ഭാഗം എഴുതിക്കുന്നത്, നമ്മോട് കൂടെ ഉള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവൻ. ഇത് വെളിപ്പാടാകണമെങ്കിൽ ആദ്യത്തെ ഭാഗം നമ്മൾ അകത്ത് വ്യാപരിക്കണം. ഞാൻ ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു എന്നും ഈ ലോകത്തിലുള്ളവനെ ജയിച്ചിരിക്കുന്നു എന്നുള്ള വെളിപ്പാട് വ്യാപരിക്കുമ്പോഴേ എനിക്കറിയത്തില്ല, ഈ ജനറ്റ് എന്ന് പറയുന്ന ആ ഒരു പേരിൽ കാണുന്ന വ്യക്തിയുടെ മേൽ
അസാധാരണമായ ദൈവിക ഇടപെടൽ സംഭവിക്കുക. അവൻ മരിച്ചവരെ ഉയർപ്പിക്കുവാനും ഭൂതങ്ങളെ പുറത്താക്കുവാനും നിന്റെ മേലുള്ള നാവിന്റെ അധികാരം കൊണ്ട് കഴിയും. സ്വീകരിക്കുക. ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് അനേകരെ സ്പർശിച്ചുകൊണ്ടിരിക്കുക. ഞാൻ സംസാരിച്ചിരുന്നതിനെ സഹോദരിക്ക് ഉറപ്പാ, ഈ മീറ്റിംഗ് കഴിഞ്ഞോണ്ട് ഞാൻ വേറൊരു ദൈവത്തിന്റെ മകളായിട്ട് എഴുന്നേൽക്കും. ആമേൻ. ആമേൻ. ഇത് യാദൃച്ഛികമായിട്ട് സംഭവിച്ചത് എനിക്ക് അറിയുന്നില്ല, പക്ഷേ ഞാൻ വിശ്വസിക്കുന്നു ഇതിന്റെ ഇടയിൽ ദൈവ പ്രവൃത്തി സംഭവിച്ചിരിക്കും. ദൈവ പ്രവൃത്തി ശക്തമായിട്ട്. സത്യൻ, ഗെറ്റ് റെഡി. ആമേൻ. സത്യൻ കെ, കാസർഗോഡ്. വിശ്വസിക്കുക. നിങ്ങളുടെ മുമ്പിൽ, ആമേൻ, നിങ്ങളുടെ മുമ്പിൽ പരാജയങ്ങൾ കീഴ്പ്പെടും. പിശാച് ഇത്രയും നേരം നമ്മളെ മേൽ ആധിപത്യം വെച്ചു. ഇനി പിശാചിന്റെ മേൽ നമ്മൾ ആധിപത്യം വെക്കാൻ പോവാം. തുടങ്ങാൻ പോകുന്നേ ഉള്ളു. ഇനി പരാജയത്തിന്റെ നമ്പർ പറഞ്ഞുകൊണ്ടിരിക്കാൻ സമയമല്ല. ജെനിഫർ, പരാജയങ്ങളുടെ നിരാശയുടെ പട്ടിക മാറ്റുക. പറയാ, ഇന്ന് മുതൽ എന്നോട് കൂടെ ഉള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവൻ. കാരണം ഞാൻ ദൈവത്തിൽ ജനിച്ച വ്യക്തിയാണ്. ഈ ലോകത്തിലുള്ള സകലത ഞാൻ ജയിച്ചിരിക്കുന്നു. ആമേൻ. പരാജയത്തിന്റെ സകല കണ്ണികളും ഞാൻ എടുത്തു മാറ്റാൻ പോവാ. പരാജയത്തിന്റെ പട്ടിക ഒത്തിരി ഉണ്ട്. അതിന് ചിന്തിക്കാൻ പറയാനും സമയമില്ല. ഹല്ലേലൂയ. ആമേൻ. പ്രസാദ്, എനിക്കറിയില്ല, പ്രസാദ് എന്തോ ചിന്തിച്ചുകൊണ്ടിരിക്കുക. ഇന്ന് വചനം അതുപോലെ സ്വീകരിക്കുക. പ്രസാദിനെ കാണാനില്ല. പ്രസാദ് എവിടെയാ? ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളെ സ്പർശിക്കും. ആള് മാറിവില പോലെ. യെസ്, പ്രൈസ് ഗോഡ്. എന്നിൽ കൂടെ സംഭവിക്കുക പാസ്റ്ററെ. ആരും പറഞ്ഞിട്ടില്ലല്ലോ. അതെ, സൈന്യത്താലല്ല, ശക്തിയാലുമല്ല, ദൈവത്തിന്റെ ആത്മാവിനാണ്. എന്റെ അവസ്ഥയെ ഭേദം വരും, ഉറപ്പായിട്ടും വരും. നിങ്ങളൊരു അനുഗ്രഹമായിരിക്കും. കുഞ്ഞുങ്ങളെ, നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാകുന്നു. ജോസ്, അബുദാബി, നിങ്ങൾ ഹോൾ ഫാമിലി ആയിട്ട് വരണേ നന്നായിരിക്കും. ഞാൻ നിങ്ങളെ ബ്ലസ് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്ന അവസാനം. ഡേവിസ്, യെസ്. മലയാളം ഗ്രഹിക്കുന്നുണ്ടോ ഡേവിസ്? എന്തോ ഒരു ഭയങ്കര ദൈവിക വായ്ത്തങ്ങൾ മാറിയിട്ടില്ല. ദൈവം എന്തൊക്കെയോ ചെയ്യുന്നു. നിങ്ങളുടെ മേളിൽ ദൈവത്തിന്റെ ശക്തി മൂവ് ചെയ്യോ. ഒത്തിരി ദൈവത്തിന്റെ മഹത്വങ്ങൾ കണ്ടിട്ടുള്ളവരാ. നിങ്ങൾ നല്ലൊരു മെന്ററാ. ഒത്തിരി പേരെ ദൈവത്തോട് ചേർത്ത് പിടിക്കാൻ അഭിഷേകം നിങ്ങളുടെ വ്യാപരിക്കുന്നു. താങ്ക് യു ജീസസ്. ആമേൻ. ഒരു സെക്കൻഡ്, ഞാനൊന്ന് ബാറ്ററി ഒന്ന് കണക്ട് ചെയ്തോട്ടെ. ജസ്റ്റ് എ സെക്കൻഡ്. Amen. Hallelujah. ഞാൻ എത്തിക്കഴിഞ്ഞു. താങ്ക് യു ലോർഡ്. കർത്താവിന്റെ ദാസനെ, എനിക്കറിയത്തില്ല, നിങ്ങളുടെ ഈ മീറ്റിങ്ങിനകത്ത് അസാധാരണ ദൈവത്തിന്റെ ശക്തി മൂവ് ചെയ്തുകൊണ്ടിരിക്കുക. ദൈവത്തിന്റെ മഹത്വം, ദൈവത്തിന്റെ ഗ്ലോറി, ഷെക്കേന നിങ്ങളുടെ ഇടയിലായിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുക. മനുഷ്യകരങ്ങളല്ല, ദൈവത്തിന്റെ അദൃശ്യമാകുന്ന കൈ നിങ്ങളുടെ ഇടയിലോട്ട് വ്യാപരിക്കുന്നു. നിഷ ബിജു ഫ്രം കുവൈറ്റ്. ഇതെല്ലാം സംഭവിക്കുക പാസ്റ്ററെ. ഇനി ഞാൻ എന്ത് ചെയ്യേണ്ടത്? ഒന്നും ചെയ്യേണ്ട. ഈ വെളിപ്പാട് നിങ്ങളുടെ അകത്തോട്ട് മൂവ് ചെയ്യുന്നുണ്ട്. പറയേ, എന്നെ ശക്തനാക്കുന്നതിന് മുഖാന്തരം ഞാൻ സകലത്തിന് മതിയാവന്. എനിക്ക് എല്ലാവരെയും ഞാൻ പേര് വെച്ച് പ്രവചിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. സമയത്തിന്റെ പരിചയം പെട്ടെന്ന് നിങ്ങളുടെ അകത്തോട്ട് വരട്ടെ. എനിക്കറിയത്തില്ല ആ ജനറ്റ് എന്ന് പറയുന്ന ആ ഒരു ലേബിൾ കാണുന്ന ആരൊക്കെ ഉണ്ടോ എനിക്കറിയത്തില്ല. പക്ഷേ ഒരു അസാധാരണമായ ദൈവിക ഇടപെടൽ നിങ്ങളുടെ പേര് സംഭവിക്കും. സൃഷ്ടിപ്പിന്റെ ശക്തി, സൃഷ്ടിപ്പിന്റെ ശക്തി നിങ്ങളിലോട്ട് മൂവ് ചെയ്യാൻ പോകും.
സ്വീകരിക്കാമോ? നിങ്ങളെ വ്യാപരിക്കുന്ന നിങ്ങളുടെ പ്രത്യേകതയല്ല, നിങ്ങളുടെ അകത്ത് വ്യാപരിക്കുന്ന ഒരു അഭിഷേകമുണ്ട്. ദൈവമായുള്ളൊരു അസാധാരണമായ ഒരു ബന്ധം നിങ്ങളുടെ ഉള്ളിൽ വ്യാപരിക്കുന്നു. മനുഷ്യന്റെ കണ്ണിൽ അത് കാണണം നിർബന്ധമല്ല. ആമേൻ. പിതാവിന്റെ മഹത്വം നിങ്ങളുടെ മേൽ ഇപ്പോൾ ശക്തിയോടെ മൂവ് ചെയ്യാം. ഒരു നിമിഷം എല്ലാവരും പ്രാർത്ഥിച്ചേ. എനിക്കറിയാം ശക്തമായ ചില ദൈവത്തിന്റെ കാര്യം നിങ്ങളുടെ ഇടയിൽ മൂവ് ചെയ്യുന്നു. നിങ്ങളുടെ റൂമിലേക്ക് ദൈവത്തിന്റെ ഗ്ലോറി ഇറങ്ങുക. ഡേവിസ്, എനിക്കറിയത്തില്ല, ആ അഭിഷിക്തന്റെ മേൽ ദൈവം എന്തോ ഇന്ന് നിറയ്ക്കുക. ദൈവത്തിന്റെ സകല ജ്ഞാനവും നിങ്ങളുടെ ഉള്ളിലോട്ട് മൂവ് ചെയ്യുക. താങ്ക് യു ലോർഡ്. നിങ്ങൾ ഇന്ന് തന്നെ ഫോൺ ചെയ്യുക, കുഞ്ഞുങ്ങളെ ബ്ലസ് ചെയ്യുക, അവരിലേക്ക് ജീവൻ വ്യാപരിക്കും നിങ്ങൾ കാണും. നിങ്ങളെ തലമുറയുള്ള, എനിക്കറിയത്തില്ല, നിങ്ങൾക്ക് ഒത്തിരി സ്പിരിച്വൽ ആത്മ മക്കൾ നിങ്ങളുടെ മുമ്പിലുണ്ട്. പക്ഷെ അറിയത്തില്ല ഞാൻ എന്ത് ചെയ്യണ്ടേ. ഇവിടെ നിങ്ങളുടെ നാമിലും നിങ്ങളുടെ ഹൃദയത്തിലും ദൈവത്തിൽ അധികാരം തരാൻ പോകും. പിതാവേ, അങ്ങയുടെ അത്യുന്നതമായ ശക്തി ഇപ്പോൾ ഈ അഭിഷിക്ത കുടുംബത്തിലേക്ക് ഞാൻ ഇമ്പാർട്ട് ചെയ്യുന്നു. ലോകം കാണുന്നതും ദൈവം കാണുന്നതും വ്യത്യാസമുണ്ട്. യെസ് ലോർഡ്, താങ്ക് യു ലോർഡ്. ഞങ്ങൾ ദൈവത്തെ ആരാധിക്കുന്നു. വർഗീസ്, നിങ്ങളെ കുടുംബമായിട്ട് ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുക. അടുത്തിരിക്കുന്ന ആരാ എനിക്കറിയത്തില്ല, ആരായിരിക്കുന്ന അടുത്ത് എനിക്ക് വ്യക്തമായിട്ട് കാണാൻ കഴിയുന്നില്ല. ജസ്റ്റ് ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് ആരാ അടുത്തിരിക്കുന്നേ? വൈഫാണ്, വൈഫാണ്. ഓക്കെ, ഞാൻ പ്രാർത്ഥിക്കട്ടെ. അന്നമ്മ വർഗീസ് അല്ലേ? എന്താ പ്രാർത്ഥിക്കേണ്ടേ? ഇതൊരു വലിയ ദൈവപ്രവൃത്തി എന്തോ പ്രവൃത്തി ആഗ്രഹിക്കുന്നത്? എന്താ സംഭവിക്കേണ്ടത്? അൺമ്യൂട്ട് ചെയ്തോളൂ. എന്താ സംഭവിക്കേണ്ടേ? സോറി അയ്യാ, ഓക്കെ, ഇപ്പൊ കാണുന്നുണ്ട്. ഞാൻ അന്നമ്മ മറിച്ച് ഞാൻ പ്രാർത്ഥിക്കാം. എന്താ ഞാൻ പ്രാർത്ഥിക്കേണ്ടേ? നിങ്ങൾ കരം കോർത്ത് പിടിച്ചേ. ആ കരം കോർത്ത് പിടിക്കുമ്പോ തന്നെ വിടുതൽ സംഭവിച്ചുകൊണ്ടേയിരിക്കും. നിങ്ങൾ പരസ്പരം നിങ്ങൾ അനുഗ്രഹിക്കണം, പ്രോത്സാഹിപ്പിക്കണം. നിങ്ങൾ പരസ്പരം പ്രോത്സാഹിപ്പിക്കണം. യെസ് പിതാവേ, യേശുവിന്റെ നാമത്തിൽ ഒരു പോസിറ്റീവ് എനർജി അവരുടെ മേൽ ഇപ്പോൾ വ്യാപരിക്കട്ടെ. പിതാവിന്റെ മഹത്വം ഈ കുടുംബത്തിലേക്ക് ഇമ്പാർട്ട് ചെയ്യുന്നു. സംഭവിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. നേരത്തെ ഞാൻ എന്തോ നിങ്ങളുടെ ഇടയിൽ ദൈവത്തിന്റെ ആത്മ ഇന്ന് ചെയ്യും. എവിടെയോ സാഹചര്യം നിങ്ങളെ കൊണ്ട് ഇതൊക്കെ പറയിച്ചു, അങ്ങനെ ബ്ലോക്കായി കിടക്കുന്നതിനെ ഇന്ന് അടിച്ചു മാറ്റാൻ പോവാ. ശരീരത്തിന് മേൽ, സൗരുടെ ശരീരത്തിന് മേൽ ഭയങ്കര ദൈവത്തിന്റെ ശക്തി മൂവ് ചെയ്യാൻ പോവാ. ഈ ഷോൾഡറിന്റെ ബാക്കിൽ ഒരു ഭയങ്കര ദൈവത്തിന്റെ ശക്തി മൂവ് ചെയ്യും. ഈ സമയത്ത് ഒരു അത്ഭുതം അവിടെ സംഭവിക്കും. പിതാവേ, അങ്ങയുടെ കര ഇപ്പോൾ നിന്റെ മകളുടെ മേൽ വെക്കുന്നു. അങ്ങയുടെ മഹത്വം ഇപ്പോൾ അവിടെ വെളിപ്പെടട്ടെ. ഞാൻ നേരത്തെ ഒരു സഹോദരിയുടെ പേര് പറഞ്ഞത് അന്നമ്മ, അങ്ങനെയാ തോന്നിക്കുന്നു. ജസ്റ്റ് ഒന്ന് കാണിക്കാം. എവിടെയാ അന്നമ്മ വർഗീസ്? ഒന്ന് ബ്ലസ് പ്രാർത്ഥന ഒരു വാക്ക്. ഞാൻ പെട്ടെന്ന് വചനത്തിന്റെ പ്രചോദന സമയം കഴിഞ്ഞു. അന്നമ്മച്ചി ലൈനിലുണ്ടോ? അന്നമ്മച്ചി ഉണ്ടെങ്കിൽ ഒന്ന് സ്പോട്ട് ചെയ്ത് അന്നമ്മച്ചിയെ. ഞാൻ പ്രാർത്ഥിക്കും. പിതാവേ, ആ അമ്മയുടെ മേൽ അത്ഭുതകരമായ സൗഖ്യം സംഭവിക്കട്ടെ. ഒരു വലിയ ഒരു ദൈവപ്രവൃത്തി അമ്മ ആഗ്രഹിക്കുന്നുണ്ട്. എന്നെ ആരും സഹായിക്കുന്ന രീതിയിൽ കർത്താവിന്റെ കരം ആ സൗകര്യക്ക് വേണ്ടി ചലിക്കാൻ പോവാം. ഞാൻ പെട്ടെന്ന് എന്റെ വചനത്തിൽ മടങ്ങി വരട്ടെ. എനിക്കത് ഇവിടെ ഇപ്പോ 7:40 എനിക്ക് തോന്നിക്കുന്ന 9:15 ആയിരുന്നു അല്ലെ? 9:45 ആണെന്ന്. 9:15. ഓക്കെ, ജസ്റ്റ് ഞാൻ പക്ഷെ കറക്റ്റ് 9:30 നിർത്തിക്കൊള്ളണമെന്ന് അങ്ങനെ നമുക്ക് പ്രത്യേക നിയമമൊന്നുമില്ല. പക്ഷെ അല്പം കൂടെ മുമ്പോട്ട് പോകണമെങ്കിൽ പോകാം, കുഴപ്പമില്ല. ഇല്ല, എന്റെ മെസ്സേജ് അല്പം കഴിയുമ്പോൾ കഴിയും. അതിനുശേഷം
ഞാൻ മെസ്സേജ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ തന്നെ, ഈ മീറ്റിംഗ് അറ്റൻഡ് ചെയ്തിരിക്കുമ്പോ തന്നെ കുടുംബങ്ങളിനകത്ത് ഭയങ്കര വിടുതൽ സംഭവിച്ചുകൊണ്ടിരിക്കുക. അത്ഭുതങ്ങൾ നിങ്ങളുടെ കുടുംബങ്ങളിൽ സംഭവിക്കും. ആമേൻ. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നത് 1 John chapter 4 verse 4, 5:4 വാക്യമുണ്ട്. കുഞ്ഞുങ്ങളെ, നിങ്ങൾ ദൈവത്തെ ജനിച്ചതൊക്കെയും ലോകത്തെ ജയിച്ചിരിക്കുന്നു. Thank you, Lord. Thank you, Jesus. നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവർ ആകുന്നു, അവരെ ജയിച്ചിരിക്കുന്നു. 5:4 ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെയും. കണ്ടിന്യൂ. യേശു ദൈവപുത്രൻ എന്ന് വിശ്വസിക്കുന്നവൻ അല്ലാതെ ആരാകുന്നു ലോകത്തെ ജയിക്കുന്നവൻ? ജലത്താലും രക്തത്താലും വന്നവൻ ഇവനാകുന്നു. മതി. 5:4 വാക്യം, ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെയും ലോകത്തെ ജയിച്ചിരിക്കുന്നു. ലോകത്തെ ജയിച്ച ജയം നമ്മുടെ വിശ്വാസം. ഒന്ന് ശ്രദ്ധിച്ചേ, ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെയും ലോകത്തെ ജയിച്ചിരിക്കുക. ലോകത്തെ ജയിച്ച ജയം എന്തുവാ? നമ്മുടെ വിശ്വാസമാണ്. ഏത് വിശ്വാസം? എന്ത് വിശ്വാസമാണ്? ഞാൻ ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു. ഹല്ലേലൂയ, ആമേൻ. എന്ത് വിശ്വാസമാണ്? ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെയും ലോകത്തെ ജയിച്ചിരിക്കുന്നു. ലോകത്തെ ജയിച്ച ജയമോ? നമ്മുടെ വിശ്വാസം. എന്ത് വിശ്വാസം? ഞാൻ ദൈവത്തിൽ ജനിച്ച വ്യക്തിയാ. ആമേൻ. ഈ ലോകത്തെ ജയിച്ചവനിൽ നിന്ന് ഞാൻ ജനിച്ചിരിക്കുന്നു. അത് തന്നെ. ആമേൻ, ഹല്ലേലൂയ. ഇനി നമ്മളെ ഇന്ത്യയിൽ പോവാൻ 1947 സ്വാതന്ത്ര്യം കിട്ടി. ഇനി നമ്മളെ ബ്രിട്ടീഷുകാർ മുമ്പ് പോയിട്ട് ഇന്ത്യ ജയിക്കുമെന്ന് പറയേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഇന്ത്യയുടെ ഫ്ലാഗ് കാണിച്ചാൽ മതി. ആമേൻ. ജയത്തിന്റെ കൊടിയ. ആമേൻ, ആമേൻ. ഇത്രയും ചില വർഷങ്ങളായിട്ട് പിശാച് നമ്മളെ വെള്ളി വിളിച്ചിരുന്നത് യേശുവിന്റെ നാമത്തിൽ കീഴടങ്ങാൻ പോവാ. യെസ്, താങ്ക് യു ലോർഡ്. ഡെൽഫി, ദൈവത്തിന്റെ മഹത്വം നിങ്ങൾ കാണും. ദൈവത്തിന്റെ മഹത്വം ഈ തലവർ നിങ്ങൾ കാണും. കർത്താവേ, എന്നാ ഞാൻ കുറെ നാളായിട്ട് വായിച്ചു നിങ്ങൾക്ക് ഇല്ല. ഈ വരുന്ന ദിവസങ്ങൾ തന്നെ എപ്പോഴും സംഭവിക്കും പാസ്റ്ററെ. എപ്പോൾ വാ തുറന്ന് പറയുമോ അപ്പോഴും സംഭവിക്കും. ആമേൻ. ജീവൻ നിങ്ങളുടെ നാവിലുണ്ട്. പാസ്റ്റർ, എനിക്ക് ഫ്രീഡം ഇല്ല. ഒന്നും വേണ്ട. അധികാരം തുറക്കുവാനും അടയ്ക്കുവാനും. ആമേൻ. നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിൽ കെട്ടപ്പെടും. നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നതൊക്കെയും സ്വർഗത്തിൽ അഴിയുന്ന ഒരു അധികാരത്തിന്റെ കൈമാറ്റം നിങ്ങളിലോട്ട് ഇപ്പൊ മൂവ് ചെയ്യുക. ഡെൽഫി, ഗെറ്റ് റെഡി, ഗെറ്റ് റെഡി. ആമേൻ. നിങ്ങളുടെ അകത്ത് ഭയങ്കര വെളിപ്പാടുണ്ട്. ദൈവത്തെ കുറിച്ച് ഭയങ്കരമായ വെളിപ്പാടുണ്ട്. പക്ഷെ ആ വെളിപ്പാട് അങ്ങനെ ഇരിക്കാണ്ടല്ല, ദൈവശക്തിയായിട്ട് അത് മാനിഫെസ്റ്റ് ചെയ്യണം. ദൈവശക്തിയായിട്ട് മാനിഫെസ്റ്റ് ചെയ്യണം. ഡയാന, ഇന്നൊരത്ഭുതം പ്രതീക്ഷിക്കുന്നുണ്ടോ? ഇന്ന്, നാളെ അല്ല, ഇന്ന്. യെസ്, നിങ്ങളുടെ കരങ്ങളിൽ ദൈവത്തിന്റെ അധികാരം വ്യാപരിക്കാൻ പോവാം. കൈ മുമ്പോട്ട് നീട്ടി, കൈ മുമ്പോട്ട് നീട്ടിയേ. നിങ്ങളുടെ കയ്യിലേക്ക് ദൈവിക അധികാരം മൂവ് ചെയ്യാൻ പോയി. യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്നുണ്ടോ? ഞാൻ പ്രാർത്ഥിക്കുമ്പോ തന്നെ നിങ്ങളുടെ കയ്യിൽ ദൈവത്തിന്റെ ശക്തി, ആ ഹെവിനെസ് ഫീൽ ചെയ്യും. എത്ര വാസ്തവമായിട്ട് ആഗ്രഹിക്കും നിങ്ങളുടെ കരങ്ങളിൽ ദൈവത്തിന്റെ ശക്തി തിരിച്ചറിയാനായിട്ട്. തോന്നിക്കുകയല്ല, ചിന്തിക്കുകയല്ല. നമ്മൾ ഞാൻ പറയുന്നത് വ്യക്തമായി നിങ്ങളുടെ കരങ്ങളിൽ ദൈവദൂതൻ സ്പർശിക്കുന്ന സ്പർശന അനുഭവിക്കാൻ കഴിയും. താങ്ക് യു ലോർഡ്. ഡയന, ആ കയ്യിലേക്ക് ദൈവത്തിന്റെ അധികാരത്തിന്റെ കൈമാറ്റം സംഭവിക്കും. പിതാവ് യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവരെ കരം നീട്ടിയാട്ടെ. ഒരു ദൈവിക അധികാരത്തിന്റെ കൈമാറ്റം ഇപ്പോൾ നിന്റെ മകളോട് മൂവ് ചെയ്യട്ടെ യേശുവിന്റെ നാമത്തിൽ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. സ്വീകരിക്കുക. യേശുവിന്റെ നാമത്തിൽ ശക്തമായിട്ട് ദൈവിക അധികാരത്തിന്റെ കൈമാറ്റം വിശ്വസിക്കുന്നതോടെ ഇപ്പോൾ വ്യാപരിക്കട്ടെ. വിശ്വസിക്കുന്ന ദൈവത്തിന്റെ മക്കളോട് വ്യാപരി യേശുവിന്റെ നാമത്തിൽ. നിങ്ങളുടെ കുടുംബത്തിലുള്ള രോഗികളെ സൗഖ്യമാക്കുവാൻ നിങ്ങളിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയും. അധികാരം നിങ്ങളുടെ കരങ്ങളിലോട്ട് മൂവ് ചെയ്യുക.
സിസ്റ്റർ ഡയനെ കാണുന്നില്ല, ഇപ്പോൾ ഞാൻ ഭാഗത്ത് കാണുന്നില്ല. പക്ഷേ ദൈവത്തിന്റെ അദൃശ്യമാകുന്ന കരം, യെസ്, ഞാൻ കാണുന്നു. സ്വീകരിക്കുക, സ്വീകരിക്കുക. താങ്ക് യു ലോർഡ്. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. താങ്ക് യു ജീസസ്. വ്യാപരിക്കട്ടെ. ഇന്ന് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്ന ആരുടെയൊക്കെയോ മേൽ എന്തൊക്കെയോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു, എന്തൊക്കെയോ സംഭവിച്ചിരിക്കുന്നു. നിരാശകൾ, പരാജയങ്ങൾ നിങ്ങളുടെ മുമ്പിൽ കീഴടങ്ങുക. താങ്ക് യു ലോർഡ്. യേശുവിന്റെ നാമത്തിൽ ആരാധിക്കുക, ആരാധിക്കുക. നിങ്ങളുടെ മേൽ അത്യന്തമായി ശക്തി വ്യാപരിക്കുന്നുണ്ട്. ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെയും ലോകത്തെ ജയിച്ചിരിക്കുന്നു. യെസ് കുഞ്ഞുങ്ങളെ, നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാ, നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാ. ഹല്ലേലൂയ. ഈ വെളിപ്പാട് നിങ്ങളുടെ അകത്ത് മൂവ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ മക്കളെങ്കിൽ നിങ്ങൾ അവകാശികളാണ്. അവകാശി മൗനമായിരിക്കാനല്ല, അവകാശി സകലത്തിന് യജമാനന. വാഴുക. എല്ലാ വാഴ്ചകൾക്കും എല്ലാ അധികാരത്തിനും തലയ ക്രിസ്തുവിൽ നിങ്ങൾ പരിപൂർണരാ. ആ ശക്തി യേശുവിന്റെ നാമത്തിൽ ഈ വചനത്തിന്റെ ജീവൻ ഇപ്പോൾ അതിന്റെ മക്കളിലേക്ക് ഇൻപാർട്ട് ചെയ്യുന്നു. യേശുവിന്റെ നാമത്തിൽ സ്വീകരിക്കുക, യേശുവിന്റെ നാമത്തിൽ സ്വീകരിക്കുക. ഈ മീറ്റിംഗ് കഴിയുമ്പോഴേക്കും ഹല്ലേലൂയ, നിങ്ങൾ സാധാരണ വ്യക്തിയായിരിക്കത്തില്ല, ക്രിസ്തുവിനുള്ള പുതിയ മനുഷ്യൻ. ആമേൻ. എങ്ങനെ ഏക മനുഷ്യന്റെ അനുസരണം കഴിഞ്ഞാൽ സകല മനുഷ്യന് പാപികളായി തീർന്നത് പോലെ ഏകന്റെ അനുസരണത്താൽ, യേശു ക്രിസ്തുവിന്റെ അനുസരണത്താൽ സകലരും നീതിമാന്മാരായി തീർന്നിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്ന പോലെ ദൈവത്തിന്റെ മക്കളുടെ മേൽ ദൈവത്തിന്റെ അത്യന്തമായി ശക്തി വ്യാപരിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ പിതാവേ, ഇപ്പോൾ ദൈവത്തിന്റെ ഗ്ലോറി മക്കളിലേക്ക് പിതാവ് മാനിഫെസ്റ്റ് ചെയ്യട്ടെ. ദൈവത്തിന്റെ മഹത്വം ഞങ്ങളുടെ മക്കളുടെ മേൽ ഇപ്പോൾ വെളിപ്പെട്ടൊരുമാറൊക്കെ ദൈവമേ. വിശ്വസിക്കുന്നവരുടെ മേൽ അവരെ കരങ്ങളിൽ കൂടെ. ഹല്ലേലൂയ. എത്ര പേര് വാസ്തവ ദൈവത്തിന്റെ മഹത്വം കാണാൻ ആഗ്രഹിക്കും അറിയത്തില്ല. താങ്ക് യു ലോർഡ്. ഞാൻ ഒരിക്കൽ മഹത്വത്തിന്റെ പ്രത്യാശ ക്രിസ്തു നിങ്ങളിരിക്കുന്നുള്ള ആ വചനം ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോ തന്നെ ഹല്ലേലൂയ കേട്ട ഒരു 65 പേരുണ്ട്. അവരുടെ മേലെ എല്ലാം ദൈവത്തിന്റെ ശക്തി ഇറങ്ങി. പലരും മണിക്കൂർ 6-8 മണിക്കൂർ കഴിഞ്ഞിട്ടാ മടങ്ങി ഭൂമിയിലേക്ക് വരുന്നത്. ഹെവൻലി വിസിറ്റേഷൻ. അവരെല്ലാം ശുശ്രൂഷയിലാണ്. ശക്തമായ ദൈവീ ഇടപെടൽ. യൗവനക്കാർ, ഒരു കൂട്ടം യൗവനക്കാർ മൊബൈൽ ഫോൺ അടിമകളായിരുന്നു. അവരെ അതിന്റെ അഡിക്റ്റഡ് ആയിരുന്നവരെല്ലാം ആ നിമിഷം മുതൽ ആരും പറയാതെ പുതിയ സൃഷ്ടിയാകുന്നത് പോലെ അമേൻ ആ ദൈവ സാന്നിധ്യം അമേൻ അവരുടെ മേൽ മാനിഫെസ്റ്റ് ചെയ്തപ്പോൾ അവർ ക്രിസ്തുള്ള വേറൊരു വ്യക്തിയായിട്ട് മാറി. അതുപോലെ എന്തോ ഒരു ശക്തമായ ഒരു സ്പിരിച്വൽ ഇമ്പാർട്ടേഷൻ വ്യാപരിച്ചുകൊണ്ടിരിക്കുക. എനിക്കറിയാം വചനം ഞാൻ നിങ്ങളുടെ സംസാരിക്കുന്നത് വചനമായിട്ടല്ല, ആത്മാവിന്റെയും ശക്തിയുടെയും ഒരു വെളിപ്പെടുത്തല. അത് നിങ്ങളുടെ മേലെ അത് മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. യേശുവിന്റെ നാമത്തിൽ അവൻ നിങ്ങളിൽ വ്യാപരിക്കുന്ന ദൈവശക്തി. എനിക്കറിയാം ഇന്ന് ഈ വചനം സംസാരിച്ചിരിക്കുമ്പോ തന്നെ നിങ്ങളുടെ അകത്ത് ആത്മാവിന്റെ തീ മൂവ് ചെയ്യുന്നുണ്ട്. ക്രിസ്തുവിന്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രദീപിക്കുന്ന ഒരു കൂട്ടം. ജിഷ അനിൽ ഹല്ലേലൂയ. ആമേൻ. ഇനി പരാജയമല്ല, നിങ്ങളുടെ കരങ്ങളിലേക്ക് ദൈവത്തിന്റെ ശക്തിയെ മൂവ് ചെയ്യുന്നേ. നിങ്ങൾ കരം ഉയർന്ന് ദൈവത്തോട് പറയുമ്പോൾ ആമേൻ ദൈവത്തിന്റെ അധികാരം നിങ്ങൾ ഉപയോഗിക്കും. ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുള്ള ദൈവിക അധികാരം, സൃഷ്ടിപ്പിന്റെ ശക്തി നിങ്ങളുടെ നാവിൽ ഉണ്ട് എന്ന് പറഞ്ഞാൽ ആമേൻ പറഞ്ഞ് സ്വീകരിക്കാൻ തയ്യാറാണ്. നമ്മുടെ പ്രത്യേകതയല്ല. ഹല്ലേലൂയ. നമ്മുടെ പ്രത്യേകതയല്ല. ആരും നിങ്ങളെ മാനുഷികമായ പരിഗണന നിങ്ങളോട് ഇല്ല. പൗലോസ് പറയുന്നത്, ഞാൻ ക്രിസ്തുവിനെ ഒരിക്കൽ ജഡപ്രകാരം അറിഞ്ഞിരുന്നുവെങ്കിലും ഇനിമേൽ ജഡത്തിലുള്ള ക്രിസ്തുവിനെ ഞാൻ അറിയുന്നില്ല. കാരണം ഒരുവൻ ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടിയാണ്. ഞാൻ ജഡത്തിലുള്ള
VK ഫിലിപ്പിനെ എനിക്ക് അറിയത്തില്ല, പക്ഷേ ക്രിസ്തുവിലുള്ള ഒരു അഭിഷിക്തനെ ഞാൻ അറിയുന്നു. യെസ്, VK ഫിലിപ്പ് എന്ന് പറയുന്ന ജഡത്തിലുള്ള ഒരു വ്യക്തി എനിക്ക് അറിയത്തില്ല, പക്ഷേ ക്രിസ്തുവിനുള്ള നിങ്ങളുടെ സാധ്യത, ക്രിസ്തുവിന് എന്തെല്ലാം സാധ്യത ഉണ്ട്, എല്ലാം ക്രിസ്തുവുള്ള നിങ്ങൾക്കും സാധ്യതയാണ്. ഓ റീഖബാനദേ, ഹല്ലേലൂയ, ആമേൻ. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം എന്ന് പൗലോസ് പറഞ്ഞ് എഴുതി വെച്ചു. നമുക്ക് കാണാതെ പഠിക്കാനുള്ളതല്ല, നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ളതാണ്. മിസ്റ്റർ ഫിലിപ്പ്, ആമേൻ. പലപ്പോഴും നമ്മളെ ജ്ഞാനവും ശക്തിയും ബലം കൊണ്ട് എന്തെങ്കിലും സംഭവിക്കും പ്രതീക്ഷിക്കുന്നോ? ഇത് നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ, യെസ്, നാം ചോദിക്കുന്നതിലും നമ്മൾ നനയ്ക്കുന്നതിലും അത്യന്തപരമായി ദേശങ്ങളും നിങ്ങളുടെ മേൽ അധികാരമുണ്ട് എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ ഫിലിപ്പ് എന്ന വ്യക്തിക്ക് ബുദ്ധിമുട്ടാ. പക്ഷെ ഞാൻ പറയുന്നു, നിങ്ങളിൽ വ്യാപരിക്കുന്ന അഭിഷേകത്തിന് സാധിക്കും. ഒറ്റ വിശ്വാസം, ഞാൻ ദൈവത്തിൽ ജനിച്ചിരിക്കുന്നു. ദൈവത്തിൽ ജനിച്ചതൊക്കെയും ലോകത്തെ ജയിച്ചിരിക്കുന്നു. ലോകത്തെ ജയിച്ച ജയം നമ്മുടെ വിശ്വാസം. എന്ത് വിശ്വാസം? യെസ് അജി, കേസ്, സൗദി അറേബ്യ, ആമേൻ. ഞാൻ ദൈവത്തിൽ ജനിച്ചു എന്നുള്ള ഒരൊറ്റ വിശ്വാസം മതി. എന്ന് ദൈവത്തിൽ ജനിച്ചോ അന്ന് മഹത്വത്തിന്റെ പ്രത്യാശ ക്രിസ്തു നിങ്ങളുടെ അകത്ത് വന്നു. പിന്നെ എന്തുകൊണ്ടാ പാസ്റ്റേ പരാജയങ്ങൾ ഉണ്ടാക്കുന്നേ? പിശാചിന് നിങ്ങളെ ഭയമാ, പൈശാചിക മണ്ഡലം നിങ്ങളെ ഭയമാ. നിങ്ങൾ എഴുന്നേറ്റാൽ പൈശാചിക കോട്ട തകർക്കുമെന്നറിയാം. അതുകൊണ്ടാണ് ഒന്ന് മാറി പ്രശ്നം വരുന്നേ. പ്രശ്നങ്ങളെ കണ്ട് നിങ്ങൾ ഭയക്കുന്നു, നിങ്ങളെ കണ്ട് പിശാചി പേടിക്കും. പറയൂ, യെസ്, എന്നിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവൻ. കാര്യം എന്താ? ഞാൻ അവന് ജനിച്ചവനാ. ലോകത്തെ ജയിച്ചവനെന്നാ ഞാൻ ജനിച്ചിരിക്കുന്നത്. പിതാവേ, അങ്ങയുടെ അത്യുന്നതമായ ശക്തി ഇതിന്റെ പാലിലോട്ട് വ്യാപരിക്കട്ടെ. ഈ രാത്രി മുതൽ ചരിത്രം മാറുന്നത് പോലെ ഒരു 180 ഡിഗ്രി കാര്യങ്ങൾ തിരിഞ്ഞു വരാൻ പോകുന്ന സ്തോത്രം. ഇന്ന് വരെ ഇനി കഴിയത്തില്ല എന്നോ തോന്നിയതിനെ സാധിപ്പിക്കുന്ന ഒരു ദൈവശക്തി, സാധിപ്പിക്കുന്ന ഒരു ദൈവശക്തി, വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ആ ദൈവശക്തിയുടെ അളവറ്റ വലിപ്പം ഇപ്പോൾ അജിയുടെ മേൽ വ്യാപരിക്കട്ടെ. സ്വീകരിക്കുക യേശുവിന്റെ നാമത്തിൽ. സ്വീകരിക്കുക. ജിഷ, ഗെറ്റ് റെഡി. ദൈവത്തിന്റെ മഹത്വം ആരുടെ മേലൊക്കെയോ ഇങ്ങനെ മൂവ് ചെയ്തോണ്ടിരിക്കുക. ആരൊക്കെ പ്രാർത്ഥിക്കർത്താവേ, ഇന്ന് ദൈവം അങ്ങയുടെ മഹത്വം എനിക്കിന്ന് കാണണം. ആശ എബി, യെസ്. ഇതെങ്ങനെ സംഭവിക്കും? ഇതെങ്ങനെ സംഭവിക്കും അറിയത്തില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാ, അത്യുന്നതൻ നിങ്ങളുടെ മേൽ നേടിടും. ഓ, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരും. അപ്പോൾ ഒരു അത്ഭുതം സംഭവിക്കും. ഒത്തിരി കാര്യങ്ങളുണ്ട് പാസ്റ്റർ, പക്ഷെ എനിക്ക് അറിയത്തില്ല എങ്ങനെയാന്ന്. അറിയണ്ട. മറിയ ചോദിച്ചു, ദൂതനോട് ചോദിച്ചു, ദൂതൻ അത് എങ്ങനെ സംഭവിക്കും? ദൂതന് മനസ്സിലായി, മാനുഷിക ചിന്തയെ കൊണ്ടിരിക്കുന്ന പുരുഷൻ അറിയാത്ത ഞാൻ എങ്ങനെ മകനെ പ്രസവിക്കും? അത് മാനുഷികമാണ്. പക്ഷെ ദൈവത്തിന്റെ മഹത്വം വേറെയാ. ദൈവം പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ മേൽ നിഴലിടും. ഒരു സ്പിരിച്വൽ എൻകൗണ്ടർ നിങ്ങളുടെ മേൽ സംഭവിക്കും. നിങ്ങൾ ആഗ്രഹിക്കുന്നു, കർത്താവേ, യെസ്, ചരിത്രം മാറ്റിയിടുന്ന ഒരു അധികാരം. എനിക്കരുത് നിങ്ങൾ ആരാന്ന് എനിക്കരുതില്ല, പക്ഷേ നിങ്ങളുടെ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ആമേൻ, അടുത്തൊരു തലമുറയെ അഭിഷേകം ചെയ്യാനുള്ള അധികാരം നിങ്ങളുടെ മേലുണ്ട്. ഒരു പുതിയ തലമുറ ക്രിസ്തുവിന് വേണ്ടി പുറത്തെടുക്കാനുള്ള ദൈവിക അധികാരം ദൈവം നിങ്ങളുടെ മേൽ ഭാരം ധരിക്കുക. വിശ്വസിക്കുക, സ്വീകരിക്കുക. താങ്ക് യു ജീസസ്.
താങ്ക് യു ലോർഡ്. നിങ്ങളുടെ അറിവിനുണ്ട് ഞാൻ വീണ്ടും പറയാ, എന്നും നിങ്ങൾ സ്നാനപ്പെട്ടോ, എന്ന് യേശുവിന്റെ കൂടെ നിങ്ങളെ ഉയർത്തെഴുന്നേറ്റ് സ്വർഗ സ്ഥലങ്ങളിൽ ഇരുത്തിയിരിക്കുന്നു, ആ നിമിഷം മുതൽ നിങ്ങൾക്ക് വിരോധവും പ്രതികൂലമായിരുന്ന കൈയെഴുത്ത് വായിച്ചു. ആമേൻ. നിങ്ങൾക്ക് വിരോധവും പ്രതികൂലമായ കൈയെഴുത്ത് വായിച്ചു. എത്ര വലിയ ആഭിചാരമായിരുന്നോ, എത്ര വലിയ ശാപശക്തിയാണോ. ആമേൻ. ആരുടെ ശാപം എനിക്ക് അറിയണം നിർബന്ധമല്ല. ഒരുപക്ഷെ 3 or 4 തലമുറകളുടെ ശാപമായിരിക്കാം. പക്ഷെ ബൈബിള് പറയുന്നത് യേശുവിനെ മരിച്ചയുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച അതേ ആത്മാവിന്റെ ശക്തി നിങ്ങളുടെ മേൽ വ്യാപരിക്കുക. അതുകൊണ്ട് നിങ്ങൾക്ക് വിരോധവും പ്രതികൂലമായ സകല കൈയെഴുത്തുകളും വായിച്ചു, ക്രൂസിൽ തറച്ചു, ബ്ലാങ്ക്. പഴപ്പോലും അതിന്റെ ലക്ഷണം കാണിയും, പക്ഷെ വിശ്വസിക്കരുത്. ഇത് ദൈവത്തിന്റെ മഹത്വം നിങ്ങളിലോട്ട് വ്യാപരിക്കാൻ പോവാ. ഒരു നിമിഷം എല്ലാവരും പ്രാർത്ഥന തുടങ്ങേണ്ടേ. ആ ഷൈബ് നിങ്ങൾ കരം കോർത്ത് പിടിച്ച് പ്രാർത്ഥിച്ചു. നിങ്ങൾ കരം കോർത്ത് പിടിച്ച്, നിങ്ങളെ കരം കോർത്ത് പിടിച്ച് നിങ്ങൾ അന്യനെ ബ്ലസ് ചെയ്തേ. പറയാ, ഭാര്യയെ നോക്കിയിട്ട് പറയാം, മോളെ നീ ഒരു അനുഗ്രഹമാണ്, നീ എനിക്കൊരു അനുഗ്രഹമാണ്. നിങ്ങൾ പരസ്പരം അങ്ങനെ പറയൂ. അച്ഛാ, നമ്മളെ മുമ്പിൽ നിൽക്കുന്ന കാര്യം നോക്കിക്കഴിഞ്ഞാൽ നടക്കുന്നില്ല, പക്ഷെ നമ്മുടെ അകത്ത് വ്യാപരിക്കുന്ന ദൈവത്തിന്റെ ഒരു സംഭവമുണ്ട്. നിങ്ങളുടെ മേൽ വേദത്തിന്റെ ഒരു വാക്യമുണ്ട്, നിങ്ങളുടെ വിളിയാനുള്ള ആശ. യെസ്, ആമേൻ. ദൈവത്തെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെ ആത്മാവ് മൂവ് ചെയ്യുമ്പോൾ നമ്മുടെ ഹൃദയത്തിന്റെ ദൃഷ്ടി പ്രകാശിക്കാൻ തുടങ്ങും. യെസ്, അപ്പോഴാ മനസ്സിലാവുന്ന, കർത്താവേ, എന്റെ വിളിയാനുള്ള ആശ എത്ര ഭയങ്കരമാണല്ലോ. എന്നും നിങ്ങൾ അങ്ങനെ തിരിച്ചറിയുന്നുണ്ടെങ്കിൽ അന്ന് നമുക്ക് മനസ്സിലാകും വിശുദ്ധന്മാർക്കുള്ള അവകാശത്തിന്റെ മഹിമാധനം എന്നിൽ നിക്ഷിപ്തമായിരിക്കുക. എനിക്കറിയാം, ഞാൻ ഇത് പറയുമ്പോ തന്നെ വിശുദ്ധന്മാരുടെ അവകാശത്തിന്റെ മഹിമാധനം പറയുമ്പോ തന്നെ നിങ്ങളുടെ അകത്തോട്ട് ഒരു തീ വ്യാപരിക്കുന്നത്, ആരുടെയൊക്കെയോ മുകളിൽ ഒരു തീ വ്യാപരിക്കുന്ന പോലെ. ഓ വിശുദ്ധന്മാർക്കുള്ള അവകാശത്തിന്റെ മഹിമാധനം അത് തിരിച്ചറിയണമെങ്കിൽ നിങ്ങളിൽ വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്ന് ഗ്രഹിക്കണം. ആമേൻ. മഹത്വത്തിന്റെ പ്രത്യാശ ക്രിസ്തു എന്നിൽ വസിക്കുന്നു പറയുകയല്ല. ആമേൻ. വിശ്വസിക്കുന്ന എനിക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഏതാ? വിശുദ്ധന്മാർക്കുള്ള അവകാശത്തിനായി എന്റെ ദൈവനെ പ്രാപ്തനാക്കിയിരിക്കുക. ആമേൻ, ആമേൻ. നഷ്ടപ്പെട്ടതിനെ ഇന്ന് ഞാൻ തിരിച്ചുകൊണ്ടുവരാൻ പോവാ. നഷ്ടപ്പെട്ടതിനെ ഞാൻ തിരിച്ചുകൊണ്ടുവരാൻ പോവാ. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിച്ചു തുടങ്ങിക്കും. നഷ്ടപ്പെട്ട നിങ്ങളുടെ നാളുകളെ മടക്കി വരുത്താൻ പോവാ. സമ്പത്തിനെ, ആരോഗ്യത്തെ, കുടുംബ ബന്ധങ്ങളെ, ഈ 4 മേഖലകളെ ഞാൻ വിളിച്ചു വരുത്താൻ പോവാ. വിശ്വസിക്കുന്ന നിങ്ങളിലേക്ക് നഷ്ടപ്പെട്ട നിങ്ങളുടെ കാലങ്ങൾ, സമ്പത്ത്, ആരോഗ്യം, ബന്ധങ്ങൾ, യെസ്, അത് വരുമോ? വരും, നിശ്ചയം. കാരണം നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിക്കാത്തൊരു ഭയങ്കര പ്രത്യാശയുണ്ട്. നിങ്ങളെ വിളിച്ചവൻ വിശുദ്ധനായതുകൊണ്ട് നിങ്ങളെ വിളിയും വിശുദ്ധമാണ്. അതുകൊണ്ട് തന്നെയാണ് വിശുദ്ധന്മാരുടെ അവകാശത്തിന് നിങ്ങളെ പ്രാപ്തരാക്കിയത്. നിങ്ങളെ വിശുദ്ധന്മാരായതുകൊണ്ടല്ല, നിങ്ങളെ വിളിച്ചവൻ വിശുദ്ധനായതുകൊണ്ടും വിശ്വസ്തനായതുകൊണ്ടും. ഞാൻ വീണ്ടും പറയാം, നിങ്ങളെ വിളിച്ചവൻ വിശുദ്ധനാണെങ്കിൽ നിങ്ങളെ വിളിക്കുന്ന വിളിയും വിശുദ്ധ വിളിയാണ്. അങ്ങനെയാണെങ്കിൽ വിശുദ്ധന്മാരുടെ അവകാശത്തിനായി ദൈവം നിങ്ങളെ പ്രാപ്തരാക്കിയിരിക്കുക. യെസ്, പ്രാപ്തി ഉണ്ടായിട്ടല്ല, യോഗ്യത ഉണ്ടായിട്ടില്ല, യോഗ്യരാക്കിയിരിക്കുക. പറഞ്ഞേ, വിശുദ്ധന്മാർക്കുള്ള അവകാശത്തിനായി എന്റെ പിതാവ് ദൈവം എന്നെ പ്രാപ്തനാക്കി. എവിടെ നിന്നാ? ഇരുട്ടിന്റെ അധികാരത്തിനെ വിടുവിച്ച് തന്റെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിനാക്കി വെച്ചിരിക്കുക. കർത്താവിന്റെ കൂടെ എന്നെ ഇരുത്തിയിരിക്കുക. തോമസ് സെബാസ്റ്റ്യൻ, ഞാൻ നിങ്ങളെ കുറിച്ച് പ്രവചിച്ചുകൊണ്ടിരിക്കുന്നത്. യെസ്, നിങ്ങൾ അവിടെ ഇരുത്തിരിക്കുന്നേ. അതുകൊണ്ട് ചെറിയ കാര്യങ്ങളല്ല ചിന്തിക്കേണ്ടത്, ലോകത്തുള്ള പരാജയമല്ല ചിന്തിക്കേണ്ടത്. നിങ്ങൾ സ്നാനത്താൽ അവനോട് കൂടെ ഉയർത്തെഴുതി സ്വർഗത്തിൽ ഇരുത്തിരിക്കുന്നു എങ്കിൽ ഉയരത്തുള്ളതിനെ ചിന്തിക്കുക. പരാജയങ്ങൾ, നിരാശയല്ല, രോഗമല്ല, തകർച്ചയല്ല, നഷ്ടമല്ല ചിന്തിക്കേണ്ടത്.
ഉയരത്തിലുള്ളത് എന്താ? സകലത്തിലും എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്നതിന്റെ നിറവ എന്നിൽ വസിക്കുന്നത്. ഉയരത്തിലുള്ള തൊഴിലിനെ ചിന്തിച്ചു കൊള്ളുക. നഷ്ടപ്പെട്ട കാലങ്ങളെ കർത്താവ് ഇന്ന് രാത്രി നിങ്ങളിലേക്ക് മടക്കി വരുന്ന വിശ്വസിക്കുന്ന നിങ്ങളിൽ ഒരു വ്യാപാരി. എനിക്കറിയത്തില്ല, ഞാൻ സംസാരിച്ച ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത് വിശുദ്ധന്മാരുടെ അവകാശം, വിശുദ്ധന്മാരിൽ തന്റെ അവകാശത്തിന്റെ മഹിമാധനം. നമ്മൾ വിശുദ്ധന്മാരാണോ? അല്ല. ഞാൻ വീണ്ടും ജനിച്ചത് വിശുദ്ധനിൽ നിന്നാ. വിശുദ്ധനിൽ നിന്നും അശുദ്ധൻ ജനിക്കാറില്ല. ആമേൻ. ദൈവത്തിൽ നിന്ന് ഏതെങ്കിലും അശുദ്ധൻ ജനിച്ചിട്ടുണ്ടോ? ഇല്ല. നിങ്ങൾ ദൈവത്തിൽ ജനിച്ചവരാണോ? നിങ്ങൾ വിശുദ്ധന്മാരാ. വിശുദ്ധന്മാരുടെ അവകാശത്തിന്റെ മഹിമാധനം നിന്ന് തിരിച്ചറിയണം. തിരിച്ചറിഞ്ഞാൽ വിശ്വസിക്കുന്ന നിങ്ങളിൽ കൂടെ വ്യാപരിക്കുന്ന ഒരു ദൈവശക്തിയുണ്ട്. അത് യേശുവിൽ വ്യാപരിച്ചിട്ട് അവരെ മരിച്ചവിടെ എഴുതി ഉയർപ്പിച്ച അതേ ആത്മശക്തി ഇപ്പോൾ നിങ്ങളിൽ വാസം ചെയ്യുക. ഉറങ്ങിക്കിടക്കണമെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ ആ ശക്തി കൊണ്ട് നിങ്ങളുടെ കിടക്കുന്ന നിർജ്ജീവമായി കിടക്കുന്ന മേഖലകളെ, ആമേൻ, മരിച്ചുപോയത് ചിന്തിക്കുന്ന കാലങ്ങളെ, സമ്പത്തുകളെ, സമയങ്ങളെ, ഹല്ലേലൂയ, ബന്ധങ്ങളെ മടക്കി വരുത്തുന്നു. നിങ്ങളിൽ വ്യാപരിക്കുന്ന അതേ ശക്തി, യേശുവിനെ മരിച്ചടയിൽ നിന്ന് ഉയർപ്പിച്ച അതേ ശക്തി കൊണ്ട് തന്നെ വിശ്വസിക്കാമോ? എന്നെ കുറിച്ചാ പ്രവചിക്കുന്നേ. നോബൽ പേര് പറഞ്ഞില്ല നീ അടിച്ചെന്ന് ആരും മൗനമായിട്ടിരിക്കണ്ട. ഞാൻ നിങ്ങളെ കുറിച്ച് മാത്രം പ്രവചിക്കുന്നത്. ഇന്ന് ഇതിൽ കാണുന്ന 98 വിൻഡോസിൽ കൂടെ ഉള്ളവർക്ക് മാത്രം ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. Thank you, Lord. അനിത ജോസ്, ആമേൻ. എല്ലാ വാഴ്ചകൾക്കും എല്ലാ അധികാരത്തിനും തലയായ ക്രിസ്തുവിൽ അനിത ജോസ് പരിപൂർണയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആമേൻ പറഞ്ഞ് സ്വീകരിക്കാമോ? അങ്ങനെയാണെങ്കിൽ ഇന്ന് തൊട്ട് നിങ്ങൾ കാണാനായിട്ട് കഴിയും. സാത്താൻ മിന്നൽ പോലെ വീഴുന്ന ഒന്നൊന്നായിട്ട് കീഴടങ്ങുന്ന കാണാനായിട്ട് കഴിയും. നമ്മളെ പ്രത്യേക യോഗ്യത കൊണ്ടൊന്നും നിങ്ങൾ പ്രവർത്തിക്കരുത്. നമ്മൾ ഫെയിൽ ആകും. നമ്മുടെ വിളിച്ചവന്റെ വിളിയുണ്ടല്ലോ, വിശുദ്ധ വിളി. പത്രോസിൽ പറയുക, ഓ ആമേൻ, ഹല്ലേലൂയ, തന്റെ മഹത്വത്താലും തന്റെ വീര്യത്താലും നമ്മെ വിളിച്ചവന്റെ പരിജ്ഞാനത്താൽ അവന്റെ ദിവ്യ ശക്തി എന്തുവാ? നമ്മുടെ ജീവനും നമ്മുടെ ഭക്തിക്കും ആവശ്യമാതെല്ലാം നൽകിയിരിക്കുക. ആ വിളിക്കകത്തേക്ക് സകലതും നൽകിയിരിക്കാന്ന് നമ്മൾ അറിയാത്തത് കൊണ്ടാണ് വാഗ്ദത്തത്തിന് വേണ്ടി കാത്തിരിക്കുന്നത്. നോ, നിങ്ങൾ മക്കളാ, അവകാശിയ. ഇന്ന് രാത്രി നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് വാഴുക. മോളം മേലെ കൈ ചെയ്യുന്നില്ലേ? എന്ത് നിങ്ങളുടെ ഹൃദയത്തിൽ കൂടെ പുറപ്പെടുന്നു? ഞാൻ വിശ്വസിക്കുന്നു നമ്മുടെ തലമുറ കർത്താവിന്റെ വരവ് താമസമെങ്കിൽ ക്രിസ്തുവിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായിരിക്കണം. യെസ്, നിങ്ങളുടെ ഹൃദയത്തിൽ ദൈവത്തിന്റെ വെളിപ്പാട് റിലീസ് ചെയ്യാൻ. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ അടുത്തുണ്ടെങ്കിൽ അവരുടെ മേൽ കവിച്ച് പ്രാർത്ഥിക്കുക. ഇല്ലെങ്കിൽ പേര് പറഞ്ഞ് ബ്ലസ് ചെയ്യുക. ദൈവത്തിന്റെ മക്കളായിരിക്കണം. ആമേൻ. ക്രിസ്തുവിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായിരിക്കണം. ഇത് അന്ത്യനാഴികയായിരിക്കാം. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ മരിച്ചവരെ ഉയർപ്പിക്കണം, ഭൂതങ്ങളെ പുറത്താക്കണം, രോഗികളെ സൗഖ്യമാക്കണം, അസാധാരണ വീര്യപ്രവൃത്തി ചെയ്യണം. ദൈവത്തിന്റെ മക്കളെന്ന് ലോകത്ത് വെളിപ്പെടുത്തണം. നിങ്ങളുടെ കുഞ്ഞുങ്ങളിലേക്ക് സ്പിരിച്വൽ എൻകൗണ്ടർ ഉണ്ടാവും. ദൂതന്മാർ കുഞ്ഞുങ്ങളോട് സംസാരിക്കുന്നത് പറയും. ഞാൻ ഇന്നലെ ശബ്ദം കേട്ടിരിക്കും, അറിയത്തില്ല, പക്ഷേ ഭയങ്കര സമാധാനം തോന്നി. വിശ്വസിക്കുക, ഈ ദിവസങ്ങളിൽ അവരെ ഡിവൈൻ എൻകൗണ്ടർ നിങ്ങളുടെ ഭവനങ്ങളിലേക്ക് മൂവ് ചെയ്യും. ഒറ്റ കാര്യം, നിങ്ങൾ മക്കൾ വിശുദ്ധനിൽ നിന്ന് ജനിച്ചിരിക്കുന്നത് കൊണ്ട് നിങ്ങളുടെ മേൽ വ്യാപരിക്കുന്ന ആ വിശുദ്ധ വിളിയുണ്ടല്ലോ, അത് വിശ്വസിക്കുമ്പോൾ അറിയാം. വിശുദ്ധന്മാർക്കുള്ള അവകാശത്തിന്റെ മഹിമാധനം, സകല അധികാരവും ക്രിസ്തുവിനുള്ള സകലതും. അതുകൊണ്ടാ പൗലോസ് പറയുന്നത്, തലമുറകൾക്ക് മറഞ്ഞു കിടന്ന്, ആമേൻ,
തലമുറകൾക്ക് മറഞ്ഞു കിടന്ന് ഇപ്പൊ തന്നെ വിശുദ്ധന്മാർക്ക് വെളിപ്പെട്ടു വന്നിരിക്കുന്നു. എന്താ വെളിപ്പെട്ടെന്ന്? സുവിശേഷത്താൽ യേശു ക്രിസ്തുമായിട്ട് ഏക ശരീരസ്ഥർ, വാഗ്ദത്തത്തിൽ പങ്കാളികൾ, കൂട്ടവകാശികൾ. എത്ര പേര് വിശ്വസിക്കുന്നു? എന്നെ കുറിച്ച് ഇത് അത്രയും പ്രവചിച്ചുകൊണ്ടിരിക്കുന്നേ. ഇത് മൊത്തം പ്രവചനമാണ്. ഇത് മൊത്തം പ്രവചനമാണ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ വായിൽ നിന്ന് പുറപ്പെട്ട വാക്കുകളെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിന് സൃഷ്ടിപ്പിന്റെ ശക്തിയുണ്ട്. എല്ലാ വാഴ്ചകൾക്കും എല്ലാ അധികാരത്തിനും തലയായ ക്രിസ്തുവിൽ ഞാൻ പരിപൂർണൻ. കാര്യം, ക്രിസ്തു എന്റെ ഉള്ളിൽ. കാരണം ഞാൻ ദൈവത്തിൽ ജനിച്ചിരിക്കുന്നതാണ്. ഞാൻ പ്രാർത്ഥിക്കാം, എല്ലാവരും കൊണ്ട് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ അധരങ്ങളിലേക്ക് ദൈവത്തിന്റെ ശക്തി മൂവ് ചെയ്യുന്നത് എത്ര പേര് തിരിച്ചറിയുന്നുണ്ട്? നിങ്ങളുടെ ശരീരത്തിൽ ദൈവത്തിന്റെ ശക്തി മൂവ് ചെയ്യുന്നത് നിങ്ങളുടെ അധരങ്ങൾ, നിങ്ങൾക്ക് അറിയാം, നിങ്ങളുടെ അകത്ത് ഫ്രീസ് ആകുന്നത് പോലെ നിങ്ങളുടെ ഉള്ളിൽ, നിങ്ങളുടെ നാവിൽ ദൈവത്തിന്റെ ശക്തി മൂവ് ചെയ്യാൻ പോവാം. ആൽബി മാത്യു, അതിന് താരക്കൊണ്ട് ഒരു അറിയത്തില്ല, പക്ഷെ കർത്താവിന്റെ വലിയ കൃപ നിങ്ങളിലേക്ക് ഇറങ്ങി വരും. കർത്താവ് എന്നെ സ്പർശ, എന്നെ തൊടണമേ, എന്റെ തലമുറ തൊടണമേ. കർത്താവിന്റെ കര ഈ കുടുംബത്തിന് മേൽ ഇറങ്ങി വരട്ടെ. താങ്ക് യു ലോർഡ്. കർത്താവിന്റെ ദാസൻ സജി, അടുത്ത ഒരു ഉണർവ് ലോകത്തിലുണ്ട്. അതുകൊണ്ട് എല്ലാ കാര്യം തിരിച്ചുകൊണ്ടിരിക്കുക. ഉണർവിനായി ദൈവം മാറ്റി വെച്ചിരിക്കുന്ന അനേകരുണ്ട്. പൗലോസിന്റെ ഭാഷ പറഞ്ഞാൽ, അവനെ എന്നിൽ കൂടെ വെളിപ്പെടുത്തുവാൻ ദൈവത്തിന്റെ പ്രസാദം തോന്നി എന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയിരിക്കുന്ന അനേകരെ ഈ ദിവസങ്ങൾ വെളിപ്പെടുത്തുവാൻ തിരഞ്ഞെടുത്ത് അവരകത്തേക്ക് ആത്മാവിന്റെ തീയിടുവാൻ ദൈവ തലമുറ നിങ്ങളുടെ അഭിഷേകം ചെയ്തിരിക്കുക. മാനുഷ്യ ചിന്തകൾക്ക് ഒത്തവണ്ണമല്ല, നിങ്ങളിൽ വ്യാപരിക്കുന്ന ആത്മാവിന്റെ ശക്തിക്ക് ഒത്തവണ്ണം ഈ ദിവസങ്ങൾ മൂവ് ചെയ്യുക. മനുഷ്യർക്ക് മനസ്സിലാവണം നിർബന്ധമല്ല. സ്പിരിച്വൽ ലാംഗ്വേജ് സ്വാഭാവിക മനുഷ്യന് ഗ്രഹിക്കാൻ കഴിയുന്നതല്ല. അതുകൊണ്ട് ഭാഷ മാറ്റിപ്പിടിക്കണ്ട. യെസ്, പിതാവേ, യേശുവിന്റെ നാമം ചൊല്ലി അങ്ങയുടെ മക്കളെ ഞാൻ അനുഗ്രഹിക്കുന്നു. പിതാവേ, ഇതിൽ ജോയിൻ ചെയ്ത 95 വിൻഡോസ്, അവിടെ എല്ലാവരുടെ മേലും ദൈവശക്തിയുടെ അളവറ്റ വലിപ്പം യേശുവിന്റെ നാമത്തിൽ ഞാൻ ഇപ്പോൾ റിലീസ് ചെയ്യുന്നു. സ്വർഗ്ഗ പിതാവേ, അങ്ങയുടെ പുത്രനായ യേശു ക്രിസ്തുവിൽ കൂടെ ഹല്ലേലൂയ 2000 വർഷങ്ങൾക്ക് മുമ്പ് ക്രൂസിൽ നിവർത്തിക്കപ്പെട്ട സകല ദൈവിക അധികാരവും സകല മഹത്വവും ജീവനായി ദൈവശക്തിയായി ഇപ്പോൾ അങ്ങയുടെ മക്കളുടെ മേൽ വ്യാപരിക്കേണ്ട പിതാവേ. മഹത്വത്തിന്റെ പ്രത്യാശ ക്രിസ്തു എന്നിൽ വസിക്കുന്നു എന്നുള്ള വ്യക്തമായ വെളിപ്പാടോടുകൂടെ ഈ ദിവസം എഴുന്നേൽപ്പാൻ പിതാവിന്റെ മഹത്വം ഇപ്പോൾ അങ്ങയുടെ മക്കളിലോട്ട് വ്യാപരിക്കട്ടെ. പ്രത്യേകിച്ച് കർത്താവെ, ഞങ്ങൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ കർത്താവെ, സൂമിലുള്ള എല്ലാ കുഞ്ഞുങ്ങളെയും ദൈവകരണിലേക്ക് ഏൽപ്പിക്കുകയാണ്. കുഞ്ഞുങ്ങളിലേക്ക് ഒരു സ്പിരിച്വൽ എൻകൗണ്ടർ ഉണ്ടാക്കട്ടെ, ഒരു ഡിവൈൻ സ്പർശനം ഇപ്പോൾ സംഭവിക്കട്ടെ. എന്റെ അമ്മ പറഞ്ഞു, എന്റെ അച്ഛൻ പറഞ്ഞു, അതുകൊണ്ട് ഞാൻ വിശ്വസിച്ചു. ആ കാലം കഴിഞ്ഞു. എന്റെ കർത്താവിനെ തൊട്ടു. യെസ്, ഞാൻ പറയട്ടെ, ഒന്നും അറിയാതെ ഒരു കാറിന്റെ പാച്ച് വർക്കുകാരനായിരുന്നു എന്റെ മേൽ. ദൈവത്തിന്റെ മഹത്വം, ആമേൻ, ആ ഒരു എൻകൗണ്ടർ സംഭവിച്ചപ്പോൾ ആള് മാറിയവനെ പോലെ ഇന്ന് കർത്താവിന് വേണ്ടി നിൽക്കാൻ ദൈവം ഭാഗ്യം തന്നുവെങ്കിൽ നിങ്ങൾ എത്ര അധികമായിട്ടാണ്. പിതാവേ, അങ്ങയുടെ അത്യുന്നതമായ ശക്തി ഇപ്പോൾ അങ്ങയുടെ മക്കളുടെ മേൽ വാഴട്ടെ. കർത്താവ് മക്കളാകിയാൽ അവകാശികളും അവകാശി സർവത്തിനും യജമാനൻ എന്നുള്ള വ്യക്തമായ വെളിപ്പാടിലേക്ക് ഇന്ന് രാത്രി ഇതിന്റെ മക്കളെ ഞാൻ നിയമിച്ചാക്കുന്നു. അത് സംഭവിക്കട്ടെ. അങ്ങയുടെ നാമം അങ്ങയുടെ മക്കളിൽ വ്യാപരിക്കട്ടെ. കൃപ എല്ലാവരുടെ മേലും വാഴട്ടെ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ യാചിക്കുന്നല്ല പിതാവേ, ആമേൻ, ആമേൻ. കർത്താവിനെ അനുഗ്രഹിക്കട്ടെ. ശലോം. പ്രത്യേകിച്ച് കർത്താവിന്റെ അപേക്ഷത്തിനെ ഇങ്ങനെ ഒരു അവസരം ദൈവത്താൽ ക്രമീകരിക്കപ്പെട്ടുവെങ്കിലും ദേവദാസൻ ക്ഷണിച്ചതിനാൽ ഞാൻ ദൈവത്തോടും ദേവദാസനോടുള്ള നന്ദി അറിയിക്കുന്നു. ബ്ലസ് യു ആൾ. ശലോം.
പ്രൈസ് ദി ലോർഡ്. എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട അത്യന്താപേക്ഷിതമായ വളരെ പ്രധാനപ്പെട്ട 1-2 അനൗൺസ്മെന്റുകൾ എനിക്ക് ഓർപ്പിക്കാനുണ്ട്. അത് കഴിഞ്ഞിട്ട് ലീവ് ആകുന്നത് നല്ലതാണെന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. നാളെ നമ്മൾ ആദ്യമായിട്ട് ഈ വർഷം തൃശ്ശൂര് ഓഫ്ലൈൻ മീറ്റിംഗ് ക്രമീകരിച്ചിരിക്കുകയാണ്. ഞായറാഴ്ചയുള്ള ആരാധനകൾക്ക് പുറമെ ആദ്യമായിട്ട് ഒരു ചരിത്ര സംഭവമാണ് നാളെ നമ്മൾ ചെയ്യുന്നത്. ഓഫ്ലൈൻ മീറ്റിംഗ് പൊതുവിൽ വെച്ചിരിക്കുകയാണ്. നാളെ പകല് കർത്താവിന്റെ ഷാൻ പാസ്റ്റർ നാളെ ശുശ്രൂഷിക്കുന്നുണ്ട്. 27 പേര് ഇപ്പോൾ പങ്കെടുക്കുന്നതായിട്ട് എനിക്ക് പേര് തന്നിട്ടുണ്ട്. നിങ്ങൾ ആരെങ്കിലും പങ്കെടുക്കാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ ഞാനത് പലർക്കും അയച്ചു കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ പങ്കെടുക്കുന്നില്ലെങ്കിൽ തൃശ്ശൂരിലുള്ള പരിചയക്കാരായ മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുക. 50 പേര് വരെ നമുക്ക് പങ്കെടുക്കുവാനായിട്ടുള്ള അനുവാദം അവിടെ ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും പങ്കെടുക്കാൻ താല്പര്യപ്പെടുന്നെങ്കിൽ എന്നെ ഇന്ന് തന്നെ അറിയിക്കണമെന്നുള്ള കാര്യം ഓർപ്പിക്കുകയാണ്. കർത്താവിന്റെ ദാസനിലൂടെ നമ്മൾ അനുഗ്രഹീതമായ വചനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. 1-2 പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ. സ്റ്റെഫി ക്രിസ്ത്യൻ, അവര് ഭാര്യയും ഭർത്താവും വലിയ പ്രയാസത്തിൽ, ശാരീരികമായ പ്രയാസത്താൽ ഭാരപ്പെടുന്നു. നമുക്ക് അവരെ ഓർത്ത് പ്രാർത്ഥിക്കണം. റീന റോയ് സിസ്റ്ററുടെ ഹസ്ബൻഡ് റോയ് ബ്രദർ നാളെ നാട്ടിലേക്ക് പുറപ്പെടുകയാണ്. റീന സിസ്റ്റർക്ക് വേണ്ടി പ്രത്യേക നമുക്ക് പ്രാർത്ഥിക്കണം. തന്റെ സഹോദരന്റെ യാത്ര അനുഗ്രഹമാകാൻ പ്രാർത്ഥിക്കണം. വിനു സിസ്റ്റർ, വിനു റീമ 18 ലക്ഷം രൂപ തന്നിൽ നിന്ന് ഒരാള്, ഞാനത് പൊതുവിലെല്ലാം പറയുന്നില്ല, നമുക്കത് പറയുന്നത് ശുഭകരമല്ലാത്തതാകിയാൽ ഞാനത് പൊതുവിൽ പറയുന്നില്ല. 18 ലക്ഷം രൂപ തന്നെ കബളിപ്പിച്ച ഒരു വ്യക്തി തന്നിൽ നിന്ന് അടിച്ചു മാറ്റി. ആ വ്യക്തിക്ക് കർത്താവ് മാനസാന്തരം കൊടുക്കുവാനും അത് തിരിച്ചു നൽകുവാനും നമുക്ക് ദൈവത്തോട് സ്തോത്രത്തോടെ പ്രാർത്ഥിക്കണം. സോഫിയ രാജു സിസ്റ്റർ വളരെ ആഴമായ പ്രാർത്ഥന നിങ്ങളോട് ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾ തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നിഷ ബിജുവിന്റെ ഹസ്ബൻഡ് ബിജു ബ്രദർ വലിയ താല്പര്യത്തിൽ ഈ ദിവസങ്ങൾ പ്രാർത്ഥനയ്ക്കായിട്ട് പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു. പ്രത്യേക പ്രാർത്ഥന ആവശ്യപ്പെട്ടിട്ടുണ്ട്. നമുക്ക് തന്നെ ഓർത്ത് പ്രാർത്ഥിക്കണം. കൂടാതെ ജിൻസി സിസ്റ്റർ തനിക്കൊരു ജോലി നഷ്ടപ്പെട്ട അവസ്ഥയിൽ ഇരിക്കുകയാണ്. പ്രത്യേക പ്രാർത്ഥന ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ പ്രാർത്ഥനാ വിഷയങ്ങൾ നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാം. ഒരുമിച്ച് പ്രാർത്ഥിച്ച് നമുക്ക് ഈ സെക്ഷൻ അവസാനിപ്പിക്കാം. ഇന്ന് രാത്രി കർത്താവിന്റെ ദാസനെ കർത്താവ് നമ്മുടെ നടുവിലേക്ക് അയച്ച് വ്യക്തമായി പുതിയ നിയമ വെളിപ്പാടുകളിൽ കൂടെ വളരുന്നവർ അനുഭവിക്കേണ്ട ആത്മീക അനുഗ്രഹങ്ങൾ, നമ്മെ ആത്മീക അവസ്ഥകൾ അല്ലെങ്കിൽ ആ സൂപ്പർ നാച്ചുറൽ തലം ദൈവാത്മാവ് നമ്മെ ഇന്ന് രാത്രി ഒരിക്കൽ കൂടെ ഓർപ്പിക്കുകയും പഠിപ്പിക്കുകയും ആ തലത്തിലേക്ക് കർത്താവിന്റെ ദാസിന്റെ അകത്ത് പകർന്ന അധികാരത്താൽ നമ്മെ തിരിച്ചു വിളിക്കുകയുമായിരുന്നു. ഇനി നമ്മൾ അതിലേക്ക് ദൈവാത്മാവിനാൽ കയറി ചെല്ലുകയാണ് വേണ്ടത്. നമ്മുടെ അകത്ത വെളിപ്പാട് ശക്തിപ്പെടട്ടെ. ഇതെല്ലാം നാം അനുഭവിപ്പാനുള്ളതാണ്. നമ്മുടെ മനസ്സാണ് അതിനെ തടുത്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് പകൽ നമ്മൾ കേട്ടു, ദൈവസന്നിധിയിൽ നമ്മൾ പെർഫെക്റ്റ് ആണ്. അവന്റെ രക്തത്താൽ അവൻ നമ്മെ നീതീകരിച്ചിരിക്കുന്നു. അതുകൊണ്ട് ദൈവവചനത്തിനകത്തുള്ള സകല വാഗ്ദത്തങ്ങളും, ഏദൻ തോട്ടം മുതൽ യേശുക്രിസ്തുവിന്റെ കാൽവറി വരെയുള്ള സകല വാഗ്ദത്തങ്ങളും ക്രിസ്തുവിലൂടെ നമ്മുടെ മേൽ പകർന്നിരിക്കുകയാണ്. എത്ര സൗഭാഗ്യമുള്ളവരാണ് നമ്മൾ. അത് നമുക്ക് അനുഭവിപ്പാൻ കർത്താവ് നൽകിയ നല്ല വഴികൾക്കായി സ്തോത്രം ചെയ്യുന്നു. അഭിബ്രദർ ആഷ സിസ്റ്റർ അവര് നാട്ടിൽ കേരളത്തിലെത്തിയിട്ടുണ്ട്. പ്രത്യേക വന്ദനത്തെ അറിയിക്കുന്നു. നാളെ അടുത്തൊരു സർപ്രൈസും കൂടെ മടക്കും. കർത്താവ് അവരെയും സഹായിക്കും, അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. പ്രാർത്ഥിച്ച് നമുക്ക് ഈ സെക്ഷൻ അവസാനം കരങ്ങൾ ഉയർത്തി നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ ദാസനായി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ശക്തിയോടെ കർത്താവിന്റെ ദാസനെ കർത്താവ് ഇനിയും കഴിഞ്ഞ നാളുകൾ ഉപയോഗിച്ചതിനേക്കാൾ ഉപരിയായി രാജ്യങ്ങൾക്ക്, പട്ടണങ്ങൾക്ക്, ഭൂഖണ്ഡങ്ങൾക്ക് അനുഗ്രഹമായി കർത്താവിന്റെ ദാസനെ കർത്താവ് ഉപയോഗിപ്പാൻ നമുക്ക് വീണ്ടും ശക്തിയോടെ പ്രാർത്ഥിക്കാം. സഭയെ കർത്താവ് ആഴമായി വളർത്തുവാൻ നമുക്ക് ദൈവത്തോടെ പ്രാർത്ഥിക്കാം. അതുപോലെ അനിൽ ബ്രദറിന്റെ ഓക്കെ, ഞങ്ങൾ പ്രത്യേക നന്ദി ഇന്ന് രാത്രി കർത്താവിന്റെ ദാസനെ അറിയിക്കുന്നു. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇന്ന് രാത്രി, ഞാനത് ക്ഷണം എന്നൊക്കെ പറഞ്ഞാൽ ഇത് ദൈവാത്മാവിനാൽ സംഭവിച്ചതാണെന്ന് എനിക്കും പാസ്റ്റർക്കും മാത്രമേ അതിന്റെ നിർണയം ഉണ്ടാകുള്ളൂ. മാനുഷികമായിട്ട് ഒരിക്കലും സംഭവിപ്പാൻ സാധ്യതയില്ലാത്തൊരു കാര്യമാണ് ഞങ്ങൾ രണ്ടുപേരും കൂടെ കൂട്ടിമുട്ടിയത്. പരിശുദ്ധാത്മാവ് അത് എല്ലാം നന്നായി ചെയ്യുന്ന കൃപകൾക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. വർഷങ്ങൾക്ക് മുമ്പ് കർത്താവ് എന്നെ കാണിച്ച ഒരു സ്വപ്നമാണ്. എന്റെ സമയമാകുമ്പോൾ ഞാൻ ഇങ്ങനെ പണിയുന്നവരെ, പൊട്ടക്കുളത്തുള്ളവർക്കറിയാം, ഈ തലത്തിൽ പണിയപ്പെടുന്നവരെ ഞാൻ ഒരുമിച്ച് കൂട്ടിച്ചേർത്ത് ഒരു അന്ത്യകാല ഉണർവിനായി ഒരു സൈന്യമായിട്ട് എഴുന്നേൽപ്പിക്കുമെന്ന് കർത്താവ് എന്നെ കാണിച്ചൊരു സ്വപ്നമുണ്ട്. അതിന്റെ നിവർത്തികൾ കർത്താവ് ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഒരു അടയാളമാണ് കർത്താവിന്റെ ദാസനുമായിട്ടൊരു കൂട്ടിമുട്ടൽ കർത്താവ് നൽകിയത്. പ്രത്യേക നന്ദി. എല്ലാ കരങ്ങളും ഉയർത്തി നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ ദാസനായിട്ട് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഞങ്ങൾ ഒരുമിച്ച് സഭയായി കർത്താവിന്റെ ദാസനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. രാജ്യങ്ങൾക്ക്, പട്ടണങ്ങൾക്ക്, ഭൂഖണ്ഡങ്ങൾക്ക് ദൈവരാജ്യത്തിന്റെ വ്യാപ്തി തുറന്നു കൊടുക്കുവാൻ അധികാരത്തോടെ, അഭിഷേകത്തോടെ ആയിരക്കണക്കിന്
ആയിരക്കണക്കിനല്ല, പതിനായിരക്കണക്കിനല്ല, ലക്ഷക്കണക്കിന് ജനത്തെ തൊടുവാനുള്ള അധികാരവും അഭിഷേകവും മഹത്വം കർത്താവ് പകരട്ടെ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ഞങ്ങൾ ക്രിസ്തുവിന്റെ നാമം ചൊല്ലി അനുഗ്രഹിക്കുകയും ചെയ്യുകയാണ്. കർത്താവിന്റെ ദാസനെ കർത്താവ് ഒരു അനുഗ്രഹമാക്കി നിർത്തട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുകയാണ്. കർത്താവിന്റെ ആത്മാവ് കഴിഞ്ഞ ദിവസം എന്നെ കാണിച്ചതനുസരിച്ച് പ്രിയ ഏഞ്ചൽ മോളുടെ മമ്മി ഉണ്ടോ ജിഷ സിസ്റ്റർ, കർത്താവ് കഴിഞ്ഞ ഞായറാഴ്ച കാണിച്ചൊരു സ്വപ്നമാണ്. പ്രിയ അനിൽ ബ്രദറിന്റെ വൈഫ് ജിഷ നമ്മുടെ ഏഞ്ചൽ, അവളെ കർത്താവ് പ്രത്യേക നിലയിൽ തൊട്ടുകൊണ്ടിരിക്കുന്ന, വളർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച കർത്താവ് എന്നെ കഴിഞ്ഞ ഞായറാഴ്ച രാവിലെ കാണിച്ചു. ഞാൻ ആരാധന അത് ചോദിച്ചിരുന്നു, പക്ഷെ എനിക്ക് പിന്നെ എന്റെ തൊണ്ട അടഞ്ഞതിനാൽ എനിക്ക് സംസാരിക്കാൻ പറ്റിയില്ല. ഇന്നലെയോ ഇന്നോ ആണ് ഞാൻ പ്രിയ ജിഷ സിസ്റ്ററെ പിന്നെ വിളിച്ചപ്പോൾ ആ സിസ്റ്റർ എന്നോട് പറഞ്ഞു, മോള് എപ്പോഴും അന്യഭാഷ എപ്പോഴും മീൻസ് ഇടയ്ക്കിടയ്ക്ക് അന്യഭാഷ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവര് വിചാരിച്ചു കൊച്ചു വെറുതെ പറയുന്നതാന്ന് വിചാരിച്ചു, കൊച്ചുകൊണ്ട് മിണ്ടാതിരിക്കാൻ പറഞ്ഞു. പരിശുദ്ധാത്മാവ് ശക്തിയോടെ എന്നെ കാണിച്ച കാഴ്ചയാണ്. അത് ആ കൊച്ചിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഒരുമിച്ച് ആ കൊച്ചിനായ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഇതല്ലേ അന്ത്യകാല ഉണർവിന്റെ ലക്ഷണം. അമ്മയ്ക്ക് മനസ്സിലാകുന്നില്ല, അപ്പനും മനസ്സിലാകുന്നില്ല കൊച്ചെന്താ ചെയ്യുന്നതെന്ന്. അവർ ചിന്തിക്കുകയാണ് ഇത് കേട്ടു പറയുന്നതാണ്. അല്ല, കർത്താവ് എന്നെ വ്യക്തമായി കഴിഞ്ഞ ഞായറാഴ്ച രാവിലെ കാണിച്ച കാഴ്ചയാണ്. കുഞ്ഞിന്റെ മേൽ പ്രത്യേക പകർച്ച ദൈവാത്മ പകരാൻ പോവുകയാണ്. അവന്റെ ആഴങ്ങൾ തുറക്കാൻ പോവുകയാണ്. മാതാപിതാക്കളും അതിനനുസരിച്ച് വളരണം. ഒരു ഉഴപ്പും പാടില്ല, വില കൊടുക്കണം. അത് പറയുമ്പോൾ പണങ്ങരുത്. കുടുംബമായി നിങ്ങൾ ശക്തിപ്പെട്ടാൽ ആത്മാവ് വലിയ തേജസ്സിന്റെ ആഴങ്ങൾ, മഹത്വത്തിന്റെ ആഴങ്ങൾ കുടുംബത്തിൽ തുറക്കും. തലമുറ ഞാൻ കണ്ട കാഴ്ച എനിക്ക് അത്ര മഹത്വമായ കാഴ്ചയിലേക്കാണ് കർത്താവ് പ്രിയ കുഞ്ഞിനെ കൊണ്ടുപോകാൻ വേണ്ടി പോകുന്നത്. കർത്താവ് നിങ്ങളെ കുടുംബമായിട്ട് ബ്ലസ് ചെയ്യട്ടെ, അനുഗ്രഹിക്കട്ടെ, ഉറവുകൾ തുറക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. നാളത്തെ മീറ്റിംഗ് ഒരിക്കൽ കൂടെ പറയുന്നു, മിസ് ചെയ്യരുത്. ഓഫ്ലൈൻ മീറ്റിംഗ് നമ്മൾ ഒരുമിച്ച് ശക്തിയോടെ കർത്താവിനെ ആരാധിക്കാൻ പോവുകയാണ്, മഹത്വം അനുഭവിക്കാൻ പോവുകയാണ്. കൊറോണയ്ക്ക് മുമ്പ് നമ്മുടെ മീറ്റിംഗുകൾ നിങ്ങൾക്ക് അറിയാമല്ലോ. മാത്രമല്ല ഷാൻ മാത്യു പാസ്റ്റർ നമ്മുടെ നടുവിലുണ്ട്. ശക്തിയോടെ നമ്മുടെ ഉഷാമയുണ്ടോ, ഇവിടെ ഉഷ സിസ്റ്റർ ഉണ്ടോ, ഉഷ ജോസഫ് സൂമിലൂടെ പ്രാർത്ഥിച്ചപ്പോഴാണ് കർത്താവിന്റെ ദാസിൽ ആ മുഴ പിന്നെ തിരിച്ചു വന്നില്ലല്ലോ. ഒന്നെങ്കിൽ ഷാൻ മാത്യു പാസ്റ്റർ നാളെ വരണ്ടെന്ന് പറയാനാ, വന്നാലും ഞാൻ വരണ്ടെന്ന് പറയില്ല. വന്നിട്ടില്ല. തന്റെ സൂമിൽ നടന്ന മീറ്റിംഗിൽ തന്റെ കഴുത്തിനകത്തുണ്ടായിരുന്ന ഒരു മുഴ അങ്ങനെ തന്നെ ചാടിപ്പോയി. കിട്ടിയില്ല, ആ സാധനം പോയി, പിന്നെ കിട്ടിയില്ല. ഇനി ചാടിപ്പോയതാണെങ്കിൽ പിടിക്കാനും കിട്ടിയില്ല. അതങ്ങ് ചൊട്ടിപ്പോയി, അതങ്ങ് വറ്റിപ്പോയി. മറ്റേ എരികോ മതിലങ്ങ് താന്നു പോയതുപോലെ അതങ്ങ് താഴേക്ക് അങ്ങ് ഇരുന്നു പോയി. അങ്ങനെ വറ്റിപ്പോകുന്ന അനുഭവങ്ങൾക്കായി സ്വതന്ത്രം. ഇതെല്ലാം കൂടെ പൊഴിഞ്ഞ് താഴെ വിടാൻ തുടങ്ങിയ പിന്നെ അത് പെറുക്കാനും കൂടെ നിൽക്കണ്ടേ. അങ്ങനെ കർത്താവ് വരങ്ങളാൽ ഉപയോഗിച്ച കർത്താവിന്റെ ദാസനാണ് നമ്മുടെ നടുവിൽ നാളെ വരുന്നത്. ഒരുമിച്ച് വരിക. കഴിയുന്നവരെല്ലാം നിങ്ങളുടെ ബന്ധുക്കൾ, റിലേഷൻസുകള്, ഏത് മതത്തിലുള്ളവര്, ഒരു മതത്തിൽ നമ്മളോട് കുറ്റം പറയില്ല, യേശുവിനെ പറയും. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കും. അതുകൊണ്ട് നാളെ പകൽ നടക്കുന്ന മീറ്റിംഗിൽ നിങ്ങളുടെ പരിചയക്കാർ, ബന്ധുക്കാർ, കൂടെ പഠിച്ചവരൊക്കെ വെറുതെ ഞാൻ അയച്ച ഫ്ലയർ അയച്ചു കൊടുക്കുക. ഈ മീറ്റിംഗിലേക്ക് ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു എന്ന് പറയുക. ദൈവാത്മാവ് ചിലരെയെങ്കിലും കൂട്ടിക്കൊണ്ടുവരും. അതിനുവേണ്ടിയാണ് ഈ മീറ്റിംഗ് വെച്ചിരിക്കുന്നത്. നമ്മൾ വന്ന് കൂടുക എന്ന ലക്ഷ്യം മാത്രമല്ല, ഇതുവരെ സുവിശേഷം കേൾക്കാത്തവർ, തകർന്നിരിക്കുന്നവർ, ഉടഞ്ഞിരിക്കുന്നവർ, ആവശ്യബോധമുള്ളവരുണ്ട് നമ്മുടെ പട്ടണത്തിൽ. അവരെ കൂട്ടിച്ചേർക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ മീറ്റിംഗ് ക്രമീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ മാത്രമല്ല, ഒരാൾക്കെങ്കിലും ഈ ഫ്ലയർ അയച്ചു കൊടുക്കാത്ത ഒരാൾ വരും ചെയ്യരുത്. നമുക്ക് വീട്ടിൽ നിന്ന് കേട്ടാ പോരെ. അവിടെ നമ്മളെ മീറ്റിംഗ് വെച്ചിരിക്കുന്നത് ഒരാളെങ്കിലും വിളിക്കുക, വരാതിരിക്കട്ടെ. ഞാൻ ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന് ആൾക്കാരെ വിളിച്ചിട്ട് വന്നത് ഇത്രയും പേരേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ നാളെ നടക്കുന്ന മീറ്റിംഗിൽ വന്ന് പങ്കെടുക്കുക എന്ന് ഓർപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ സെക്ഷൻ പ്രാർത്ഥിച്ച് നിർത്താൻ. കർത്താവിന്റെ ദാസന്മാർ നമ്മുടെ നടുവിലുണ്ടല്ലോ. ഓക്കെ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിച്ച് ഈ സെക്ഷൻ ഇപ്പോൾ ഇവിടെ അവസാനിപ്പിക്കുക. ഡേവിസ് ബ്രദർ ഇപ്പോൾ പൊതുവിൽ ശബ്ദമുയർത്തി പ്രാർത്ഥിക്കുന്നതായിരിക്കും. നമുക്ക് പറയപ്പെട്ട വിഷയങ്ങളെ കൂടെ ഓർത്ത് പ്രാർത്ഥിക്കാം. റീന സിസ്റ്ററുടെ ഭർത്താവ് നാളെ യാത്ര തിരിക്കുന്നു. ഷെഫി സിസ്റ്ററെ കുടുംബമായിട്ട് നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. തന്റെ കുടുംബത്തിൽ അത്ഭുത വിടുതൽ ഈ രാത്രി സംഭവിക്കണം. ബിനു റീമയ്ക്ക് 18 ലക്ഷം രൂപയാണ് ഒരു വ്യക്തി തന്നിൽ നിന്ന് അടർത്തി മാറ്റിയത്. തന്നെ മറ്റൊരു രീതിയിൽ ചതിക്കുകയായിരുന്നു. കർത്താവ് അത് തിരിച്ചു കൊടുക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. സോഫിയ രാജു, ബിജു ബ്രദർ, നിഷ സിസ്റ്ററുടെ ഭർത്താവ് ബിജു ബ്രദർ, നമുക്ക് അവരൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കാം. ജിൻസി സിസ്റ്റർ ഓർത്ത് പ്രാർത്ഥിക്കാം. പ്രിയ ഡേവിസ് ബ്രദർ ഇപ്പോൾ ശബ്ദമുയർത്തി പൊതുവിൽ പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, അങ്ങയുടെ നാമത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. കർത്താവേ സ്തോത്രം. ദൈവമേ, നിന്റെ മക്കളെ
കർത്താവേ സ്തോത്രം. ദൈവം എങ്ങനെ കരുതുന്നുവെന്ന് കർത്താവേ സ്തോത്രം ഞങ്ങളെ പഠിപ്പിച്ച ദൈവമേ അവിടുത്തെ വലിയ കൃപയ്ക്കായി നന്ദി പറയുന്നു. കർത്താവേ സ്തോത്രം. സകല വാഴ്ചയ്ക്കും സകല അധികാരത്തിനും തലയായ അവനിൽ നിങ്ങൾ പരിപൂർണരായിരിക്കുന്നു. കർത്താവെ ഈ അനുഭവം കർത്താവെ ഞങ്ങളിൽ ഈ നാളുകളിൽ കർത്താവെ സ്തോത്രം ദൈവമേ സ്തോത്രം. ദൈവമേ ഞങ്ങളിൽ വെളിപ്പെടുവാൻ തക്കവണ്ണം കർത്താവ് കൃപ ചെയ്യുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവ് കടന്നു വന്ന ഓരോരുത്തരോടും എൻ്റെ ദൈവം വലിയ കൃപ ചെയ്തതിനായി സ്തോത്രം ചെയ്യുന്നു. ഓരോരുത്തരെ അവിടെ നിന്ന് ഉറപ്പിച്ചതിനായി നന്ദി പറയുന്നു. കർത്താവെ ഞങ്ങൾക്ക് ഇന്ന് വചനം പകർന്നു തന്ന അവിടുത്തെ ദാസനെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. കർത്താവെ അനേകർക്ക് ഇനിയും പ്രയോജനമാകുവാൻ തക്കവണ്ണം കർത്താവ് അവിടുത്തെ ദാസനെ ഇനിയും ഉപയോഗിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ പേര് പറഞ്ഞതായ ആവശ്യങ്ങളിൽ ഇരിക്കുന്നവരായ ഓരോരുത്തരെയും കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണപ്പ. ദൈവമേ രോഗബാധിതരായവരുണ്ട്, കർത്താവെ യാത്രയ്ക്ക് തിരിക്കുന്നവരുണ്ട്, കർത്താവെ സ്തോത്രം വഞ്ചിക്കപ്പെട്ടവരുണ്ട്, കർത്താവെ സ്തോത്രം പലതും ദൈവമേ സ്തോത്രം ജീവിതത്തിൽ ആവശ്യമായിരിക്കുന്നു. കർത്താവെ ദൈവമേ അതിൽ നിന്നെല്ലാം അവർ വിടുതൽ പ്രാപിക്കുവാൻ കർത്താവെ സ്തോത്രം യാത്രയിൽ ദൈവമേ അവിടുത്തെ സാന്നിധ്യം കൂടിയിരുന്ന് സുഖയാത്ര നൽകുവാൻ തക്കവണ്ണം ദൈവം കൃപയാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ സ്തോത്രം വഞ്ചിക്കപ്പെട്ട മകൾക്ക് കർത്താവെ സ്തോത്രം വഞ്ചിച്ച ആ വ്യക്തിയിൽ നിന്ന് കർത്താവെ അവനൊരു മാനസാന്തരം, ആ വ്യക്തിക്ക് ഒരു മാനസാന്തരം ഉണ്ടായിട്ട് കർത്താവെ അത് ദൈവഹിത പ്രകാരം മടക്കി കൊടുക്കുവാൻ തക്കവണ്ണം ഇടവരുത്തണമെന്ന് പ്രാർത്ഥിക്കുകയാണപ്പ. രോഗമായിരിക്കുന്നവര് കർത്താവെ സ്തോത്രം സൗഖ്യം പ്രാപിക്കുവാൻ ദൈവം ഞങ്ങൾ കേട്ടത് പ്രകാരം ദൈവം നിന്റെ മക്കളുടെ ആരോഗ്യം അതാണ് ദൈവം ഞങ്ങൾക്ക് നൽകി തന്നിരിക്കയാൽ കർത്താവെ അത് പ്രാപിക്കുവാൻ തക്കവണ്ണം കർത്താവ് ഇടവരുത്തണം എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണപ്പ. ദൈവമേ നിന്റെ സന്നിധിയിൽ ഞങ്ങൾ ഇരുന്നതൊന്നും വെറുതെ അല്ലല്ലോ അപ്പ. ഞങ്ങൾ ദൈവമേ ദൈവത്തിന്റെ വചനം അതിൽ ഉൾക്കൊള്ളുന്ന ആ ശക്തി കർത്താവെ സ്തോത്രം ഞങ്ങളിൽ വ്യാപരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്ന പിതാവേ. ഹല്ലേലൂയ. ദൈവമേ ഇന്ന് കേട്ടതായ അവിടുത്തെ ദൈവിക വാഗ്ദത്തങ്ങള് അത് പ്രാപിച്ച് കർത്താവ് ഈ നാളുകളിൽ നിനക്ക് പ്രയോജനമുള്ളവരായി തീരുവാൻ ഓരോരുത്തരെയും നീ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കടന്നു വന്ന ഓരോരുത്തരെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു പിതാവേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു പിതാവേ. യേശുവിനുമുള്ള പ്രാർത്ഥന കേട്ട് ഉത്തരം വരുന്നവേ. ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ആശ്വസിപ്പിച്ച് വഴിമടത്തുന്ന പരിശുദ്ധാത്മാവാൻ ദൈവത്തിന്റെ സഹവാസം കൂട്ടായ്മയും നാം പ്രാർത്ഥിച്ച സകല പ്രാർത്ഥനാ വിഷയങ്ങളോടും ഭൂലോകത്തുള്ള സകല വിശുദ്ധന്മാരോടും നമ്മൾ ഓരോരുത്തരും ഇന്ന് വന്നേക്ക് നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിന്റെ രണ്ടാം വരവുണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. ഈ രാത്രിയിൽ ജയമലിയ കർത്താവിനെ നമുക്ക് ഒരുമിച്ച് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ വേഗം വരണമേ. നാളെ രാവിലെ നമുക്ക് 5:30 പ്രാർത്ഥനയുണ്ട്. ഇന്ന് രാവിലെ എനിക്ക് കയറാൻ പറ്റിയില്ല, അതുകൊണ്ട് പാസ്റ്റർ ഇല്ലെന്ന് വിചാരിച്ചാലും വരാതിരിക്കേണ്ട. ഞാൻ ഇന്നലെ രാത്രി 2 സ്പെഷ്യൽ മീറ്റിങ്ങൾക്ക് രാത്രി പ്രസംഗിച്ച് 1 മണി കഴിഞ്ഞിട്ടാണ് കിടക്കുന്നത്. 3 മണിക്കൂർ അടുപ്പിച്ച് 2 സെക്ഷനായിട്ട് പ്രസംഗിച്ചു. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് രാവിലെ കയറാതിരുന്നത്. രാവിലെ 5:30 മുതലുള്ള 6 വരെയുള്ള അന്യഭാഷയുള്ള പ്രാർത്ഥനയുണ്ട്. രാവിലെ 10:00 നമുക്ക് നമ്മുടെ സൂം മീറ്റിംഗ് നാളെ 10 മണിക്കല്ല, ഓഫ്ലൈൻ മീറ്റിംഗ് 10:00 ആരംഭിക്കും എന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. ഷലോം, 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 ഷലോം.